തൊഴിലാളി സുഹൃത്തുക്കളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ വിഷയത്തിലേക്ക് കിടക്കാണ്. ശ്രീനെ കേൾക്കാലോ അല്ലേ? എന്റെ സൗണ്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല സാർ, കേൾക്കാം. കുഴപ്പമില്ല, ഓക്കെ. അപ്പോ നമ്മൾ ഇതൊരു രണ്ടാം ഭാഗമായിട്ട് ഞാൻ നടത്തുന്നത്. ഓൺലൈൻ നമ്മൾ നേരത്തെ നടത്തിയിരുന്നു. നമ്മുടെ കോട്ടയം ബ്രാഞ്ചിന്റെ ഭാഗമായിട്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തി. വീഡിയോ ഒക്കെ എല്ലാവർക്കും തന്നിരുന്നു. അപ്പോ അതിന്റെ അകത്ത് നമ്മള് അതിന്റെ ഒരു ചുരുക്കം ഞാൻ പറയാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ NBS വേണോ UPS വേണോ എന്നുള്ളതാണ്. UPS എന്ന് പറയുന്നത് NBSന്റെ അകത്തെ ഒരു ഓപ്ഷനാണ്. NBSനുള്ളിൽ ഒരു ഓപ്ഷനാണ് UPS. അപ്പൊ അത് ഈ സെലക്ട് ചെയ്യേണ്ടവർ ഈ ജൂൺ 30 മുമ്പ് സർവിംഗ് എംപ്ലോയീസ് സെലക്ട് ചെയ്യണം. പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യാതെ അവർക്ക് 1 മാസം സമയമുണ്ട്. അപ്പൊ അത് നമ്മൾ NBS സെലക്ട് ചെയ്യണം. NBS ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, അല്ലെ സെലക്ട് ചെയ്യണോ UPS സെലക്ട് ചെയ്യണോ അതോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ നടത്തിയത്. അപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇൻ ഷോർട്ട് നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 4 കേസ് ഞാൻ വെച്ചിരുന്നു. കാരണം നമ്മള് പുറത്ത് നിങ്ങൾ ഏത് ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഇതോ നോക്കുകയാണെങ്കിൽ നമ്മള് കൂടുതലും ഈ നിങ്ങൾ റിട്ടയർ ആവുമ്പോൾ എന്താവും, അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെന്റിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും തുടങ്ങിയ കാൽക്കുലേറ്ററുകളും മറ്റുമാണ്. പക്ഷെ ഞാൻ ചെയ്തിരുന്നത് അങ്ങനെയല്ല. ഞാൻ ചെയ്തത് നമ്മൾ ഇതുവരെ NBSൽ റിട്ടയർ ആയവരുടെ കാര്യങ്ങൾ, അതാണ് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്. കാരണം കാൽക്കുലേഷൻ വരുമ്പോഴേക്കും ഇപ്പൊ അടുത്ത വർഷം എന്താണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അടുത്ത വർഷത്തെ അടുത്ത വർഷത്തെ സാലറി നമ്മുടെ പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു 10-30 വർഷമൊക്കെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു സാലറി കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത്ര കിട്ടുമെന്ന് പറയുന്നത് ഒരുപാട് അതിഭാവത്തുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എന്റെ രീതി എന്ന് പറഞ്ഞാല് ഇതുവരെ റിട്ടയർ ആയ ആൾക്കാരുടെ കാര്യങ്ങൾ എടുത്തിട്ട് അവര് UPSലായിരുന്നെങ്കിൽ, UPSൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം, അവരുടെ ബേസിക് മാത്രം കിട്ടിയാൽ മതി. അവർ UPSലാണെങ്കിൽ അവർക്ക് എത്ര കിട്ടും, UPSൽ എത്ര കിട്ടും, അവർ NBSൽ അവർക്ക് എത്ര കിട്ടി. അപ്പൊ ഇത് തമ്മിൽ കമ്പയർ ചെയ്യാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഈ എല്ലാവരുടെയും അകത്തുനിന്ന് നമ്മൾക്ക് എല്ലാ വിഷയത്തിലും നമുക്ക് കണ്ടെത്തിയത് ഇത്രയേ ഉള്ളൂ. നമുക്ക് റിട്ടയർ ആകുമ്പോൾ കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ് പെൻഷൻ സ്കീം. ഒന്ന്, റിട്ടയർ ആകുമ്പോൾ കിട്ടുന്ന ലംസം തുക. രണ്ടാമത്തത് നമുക്ക് കിട്ടുന്ന പെൻഷൻ. പിന്നെ മരിച്ചു കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ റിട്ടയർ ആകുമ്പോൾ കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, റിട്ടയർ ആകുമ്പോൾ കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ NBSലും UPSലും തുല്യമാണ്. കാരണം NBSൽ നമുക്ക് വേണമെങ്കിൽ 60% വലിക്കാം, UPSൽ വേണമെങ്കിൽ 60% വലിക്കാം. UPSൽ 60% വലിക്കുമ്പോൾ NBSനേക്കാളും കുറച്ച് കുറവേ കിട്ടുള്ളൂ. പക്ഷെ UPSൽ ലംസം കിട്ടും. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ തുല്യമായ തുക കിട്ടും. ഇപ്പൊ ഗ്രാറ്റുവിറ്റി, ലീവ് സാലറി അതൊക്കെ വേറെ വിഷയമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് NBSൽ 60% വലിക്കാം, UPSൽ 60% വലിക്കാം. ആ തുക തുല്യമായിരിക്കും. അതായത് റിട്ടയർ ആകുമ്പോൾ കിട്ടുമ്പോൾ നമ്മുടെ തുക തുല്യമായിരിക്കും. പിന്നെ വ്യത്യാസം എവിടെയാണ്? നമ്മുടെ പെൻഷനിലാണ് വ്യത്യാസം. പെൻഷനിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ സംഭവത്തിലാണ് വ്യത്യാസം. ഇപ്പൊ റിട്ടയർ ആകുമ്പോൾ രണ്ടിലും തുല്യ തുക കിട്ടുന്നു, നമ്മൾ പെൻഷൻ സ്വീകരിക്കുന്നു. ഈ പെൻഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ UPSൽ NBSനേക്കാളും ഒരു 1.5 ഇരട്ടിയൊക്കെ ആവറേജ് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. മാത്രമല്ല NBSൽ ഒരു തുക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ഇൻക്രീസ് ഉണ്ടാവില്ല. പക്ഷെ UPS എന്ന് പറഞ്ഞാൽ 1.5 ഇരട്ടിയോളം നമുക്ക് കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ അതിന് DA അനുസരിച്ച് അതിന്റെ ഇൻക്രീസും ഉണ്ടാവും. ഇതാണ് ജനറൽ ആയിട്ട് നമ്മൾ കണ്ടെത്തിയത്. അതായത് റിട്ടയർ ആകുമ്പോൾ കിട്ടുന്ന തുക രണ്ടിനും തുല്യമാണ്. പെൻഷൻ വരുമ്പോൾ UPSൽ NBSനേക്കാളും കൂടുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 1.5 ഇരട്ടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത്. അതിലൊക്കെ കൂടുതലുണ്ട്. 10 വർഷം സർവീസ് ഉള്ളവർക്കൊക്കെ, മിനിമം പെൻഷൻ ഉള്ളവർക്ക് അതിലൊക്കെ കൂടുതലുണ്ട്. എന്നാൽ ഏറ്റവും കുറഞ്ഞ 1.5 ഇരട്ടിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം UPSൻ്റെത് DA അനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. NBSന് സെയിം തുകയാണ്. ആ സെയിം തുക കുറച്ച് വർഷം കഴിയുമ്പോൾ അതിനൊരു വിലയില്ലാതായി പോകും. പക്ഷെ ഇവിടെ DA അനുസരിച്ച് കൂടുന്നത് കൊണ്ട് അത് കുറച്ചുകൂടെ ബെനിഫിഷ്യലാണ്. അപ്പൊ നമുക്ക് പെൻഷൻ കൂടുതൽ കിട്ടുന്നത് UPSലാണ്. സ്റ്റാർട്ടിങ് റിട്ടയർ ആകുമ്പോൾ ഒരേ തുക കിട്ടുന്നു, പെൻഷൻ UPSൽ കൂടുതൽ കിട്ടുന്നു. ഇനി റിട്ടയർ ആകുന്നതാണ് അടുത്ത്, മരിക്കുന്നതാണ് അടുത്ത്. റിട്ടയർമെന്റ്, പെൻഷൻ, മരണം. മരിച്ചു കഴിയുമ്പോൾ NBSൽ നമുക്ക് അവിടെ കിടക്കുന്ന മിച്ചം, അവിടെ കിടക്കുന്ന ഈ 40% 40%, മുഴുവനെങ്കിൽ മുഴുവൻ, അത് മുഴുവൻ നമുക്ക് കിട്ടും. നമ്മുടെ നോമിനിക്ക് ആരാണെന്ന് വെച്ചാൽ കിട്ടും. ഏത് നോമിനിക്കാണെങ്കിലും കിട്ടും. അത് വിത്ത് ഓൾ ബെനിഫിറ്റ്സ് കിട്ടും. പക്ഷെ UPSൽ വരുമ്പോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാല് നമുക്ക് ഒരിക്കലും ആ തുക തിരിച്ചു കിട്ടത്തില്ല. പകരം നമ്മുടെ ഭാര്യയല്ല ഭർത്താവ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫാമിലി പെൻഷൻ കിട്ടും. അതായത് നമ്മൾ മേടിച്ച ഫാമിലി പെൻഷന്റെ 60% അവർക്ക് കിട്ടുന്നത്. ഇതാണ് വ്യത്യാസം. അപ്പൊ നമ്മൾ മേടിച്ച ഫാമിലി പെൻഷൻ 60. അപ്പൊ അവര് നേരത്തെ മരിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അവര് മരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ചുരുക്കത്തിൽ അവര് നേരത്തെ മരിച്ചെന്ന് തന്നെ വെച്ചു. ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എടുത്തു. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ റിട്ടയർ ആകുമ്പോൾ നമുക്ക് ഒരേ തുക കിട്ടുന്നു. പെൻഷൻ UPSൽ കൂടുതലാണ്. UPS കൂടുതലാണെന്ന് മാത്രമല്ല DA അനുസരിച്ച് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. അവസാനം നമ്മൾ മരിക്കുമ്പം നമുക്ക് NBSൽ കിട്ടുന്നു, UPSൽ കിട്ടില്ല എന്ന് വെച്ചോ. ഭർത്താവ് ഭാര്യ കിട്ടും, അത് ഫാമിലി പെൻഷൻ, ഓക്കെ, കിട്ടില്ല. ഇതാണ് സംഭവം ചുരുക്കത്തില്. അപ്പൊ ഇതിന്റെ അകത്ത്
നമ്മൾ വേറെ ഒരു കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ ഡിഫറൻസ് കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഏകദേശം നമ്മളൊരു 75 വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ UPSൽ നഷ്ടപ്പെടുന്ന തുക നമുക്ക് പെൻഷനായിട്ട് തന്നെ കിട്ടും എന്നുള്ളതാണ്. ബാക്കി കിട്ടുന്ന കൂടെ ലാഭമാണ്. അതാണ് നമുക്ക് പിന്നെ ഏറെക്കുറെ 75 മേലെ ജീവിച്ചാൽ നമുക്ക് ലാഭമാവും, പിന്നെ ബാക്കിയുള്ള എല്ലാം ലാഭമാണ്. അതേസമയം ഒരു 65 വയസ്സ് 60 വയസ്സിലൊക്കെ നമ്മൾ മരിച്ചു പോകും. 60 വയസ്സ് ഉടനെ മരിച്ചാൽ നമുക്ക് നഷ്ടമാണ്. കാരണം നമുക്ക് പിന്നെയുള്ള തുക കിട്ടത്തില്ല. UPS ഓപ്റ്റ് ചെയ്താലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഒരു കാര്യം കണ്ടെത്തിയത്. പിന്നെ ഞാൻ അന്നേരം പറഞ്ഞപ്പോൾ ഞാൻ ഏറെക്കുറെ പെൻഷൻ 10 കൊല്ലത്തെ പെൻഷൻ ഇത്ര കിട്ടും UPSൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അത് ശരിക്കും ഒരു കമ്പാരിസൺ ആയിട്ടല്ല, കാരണം നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ അതിന്റെ ഡിഫറൻസ് കൂട്ടണം, എന്നിട്ടാണ് അത് NPS UPS അത് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം DA അനുസരിച്ച് UPS കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ കൃത്യമായ ഒരു ഡിഫറൻസ് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അത് ഏകദേശം ഒരു കാൽക്കുലേഷനാണ് പറഞ്ഞത്. അത് തെറ്റിദ്ധരിക്കില്ല. ഏകദേശം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കൺക്ലൂഡ് ചെയ്യാൻ ഒരു 75 വയസ്സ് വരെ നമ്മൾ ജീവിച്ചാൽ ഏകദേശം അല്ലെ നമുക്ക് നമ്മുടെ അവിടെ ഇരിക്കുന്ന തുക പോലെ UPS നമുക്ക് പെൻഷനായിട്ട് നമുക്ക് മേടിക്കാം. നമുക്കറിയാം കേരളത്തിലെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് 79 എങ്ങാണ്ടാണ്, പുരുഷന്മാർക്ക് 77. ആ റേഞ്ചിലാണ് മുഴുവൻ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആവറേജ് ലൈഫ് സ്പാൻ ജീവിക്കുന്നവർക്ക് പോലും ആ പൈസ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാല് ഇപ്പൊ ഞാൻ ജോലി ചെയ്തു കഴിഞ്ഞ് ഞാൻ റിട്ടയർ ആയി, എനിക്ക് കുറെ പൈസ അവിടെയുണ്ട്. അതായത് മിനിമം 40% എങ്കിലും അവിടെ വെക്കണം. ബാക്കി പൈസ അല്ല ഞാൻ വലിച്ചു നോക്കുക. ഇനി ഈ 40% എനിക്ക് കിട്ടാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാല് പെൻഷനാണ്, UPS ആണ്. കാരണം NPSൽ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഈ പെൻഷനാണ്. അപ്പൊ പെൻഷൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇവിടെ UPS. അതായത് ജോലി ചെയ്ത ആൾക്ക് ഈ പൈസ കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി UPS ആണ്. മക്കൾക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് NPSനെ പറ്റി ആലോചിച്ചാൽ മതി. അല്ല നമുക്ക് കിട്ടണമെന്നാണെങ്കിൽ UPSലേക്ക് തന്നെ പോയാൽ മതി. ഇനി മക്കൾക്ക് കൊടുക്കാനാണെങ്കിൽ പോലും നമുക്ക് വേണേൽ മേടിച്ച് കൊടുക്കാം. അങ്ങനെ നോക്കുമ്പോഴും ഇത്രയും വർഷം കൂടുതൽ ജീവിച്ചാൽ ഒരു 80 വയസ്സൊക്കെ ജീവിക്കുന്നവന് NPS എടുത്താൽ നഷ്ടമാണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. 75 വയസ്സ് മേലെയാണെങ്കിൽ പോലും നമുക്ക് ലാഭമാവും. ഇതാണ് നമുക്ക് ജനറലി നമ്മൾ കൺക്ലൂഡ് ചെയ്ത്. ഇനി ഈ കഴിഞ്ഞ ദിവസം നമുക്ക് 2 ക്ലാരിഫിക്കേഷൻ ഇറങ്ങി. അതിനെപ്പറ്റി കൂടെ പറയാം. ഒന്ന്, ഗ്രാറ്റുവിറ്റിയെ പറ്റി. ഗ്രാറ്റുവിറ്റി NPS കിട്ടുന്ന പോലെ തന്നെ ഇവിടെ കിട്ടും, OPS കിട്ടുന്ന പോലെ തന്നെ ഇവിടെ കിട്ടും. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും പെൻഷൻ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. അപ്പം NPSന്റെ ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പെൻഷന്റെ ഓപ്ഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു നമുക്ക് അങ്ങനെ ഒരു സംശയം എന്തായാലും ഒരുപാട് പേർക്ക് ഉള്ളത് കൊണ്ട്, അല്ലെ NPSലൊക്കെ പലർക്കും ആദ്യം കിട്ടാതിരുന്നു. അപ്പൊ ഇതിന് ഗ്രാറ്റുവിറ്റി ഉണ്ടോ എന്ന് ഒരുപാട് പേര് സംശയമൊക്കെ ഉന്നയിച്ചു. അപ്പൊ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് റെയിൽവേ ബോർഡ് ഒരു ഗ്രാറ്റുവിറ്റി ഒരു ക്ലാരിഫിക്കേഷൻ ഇറക്കിയാണ്. ഗ്രാറ്റുവിറ്റി നമുക്ക് അതിന് വ്യത്യാസമില്ല, NPS UPSൽ ഒരുപോലെയാണ്. ഇനി അടുത്തത് വേറൊരു ക്ലാരിഫിക്കേഷൻ ഇറങ്ങിയത്, നമ്മൾ മരിക്കുകയാണ്, അതായത് സർവീസിൽ മരിക്കുകയാണെങ്കിലും ക്ലാരിഫിക്കേഷൻ എങ്ങനെയാണ്, അതിന് NPS UPS തമ്മിൽ വ്യത്യാസമില്ല. NPS നമ്മൾ സർവീസിൽ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഴയ ഓൾഡ് പെൻഷൻ സ്കീമിന്റെ ബെനിഫിറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ UPSൽ നമുക്ക് കിട്ടും. ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ അതിനൊരു ഓപ്ഷനും കൂടെ കൊടുക്കണം. നമ്മൾ ഇപ്പോൾ ഓപ്റ്റ് ചെയ്തു, നമ്മൾ UPS ഓപ്റ്റ് ചെയ്തവര് എത്രയും വേഗം, അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് ഒന്നുമില്ല, എത്രയും വേഗം ഞങ്ങൾക്ക് അതിനൊരു ഫോം ഉണ്ട്. ആ ഫോമില് OPSന്റെ ബെനിഫിറ്റ്സ് അത് 2 കാര്യമാണ്. ഒന്ന്, നമ്മൾ സർവീസിൽ ഇരുന്ന് മരിക്കുക, അല്ലെങ്കിൽ സർവീസിൽ നമ്മൾ ഇൻവാലിഡ് ആകുക. അതായത് സർവീസിൽ നമ്മൾ അൺഫിറ്റ് ആകുക, ഓൾ ക്ലാസ് അൺഫിറ്റ് പോലെ നമ്മൾ റെയിൽവേ പിരിച്ചു വിടുക. നമ്മുടെ ശാരീരിക ക്ഷമത ഇല്ലാത്തതുകൊണ്ട് റെയിൽവേ പിരിച്ചു വിടുക, ഇൻവാലിഡ് ആകുന്നത്. അപ്പൊ അങ്ങനെ ഇൻവാലിഡ് പെൻഷൻ കിട്ടും. അപ്പം അത് രണ്ടിലും നമുക്ക് NPSന്റെ അതായത് ഓൾഡ് പെൻഷൻ സ്കീമിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ക്ലാരിഫിക്കേഷൻ. അതായത് NPSലും നമുക്ക് അങ്ങനെ കിട്ടുമായിരുന്നു. NPSലും നമ്മൾ സർവീസ് ഇരുന്ന് മരിക്കുകയോ നമ്മൾ സർവീസ് അൺഫിറ്റ് ആയി പുറത്ത് പോവുക, റെയിൽവേ പിരിച്ചു വിടുകയോ ചെയ്താൽ നമുക്ക് ഓൾഡ് പെൻഷൻ സ്കീമിന്റെ ബെനിഫിറ്റ് കിട്ടും. അതും ഇവിടെ കിട്ടും. അതായത് ഈ കാര്യത്തിലൊന്നും NPS UPS നമ്മൾ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇതിന്റെ ഏറ്റവും UPS സെലക്ട് ചെയ്യുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ ആബ്സെന്റ് ആയാൽ കുഴപ്പമില്ല, ആബ്സെന്റ് ആയി ചാർജ് ഷീറ്റ് കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ ചാർജ് ഷീറ്റ് കിട്ടിയതിൽ പണിഷ്മെന്റ് കിട്ടി കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ പണിഷ്മെന്റിൽ പറയുവാണ് നിങ്ങളുടെ പെൻഷനിലെ അത് ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആബ്സെന്റ് ആയ സമയം വരെയുള്ള സർവീസ് UPSൽ കൂട്ടില്ല എന്നുള്ളതാണ് അതിന്റെ റിസ്ക് ഫാക്ടർ. അതിന്റെ ക്ലാരിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ആ റിസ്ക് ഫാക്ടർ NPS ആകുമ്പോൾ പ്രശ്നമില്ല, നമ്മൾ ആബ്സെന്റ് ആയ പീരീഡ് മാത്രമേ നഷ്ടപ്പെടുള്ളൂ. പക്ഷേ മറ്റത് അത് വരെയുള്ള പീരീഡ് നമ്മുടെ സർവീസിൽ നിന്ന് പോകും എന്നുള്ളതാണ് അതിന്റെ ഒരു റിസ്ക് ഫാക്ടർ. അതിന് നമ്മൾ NPSൽ ആബ്സെന്റ് ആകുന്നതിന് മുമ്പ് നമ്മൾ സിക്ക് ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. ഇനി അല്ലേ പോലും നമ്മൾ പണിഷ്മെന്റ് വരുമ്പോൾ നമ്മുടെ ഓഫീസറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇങ്ങനെ ഒരു ക്ലോസ് ഇട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റും, നമുക്ക് നമുക്ക് കിട്ടുന്ന പോലെ. അതായത് ഇതിനെ സർവീസിനെ ബാധിക്കില്ല, അല്ല പെൻഷന്റെ കാര്യത്തിൽ ക്ഷമിച്ചിരിക്കുന്നു, കൺട്രോൾ ചെയ്തിരിക്കുന്നു എന്നൊരു വാക്കിട്ടാലും കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് ജനറൽ ആയിട്ട് പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് ആണ് ഉദ്ദേശിച്ചത്.
അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ ഓരോരുത്തരായിട്ട് ചോദിക്കാം. അപ്പോ ഹാൻഡ് റൈസ് ചെയ്തതിനനുസരിച്ച് ശ്രീനി ഒന്ന് പേര് വിളിക്കണേ, ആരൊക്കെയാണ്. അപ്പൊ അവര് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസിലേക്ക് കിടക്കാം. ഓക്കെ, ശ്രീനി ഹാൻഡ് റൈസ് ചെയ്യണേ. ഹാൻഡ് റൈസ് ചെയ്ത് ശ്രീനി ഒന്ന് പേര് വിളിക്കുവോ? ഓക്കെ സാർ. ഹലോ സാർ. പറഞ്ഞോ ചോദിച്ചോ. സാറേ ഞാന് കീമാനാണ് സാറേ, മൈനാപ്പള്ളി മാവേലിക്കര സെക്ഷനിൽ. ഓക്കെ, ഞാൻ ഈ വരുന്ന മെയ് മാസം റിട്ടയർമെന്റാ സാർ. ഏത് മെയില്? 2026 മെയില്. ഓക്കെ, ഇതിന് 18.5 വർഷം സർവീസ് കിട്ടും സാർ. ഓക്കെ. അപ്പൊ എനിക്ക് സംശയം എന്ന് പറഞ്ഞാൽ സാറേ, ഈ NPS-ലും UPS-ലും ഞാൻ പോയ 18.5 വർഷം ജോലി ചെയ്തതിന്റെ പെൻഷൻ എന്തോ കിട്ടും എന്നുള്ളത് അറിയാനുണ്ട്. അടുത്ത വർഷത്തെ ബേസിക് എത്രയാ? ഇപ്പൊ 35,900 സാറേ. 35,900. 36,900 ആകും. ഓക്കെ. 36,900 ആണ് ഈ വർഷത്തെ. ഏകദേശം 36,900 പിടിച്ചോ? ഇപ്പോഴത്തെ 36,900 അല്ലേ? അപ്പൊ ഏകദേശം ഒരു സാറേ ഇപ്പൊ 35,900 ആണ്. 35,900. ഓക്കെ. അപ്പൊ ഏകദേശം 35,900 എടുക്കുക. 35,900ന്റെ പകുതി കാണുക. 35,900ന്റെ പകുതി കാണാം. വേറെ ആബ്സെന്റോ അങ്ങനെയൊന്നും ആയിട്ടില്ലല്ലോ ഇടയ്ക്കല്ലേ? ഇല്ല, നമ്മുടെ അറിവിലൊന്നും ഇല്ല സാറേ. അല്ല, അറിവിലൊന്നല്ല, നമ്മള് ചെയ്തിട്ടുണ്ടോ, നമുക്ക് ശമ്പളം കട്ടായിട്ടുണ്ടോ, അങ്ങനെയാ ഞാൻ ചോദിച്ചത്. ലീവ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ കിട്ടുന്നത് ഈ ഇപ്പോഴത്തെ ബേസിക്കിന്റെ പകുതി കാണുക. അതിനെ 18/25 കൊണ്ട് ഗുണിക്കുക. അതായത് 18. എന്നിട്ട് അതും DAയും കൂടെ കൂട്ടുന്നതാണ് നിങ്ങളുടെ UPS-ലെ പെൻഷനായിട്ട് വരുന്നത്, ഫുൾ പെൻഷൻ. സാറേ ഇപ്പോഴത്തെ ബേസിക്കിന്റെ സാറേ ഇപ്പോഴത്തെ ബേസിക്കിന്റെ ഒരു സെക്കൻഡ്, ഞാൻ കാൽക്കുലേറ്റർ ഒന്ന് എടുത്തോട്ടെ. കാൽക്കുലേറ്റർ തരാം. ഇപ്പോഴത്തെ ബേസിക്കിന്റെ പകുതി കാൽക്കുലേറ്റർ ഉണ്ടോ കയ്യിൽ? ഇപ്പോഴത്തെ 36 എത്രയാ? 36 ഇപ്പൊ 35,900 സാറേ. ഒരേ എഗ്രിമെന്റ് കൂടെ വീഴും. സാരമില്ല, അതിന്റെ ആവറേജ് എടുക്കത്തുള്ളൂ. അതിന്റെ ആവറേജ് കിട്ടത്തുള്ളൂ. 35,900ന്റെ അടുത്ത ഇതിന്റെ കൂടെ ആവറേജ് കിട്ടത്തുള്ളൂ. 35,900 അതിനെ 2 കൊണ്ട് ഹരിക്കുക. അത് 17,950 വരും. അത് കഴിഞ്ഞിട്ട് 17 ഇൻറ്റു 18 വർഷമല്ലേ സർവീസ് ഉള്ളൂ. അപ്പൊ 18. ഓക്കെ, ബൈ 25. അത് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് ബേസിക് 12,924 വരും. അത് 12,900 പിടിച്ചോ? 12,900. 12 ഏകദേശം 12,900 വരും. 12,900-ന്ന് പിന്നെ നമുക്ക് വരേണ്ടത് അത് ഒരു ബേസിക് കൂടെ വരില്ല. അപ്പൊ 13 വരുമായിരിക്കും. 13 പിടിച്ചോ? 13,000 ഇൻറ്റു നമുക്ക് 1.55. അപ്പൊ 55% അല്ലേ? അപ്പൊ വരുമ്പോ 20,000 രൂപ ഇപ്പൊ ഏകദേശം നമുക്ക് പെൻഷനായിട്ട് വരും, ഫുൾ പെൻഷൻ. ഹലോ, കേക്കാവോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിട്ടയർ ആകുമ്പോൾ നിങ്ങൾക്ക് പൈസ പിൻവലിക്കാം. ഓക്കെ, നമുക്ക് 60% വരെ പിൻവലിക്കാം. അത് നിങ്ങൾക്ക് എത്ര രൂപ അവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം. അപ്പോ അത് പിൻവലിച്ചില്ലെങ്കിൽ 20,000 രൂപ മാസം പെൻഷൻ കിട്ടും. DA അനുസരിച്ച് അത് കൂടുകയും ചെയ്യും. 13,000 രൂപയോളാണ് നമ്മുടെ ബേസിക് വരുന്നത്, കേട്ടോ. അപ്പൊ അത് ഇനി അത് പിൻവലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ തുക പിൻവലിച്ച് 60% പിൻവലിച്ചാൽ 20,000 എന്നുള്ളത് 8,000 ആയിട്ട് കുറയും. മനസ്സിലായോ? പിന്നെ DA അനുസരിച്ച് കൂടും. അപ്പൊ നിങ്ങൾക്ക് എത്ര തുകയുണ്ടോ അതിന്റെ 60% നിങ്ങൾക്ക് കൈ കിട്ടും. അപ്പൊ 8,000 ആയിട്ട് കുറയും. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോയി ഇപ്പൊ പെട്ടെന്ന് ഒരു 65 വയസ്സിലോ 62 വയസ്സിലോ വല്ല മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ തുക പിന്നെ കിട്ടില്ല. അതേസമയം ഒരു 80-85 വയസ്സിൽ ഇപ്പൊ 20,000 വെച്ച് മേടിച്ച് പോയി കഴിഞ്ഞാൽ 75 വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ലാഭമാണ്. പിന്നീട് ഈ തുക DA അനുസരിച്ച് കൂടി കിട്ടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ തീരുമാനിക്കണം. തുക പിൻവലിക്കണോ വേണ്ടെന്നുള്ള എല്ലാം സ്വന്തം തീരുമാനങ്ങളാണ്.
അപ്പൊ ഇതാണ് എന്റെ സംഭവം. അവിടെ എത്ര കിട്ടും എന്നുള്ള, പിൻവലിക്കുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത് നമ്മുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. എന്താണ് നമ്മുടെ പിന്നെ ഇതിന്റെ അകത്ത് ഒരു മെസ്സേജ് ഉണ്ട്. അത് നിങ്ങളുടെ കോർപ്പസ് ഇത്ര രൂപ കോർപ്പസിലുണ്ട് എന്നൊരു മെസ്സേജ് വരും. ആ തുകയുടെ 60% നമുക്ക് പരമാവധി പിൻവലിക്കാൻ പറ്റുക. അപ്പൊ UPS ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും കൂടാതെ തന്നെ ഒരു ലംസ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ ബേസിക്കിന്റെ കണക്കിൽ അതും കിട്ടും. അപ്പൊ അതാണ് നിങ്ങൾ പെൻഷൻ എന്ന് പറയുന്നത് ഏകദേശം. അവിടെ എത്ര തുകയുണ്ടെന്ന് അറിയുവാണെങ്കിൽ NPS എത്ര കിട്ടുമെന്ന് ഞാൻ പറയാം. അത് കമ്പ്യൂട്ടറിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതായത് NPS എത്ര തുകയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ NPS എത്ര രൂപ കിട്ടുമെന്ന് പറയാം. അടുത്ത ആരെങ്കിലും? ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. UPS അതൊന്ന് വായിക്കാമോ? പോയി. ഹലോ, ഒരു സെക്കൻഡ്, ഒന്ന് ഹോൾഡ് ചെയ്യാം. ശ്രീനി, ആ മെസ്സേജ് ഒന്ന് വായിക്കോ. സാറേ, ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടേ എനിക്ക് സംസാരിച്ചാൽ കട്ടായി പോകും. മൊബൈലില് അത് ചോദിക്കാവോ? അത് ഞാൻ വായിക്കട്ടെ സാറേ? വായിച്ചോ. UPS ലാസ്റ്റ് ആനുവൽ സാലറിയുടെ 5% ആണ് പെൻഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് നോക്കിയിട്ടല്ലോ 60% വിഡ്രോ ചെയ്താൽ അത് എങ്ങനെയാണ് പെൻഷനെ ബാധിക്കുന്നത്? ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ? ഓക്കെ. അതായത് ലാസ്റ്റ് ഡ്രോയിങ് സാലറിയുടെ 50% അല്ല, നമ്മളത് കണ്ടുപിടിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് ഒന്ന് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയായിരുന്നു. ലാസ്റ്റ് ഡ്രോ ചെയ്യുന്ന ആവറേജ് സാലറി, ആവറേജ് ബേസിക് പേ, ലാസ്റ്റ് 12 മാസത്തെ ആവറേജ് ബേസിക് പേ എടുക്കണം. അത് ലാസ്റ്റ് ബേസിക് പേയുടെ അടുത്തുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. അതിന്റെ പകുതി എടുക്കണം. അതിന്റെ പകുതി എടുത്തിട്ട് ആ പകുതിനെ നമ്മൾ 25 വർഷം സർവീസ് ചെയ്താൽ മാത്രമേ അതിന്റെ പകുതി നമുക്ക്, അതായത് ബേസിക് പേയുടെ പകുതി നമുക്ക് പെൻഷൻ ബേസിക് ആയിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ 20 വർഷം സർവീസ് ചെയ്തെങ്കിൽ അതിന്റെ 80% കിട്ടുള്ളൂ. അതായത് നമ്മുടെ സർവീസ് 25 വർഷത്തിൽ എത്രയാണെന്ന് നോക്കണം. അതിന്റെ അത്ര ശതമാനം നമുക്ക് കിട്ടുള്ളൂ. അതായത് ഇപ്പൊ 20 വർഷം സർവീസ് ചെയ്തെങ്കിൽ നമ്മള് ടോട്ടല് നമ്മുടെ ബേസിക് പേയുടെ പകുതി കണ്ടിട്ട് പിന്നെ അതിന് 20/25 കൊണ്ട് ഗുണിക്കണം. മൈക്ക് ബാക്കിയുള്ളവരൊന്നും ഓഫ് ചെയ്ത് നോക്കൂ. 20/25 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ഗുണിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന തുകയാണ് നമ്മുടെ ബേസിക്കിന്റെ പെൻഷൻ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അത് മറ്റേ കോർപ്പസുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങള് സർവീസ് കൂടുമ്പോഴാണ് നിങ്ങളുടെ ബേസിക് കൂടുന്നത്. അപ്പൊ ബേസിക് കൂടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ പെൻഷൻ കിട്ടുന്നത്. അപ്പൊ ഈ സർവീസ് കൂടുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. ആ ബേസിക്കിനനുസരിച്ചാണല്ലോ നിങ്ങൾ അങ്ങോട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബേസിക് കൂടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പെൻഷൻ കിട്ടും. അത്രേ ഉള്ളൂ. അത് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. പിന്നെ ഇത് പിൻവലിച്ചു കഴിഞ്ഞാൽ, റിട്ടയർ ആകുമ്പോൾ പിൻവലിച്ചാൽ നിങ്ങൾ എത്ര ശതമാനം പിൻവലിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഇപ്പം ബേസിക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20,000 രൂപയാണ്. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് 20,000 രൂപയാണ് ഫുള്ള് പെൻഷൻ, ബേസിക് DA കൂടെ കൂട്ടി 20,000 രൂപയാന്ന് വെച്ചോ. നിങ്ങൾ 60 ടോട്ടൽ എമൗണ്ടിന്റെ 60% പിൻവലിച്ചാൽ നിങ്ങൾക്ക് 20,000ന്റെ 40% കിട്ടുള്ളൂ. കാരണം ടോട്ടൽ അവിടെ കിടക്കുന്ന എമൗണ്ടിന്റെ 60% നിങ്ങൾ പിൻവലിച്ചാൽ നിങ്ങൾക്ക് ഈ പെൻഷൻ എല്ലാ മാസവും അതിന്റെ 40% കുറയും. അതായത് 60% കുറയും. അതായത് 8,000 രൂപ കിട്ടുള്ളൂ. 20,000 രൂപ പെൻഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് അവിടെ കിടക്കുന്ന 60% പിൻവലിച്ച് അയാൾക്ക് 8,000 രൂപയായി പോകും. 40% കിട്ടുള്ളൂ. ഇനി വേണം നിങ്ങൾക്ക് 40% പിൻവലിക്കാം. അപ്പൊ 60% കിട്ടും പെൻഷൻ. മനസ്സിലായില്ലേ? നിങ്ങൾ ടോട്ടൽ എമൗണ്ടിന്റെ എത്ര പിൻവലിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ പെൻഷൻ കുറഞ്ഞേ കിട്ടുള്ളൂ. ഫുൾ പെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ പിൻവലിക്കാതിരിക്കുക. അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് നഷ്ടപ്പെടും എന്നുള്ളതാണ് അതിന്റെ അകത്തെ പ്രശ്നം. അപ്പൊ അതിന് കൗണ്ടറായിട്ട് നമ്മളൊരു ഇൻഷുറൻസ് പോളിസി, ആക്സിഡന്റ് ഇൻഷുറൻസ് ഒക്കെ നമുക്ക് പ്രായമാകുമ്പോഴും കിട്ടും. അതൊക്കെ എടുത്തു വെച്ചാൽ അങ്ങനെയുള്ള മരണത്തിൽ നമുക്ക് ആ ഇൻഷുറൻസ് കിട്ടും. അങ്ങനെയാണ് ഇപ്പൊ ഏറ്റവും ഇതിന്റെ അകത്ത് ഒരു കാര്യം പറയാനുള്ളത്. നമ്മൾ കുറെ തുകയുമായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് നമുക്കൊരു പെൻഷൻ സ്കീം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാത്തിന്റെ അകത്തും UPS-നേക്കാളും കുറവ് റിട്ടേണേ നമുക്ക് കിട്ടത്തുള്ളൂ. ഏറ്റവും നല്ല പെൻഷൻ സ്കീമും കൂടെയാണിത്. പെൻഷൻ സ്കീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരിച്ചാൽ നഷ്ടം, ജീവിച്ച ലാഭം, അത്രേ ഉള്ളൂ. അപ്പൊ ജീവിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പൊ അതിൻ്റെതായ റിസ്ക്കും ഉണ്ട്, അത്രേ ഉള്ളൂ. എന്നാൽ ഇങ്ങനെയാണ് ചോദ്യത്തിന് ഉത്തരവായെന്ന് കരുതുന്നു. ഇനി ഹാൻഡ് റൈസ് ചെയ്ത ആരോ ഉണ്ടോന്ന് ശരി, ഒന്ന് പേര് വിളിക്കുമോ? രഞ്ജിത്ത്. ഓക്കെ, രഞ്ജിത്ത് പറഞ്ഞു.
സാറേ നമസ്കാരം. ഞാൻ ക്ലാസ് കയറിയതേ ഉള്ളൂ. ആ എനിക്ക് സംശയം എനിക്കിപ്പം 19 വർഷം സർവീസായി. ഓക്കെ ഇനി ഒരു 19 വർഷം ഉണ്ട്. അതായത് 2044 റിട്ടയർഡ് ആവുന്നത്. ഓക്കെ ഇപ്പൊ എന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 52,000 രൂപയാണ്. 52,500 രൂപയാണ്. 52,500 രൂപയാണ്. ആ അപ്പൊ ഇനിയിപ്പോ അത് ഞാനിപ്പോ NBS നിൽക്കുന്നതാണോ നല്ലത്, അതോ UPS പോകുന്നതാണോ നല്ലത്? ഇനി അത് അതാ ഞാൻ പറഞ്ഞു. ജനറലി ഞാൻ ആ ലാസ്റ്റ് ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ 52,000 ആണ്. നിങ്ങൾ കേക്ക്, നിങ്ങൾ റിട്ടയർ ആകുമ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. മനസ്സിലായോ? ശരി അപ്പൊ ഞാൻ എങ്ങനെ ശരി. കണ്ടുപിടിക്കും? അപ്പൊ ജനറലി NBS ആണോ UPS ആണോ നല്ലതെന്നുള്ളത് ഞാൻ പറയാം. അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് എത്ര കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ NBS ആണ്, നിങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോഴത്തെ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇപ്പൊ ഈ 52,000 ആണ് ഇപ്പൊ റിട്ടയർ ആവുന്ന വെക്കുക. ഇപ്പൊ റിട്ടയർ ആവുകയാണെങ്കിൽ ഈ 52,000ത്തിന്റെ പകുതിയാണ് ഏറെക്കുറെ 26,000 ബേസിക് വരുന്നത്. ഈ ബേസിക് വെച്ച് നിങ്ങൾക്ക് പെൻഷൻ കിട്ടും. 26,000 ബേസിക്, അതിന്റെ കൂടെ ഒരു 55% DA കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 40 രൂപ അടുത്ത് നിങ്ങൾക്ക് ഇത് കിട്ടും, പെൻഷൻ കിട്ടും. നിങ്ങളിപ്പോ റിട്ടയർ 40 കിട്ടത്തില്ല. എത്ര വർഷം സർവീസ് ഉണ്ടെന്ന് പറഞ്ഞേ? ഇനി 19 ബാക്കി. 44. അല്ലല്ല, ഇപ്പോഴത്തെ കാര്യം നമുക്ക് 19 കഴിഞ്ഞാൽ ഈ 40,000ത്തിന്റെ ഏകദേശം 80% താഴെ വരും. അതായത് 40 80 എന്ന് പറയുമ്പോൾ 4 8 30,000 രൂപ. 30,000 രൂപ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും ടോട്ടൽ. ഇപ്പൊ റിട്ടയർ ആവാണ്. ഓക്കെ, ഇപ്പൊ റിട്ടയർ ആവാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് NBS എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങള് അതായത് ഒന്നും വലിച്ചില്ലെങ്കിലേ ഞാൻ പറഞ്ഞത്. ഇനി എത്ര രൂപ നിങ്ങളുടെ NBSന്റെ അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? അതിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതോടെ പറഞ്ഞാൽ NBS എത്രയാന്ന് പറയാം. 32 ലക്ഷം സംതിങ്. 32. അങ്ങനെയാണെങ്കിൽ 16,000 രൂപ കിട്ടും NBS. മനസ്സിലായോ? നിങ്ങൾ NBS ഫുൾ പെൻഷൻ മേടിക്കണം. NBS ഒന്നും വലിച്ചില്ലെന്ന് വെച്ചു. NBS നമുക്ക് വലിക്കാതെ വിടാം. മനസ്സിലായില്ലേ? അത് വെച്ച് കമ്പയർ ചെയ്താൽ മതി. NBS നിങ്ങൾ ഒന്നും വലിച്ചില്ലെങ്കിൽ 16,000 രൂപ കിട്ടും. ഇപ്പൊ ഞാൻ എത്ര 30 അല്ലേ പറഞ്ഞേ? 30 കിട്ടും. അത്രേ ഉള്ളൂ. 30 മാത്രമല്ല DA അനുസരിച്ച് 30 കൂടിക്കൊണ്ടിരിക്കും. 16 സെയിം ആയിട്ട് പോകും. മനസ്സിലായോ? ശരി ശരി. അപ്പൊ NBS-ലാകുമ്പോൾ നമ്മൾ വിഡ്രോ ചെയ്തില്ലെങ്കിലാണ് ഈ 16,000 രൂപ ഇപ്പോഴത്തെ കണക്ക് കിട്ടുന്നത്. അല്ല, രണ്ടും വിഡ്രോ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത്. രണ്ടും വിഡ്രോ ചെയ്യാത്ത കേസാണ് ഞാൻ പറയുന്നത്. ഒന്നും വിഡ്രോ ചെയ്തില്ലെങ്കിൽ NBS നമുക്ക് വിഡ്രോ ചെയ്യാതിരിക്കാം, UPS വിഡ്രോ ചെയ്യാതിരിക്കാം. ഇപ്പൊ UPS-ലായിട്ട് വിഡ്രോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ 30,000 രൂപ കിട്ടത്തുള്ളൂ. അതെ, UPS വിഡ്രോ ചെയ്യാതിരിക്കണം 30,000 രൂപ. NBS വിഡ്രോ ചെയ്യാതിരിക്കണം 16,000 രൂപ. ഇനി വിഡ്രോ ചെയ്യുന്ന നമുക്ക് നഷ്ടമല്ലേ? നമ്മളിപ്പോ അവസാനമാകുമ്പോ ഒന്നും കിട്ടത്തില്ല, പെൻഷൻ മാത്രമല്ലേ കിട്ടത്തുള്ളൂ. 30,000 രൂപ 30,000 രൂപ അല്ലാതെ കൂടി കിട്ടും. അതായത് NBS ഒന്നും കിട്ടുന്നില്ല എന്ന് ഓർക്കണം. മനസ്സിലായോ? ഇനി നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന കേസ് എടുത്തു അപ്പൊ കുറച്ചുകൂടെ എളുപ്പമുണ്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈ 16 NBS വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ 16,000ത്തിന്റെ വിഡ്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കും കേട്ടോ. അപ്പൊ NBS 16,000ത്തിന്റെ 40% എടുത്തു. 16,000 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 16,000ന്റെ 40. അപ്പൊ 10ന്റെ 40 4,000, 6ന്റെ 40 6,500 രൂപ വരും. ഓക്കെ, 6,500 രൂപ. 6,400 രൂപയെ നിങ്ങൾക്ക് NBS കിട്ടത്തുള്ളൂ. 6,400 രൂപ UPS-ലാവുമ്പോ 12,000 രൂപ കിട്ടും. മനസ്സിലാ? 6,000 വിഡ്രോ ചെയ്തു, ഫുള്ള് കിട്ടി. വിഡ്രോ ചെയ്ത് കഴിയുമ്പോ 32 ലക്ഷത്തിന്റെ 60% നിങ്ങൾ വിഡ്രോ ചെയ്തു. 32 ലക്ഷത്തിന്റെ 60% വിഡ്രോ ചെയ്യുമ്പോൾ ഒരു 19 ലക്ഷം നിങ്ങൾക്ക് കൈ കിട്ടി. രണ്ട് കേസിലും 19 ലക്ഷം അടുത്ത് കൈ കിട്ടി. ബാക്കി 12 ലക്ഷമാണ് അവിടെ കിടക്കുന്നത്. ആ 12 ലക്ഷം അവിടെ ഇട്ടുകൊണ്ട് നിങ്ങൾ NBS UPS മേടിക്കുന്നു. ഇവിടെ 6,400 കിട്ടും. മറ്റിടത്ത് എത്ര കിട്ടും? 12,000 കിട്ടും അല്ലെ? 12,000 അല്ലേ പറഞ്ഞു? അതെ, 12,000. 12 6,400 കിട്ടും. മറ്റേ കാശ് അവിടെ കിടക്കുന്നത് 12 ലക്ഷമാണ് അല്ലെ? അവിടെ 12 ലക്ഷം കിടക്കുന്നു. നിങ്ങൾക്ക് NBS 6,400 കിട്ടും. UPS എത്ര കിട്ടും? 12,000 കിട്ടും. UPS 12,000 പിന്നെ കൂടി ബാക്കി UPS 12,000 DA അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. NBS 6,400 അതേ തന്നെയായിരിക്കും. ഒരു 10 വർഷം കഴിയുമ്പോൾ 6,400 തന്നെ വിലയുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെ പോകും. ഇനി അവസാനം നിങ്ങൾ മരിക്കുന്നു. നിങ്ങൾ മരിക്കുമ്പോൾ അതുപോലെ നിങ്ങളുടെ ഭാര്യ ആദ്യം തന്നെ മരിച്ചു പോയെന്ന് വെക്കുക. അതാണ് ഏറ്റവും നെഗറ്റീവ് സാധ്യത. നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. മറ്റോടത്ത് ഈ കിടക്കുന്ന 12 ലക്ഷം അതിന്റെ റിട്ടേൺ തിരിച്ചു കിട്ടും.
അതാ പറഞ്ഞ 75 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ലാഭമായിരിക്കും. അത് കഴിഞ്ഞ് ജീവിക്കുന്നത് മുഴുവൻ ഭയങ്കര ലാഭമായിരിക്കും. അല്ല 65 വയസ്സിലോ 70 താഴെ മരിക്കുകയാണെങ്കിൽ നഷ്ടം. അത്രേ ഉള്ളൂ. പിന്നെ UPS ഓപ്റ്റ് ചെയ്താ പിന്നെ ഈ 12 ലക്ഷം നിങ്ങൾ അവിടെ ഇട്ടിരിക്കുന്ന 12 ലക്ഷം ഉണ്ടല്ലോ, ഈ 12 ലക്ഷം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. പരമാവധി 19 ലക്ഷം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ 12 ലക്ഷം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത കാശാണ് ഈ 12 ലക്ഷം. ഈ 12 ലക്ഷം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പെൻഷൻ വാങ്ങുക. ആ പെൻഷൻ പരമാവധി വാങ്ങുക എന്നുള്ളതാണ് 12 ലക്ഷം നിങ്ങൾക്ക് കിട്ടാനുള്ള മാർഗം. ഇനി മക്കൾക്ക് കൊടുക്കാനാണ് ഓക്കെ. ഞാൻ കാര്യം പറയുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടമുള്ള ഓപ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് എന്തെങ്കിലും രോഗമുണ്ട്, നമ്മൾ 65 വയസ്സിൽ കഴിഞ്ഞ് പോകത്തില്ല, ക്യാൻസർ ആണ്. NPS ആയിരിക്കും നല്ലത്. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും പൈസ ഇവിടെ കിടക്കുമല്ലേ, മനസ്സിലായോ? പക്ഷെ അതല്ല, നമുക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, നമ്മൾ ജീവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ UPS സാധ്യത ഉണ്ടെന്നാണ് ഞാൻ എന്റെ അഭിപ്രായം. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഞാൻ പറയുന്നത് ഇതാണ് എന്റെ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുള്ളൂ. ഇത് നിങ്ങൾ തീരുമാനിക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു അതായത് പഴയ ഓൾഡ് പെൻഷൻ സ്കീം വർക്ക് ചെയ്ത ഒരാൾക്കുള്ള കിട്ടുന്ന ബെനിഫിറ്റുകൾ അതിനകത്ത് കൂടുതൽ കിട്ടുന്നത് NPS-ലാണോ UPS-ലാണോ? ഓൾഡ് പെൻഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. ഓൾഡ് പെൻഷൻ സ്കീമിലാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ളത്. അല്ല, അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോ NPS ആണോ UPS ആണോ ഒരു അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്, ഇത് തമ്മിലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും എല്ലാ ബെനിഫിറ്റ് ഉള്ള സാധനമാണ്. ഇതിനേക്കാളും രണ്ടിനേക്കാളും ബെനിഫിറ്റ്. ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നുണ്ട് UPS കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്, അതാണ് ചോദിച്ചത്. അതെ, അത് ഗ്രാറ്റുവിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അത് ഒരു ക്ലാരിഫൈ ചെയ്താ. ഗ്രാറ്റുവിറ്റി ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഗ്രാറ്റുവിറ്റി ഓൾഡ് പെൻഷൻ പോലെ തന്നെ കിട്ടും. ലീവ് സാലറി ഓൾഡ് പെൻഷൻ പോലെ തന്നെ കിട്ടും. NPS-നും ഉണ്ടോ? എല്ലാത്തിനും ഉണ്ട്. അതൊന്നും പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഗ്രാറ്റുവിറ്റി, ലീവ് സാലറി ഒന്നും പെൻഷൻ സ്കീമുമായിട്ട് പെൻഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതൊക്കെ എല്ലാത്തിനും ഉണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് അവർ എഴുതിയതേ ഉള്ളൂ. അതിന്റെ അകത്ത് വേറെ ഒന്നുമില്ല കേട്ടോ. അതൊക്കെ കിട്ടും. ആ പൈസയൊക്കെ എല്ലാത്തിനും ഒരുപോലെ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മളത് കമ്പാരിസൺ എടുക്കുന്നില്ല. നമ്മൾ കമ്പാരിസൺ എടുക്കുന്നത് നമുക്ക് പെൻഷൻ ആകുമ്പോൾ കിട്ടുന്ന ലംസവും നമുക്ക് കിട്ടുന്ന പെൻഷനും മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന തുകയും, ഇത് മാത്രമേ നമ്മൾ കമ്പയർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ രണ്ടിനും എല്ലാത്തിനും ഒരുപോലെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. അതിന്റെ കാര്യം ഇങ്ങനെയാണ്, അത്രേ ഉള്ളൂ. ഇതിപ്പോ സർവീസ് ചെയ്യുന്ന ഒരാൾ മരിച്ചു പോയാൽ ഇപ്പൊ ഞാൻ സർവീസ് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഭാര്യയ്ക്ക് ഇത് കിട്ടുമെന്നുണ്ട്. UPS-ലോട്ട് മാറിക്കഴിഞ്ഞാൽ ബെനിഫിറ്റ് സർവീസ് ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതാ പറഞ്ഞ അത് ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞത്. സർവീസ് ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ UPS-നെ പറ്റി ആലോചിക്കുകയേ വേണ്ട. നിങ്ങൾ ആദ്യം തന്നെ ആ ഓപ്ഷൻ കൊടുത്തിടുവാണ്. നിങ്ങൾക്ക് ഓൾഡ് പെൻഷൻ സ്കീമിന്റെ എല്ലാ ബെനിഫിറ്റും സർവീസ് ഇരുന്ന് മരിച്ചാൽ കിട്ടും. അതാണ് രണ്ടാമത്തെ ക്ലാരിഫിക്കേഷൻ ഇറങ്ങിയത്. വാലിഡ് ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ്. UPS-നുള്ളതാണോ സാറേ NPS-നുള്ളതാണോ? എല്ലാത്തിലും ഉണ്ട്. അതാ പറയുന്നത്. അതൊന്നും ഞാൻ ചർച്ചയ്ക്ക് എടുക്കാത്തതിന്റെ കാര്യം ഇതൊക്കെ എല്ലാത്തിലും ഉള്ളതായതുകൊണ്ടാണ്. എനിക്ക് അറിയത്തില്ലായിരുന്നു. നിങ്ങളുടെ പ്രശ്നം അല്ലല്ല, ഞാൻ അതാ പറഞ്ഞത്. നമ്മുടെ പ്രശ്നം എന്താണ്, നമുക്കിപ്പോ NPS വേണോ UPS വേണോ എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഒന്നിലുള്ളതും മറ്റതിലില്ലാത്തതുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല, എന്നാലും ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് ചോദിച്ചത്. നമുക്ക് വ്യക്തതയുണ്ട്. അത് ഞാനിപ്പോ ആദ്യം പറഞ്ഞു. അതൊക്കെ സർവീസ് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് പെൻഷൻ സ്കീമിന്റെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടും. അത് NPS-ലും കിട്ടും, UPS-ലും കിട്ടും. NPS-ൽ നേരത്തെ കിട്ടുമായിരുന്നു. ഇപ്പൊ UPS-ലും അത് കിട്ടുമെന്ന് പറഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ ഇറങ്ങിയത്, അത്രേ ഉള്ളൂ. സർവീസിൽ നിന്ന് മരിച്ചാൽ മാത്രമല്ല, സർവീസിലിരുന്ന് നമ്മൾ ഓൾ പാസ് അൺഫിറ്റ് ആകുകയും നമുക്ക് ജോലി ചെയ്യാൻ കഴിയാതെ നമ്മളെ പിരിച്ചുവിടുകയും ചെയ്താലും NPS-ലും OPS-ലും UPS-ലും എല്ലാം ഒരേ ബെനിഫിറ്റ് കിട്ടും. കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുക്കണം. അതൊരു ഫോം ഉണ്ട്. അത് എത്രയും വേഗം കൊടുക്കാനാണ് അവർ പറയുന്നത്, അത്രേ ഉള്ളൂ. അതെ, അതിപ്പോ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ. നമുക്കിപ്പോ ഇപ്പോഴത്തെ പ്രശ്നം, നമുക്ക് ഈ ജൂൺ 30 ഒരാഴ്ചയെ കൊണ്ടുവേണ്ടി ഒരാഴ്ചക്കകത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഒന്നിലുള്ളതും മറ്റതിലില്ലാത്തതുള്ള കാര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ബെറ്റർ ഓപ്ഷൻ ഏതായിരിക്കും? NPS ആണോ UPS? അതല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾക്ക് ജീവിച്ചിരിക്കാനാണോ, നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കണോ, മരിച്ചു കഴിഞ്ഞ് മക്കൾക്ക് കൊടുക്കണോ, അതോ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കൂടുതൽ കാശ് മേടിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം? ഇതൊക്കെ നിങ്ങളുടെ തീരുമാനമല്ലേ. ജീവിച്ചിരിക്കാനാണ് ആഗ്രഹമെങ്കിൽ UPS ആണ് നല്ലത്. നേരത്തെ മരിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാനാണ്, അല്ലെങ്കിൽ മരിക്കും നമ്മുടെ കയ്യിലുള്ളതല്ല. സപ്പോസ് മരിച്ചു പോകുന്ന അസുഖമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട്, നമ്മളൊരു 65 വയസ്സിലൊക്കെ മരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏകദേശം ആ ഏജിലൊക്കെ അതിൽ കൂടുതൽ കടന്ന് നമ്മൾ പോകത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ NPS ആയിരിക്കും നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. അത് മാത്രമേ ഇതിന്റെ ഡിഫറൻസ് ഉള്ളൂ. നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞിട്ടുള്ള പേയ്മെന്റും നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുള്ള പേയ്മെന്റ് മാത്രമേ ഇതിനകത്ത് ഡിഫറൻസ് ഉള്ളൂ. ബാക്കിയൊന്നും എല്ലാം ഒരുപോലെ. റിട്ടയർ ആകുമ്പോൾ പേയ്മെന്റ് ഒരുപോലാണ്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കണം, ഞാനായിട്ട് പറയത്തില്ല.
ഞാൻ പറഞ്ഞല്ലോ ഈ 40% അവിടെ കിടക്കുന്ന ഈ 12 ലക്ഷം നിങ്ങൾക്ക് എടുക്കാൻ വേറെ ഒരു മാർഗ്ഗമില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ UPS എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ നേരത്തെ മരിച്ചു പോയാൽ നഷ്ടമാണ്. അത്രേ ഉള്ളൂ. അത് പെൻഷൻ സ്കീം അങ്ങനെയാണ്. ജീവിച്ചിരുന്ന ലാഭം മരിച്ച നഷ്ടമുള്ളതാണ് പെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ നിങ്ങൾ നേരത്തെ മരിച്ചു പോയെന്ന് വെക്കുക, ഇത് കമ്പനിക്ക് ലാഭമായിട്ട് കൂടത്തൊന്നുമില്ല. കാരണം നമ്മുടെ ആവറേജ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 77 വയസ്സാകുമ്പോൾ മരിക്കുന്ന, മനസ്സിലായോ? അതുപോലെ ഗവൺമെന്റ് നഷ്ടം. അതുകൊണ്ടാണ് ഗവൺമെന്റ് കൂടുതൽ കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് ഇടുന്നത്. ഇപ്പൊ നിങ്ങൾ 60 വയസ്സിൽ മരിച്ചു, 62 വയസ്സിൽ നിങ്ങളുടെ പൈസ എല്ലാം കൂടെ എടുത്തിട്ട് ജീവിച്ചിരിക്കുന്നവർ കൊടുക്കുകയെന്ന്. ജീവിച്ചിരിക്കുന്നവരും ഉണ്ട്. വലിയൊരു പോപ്പുലേഷനില് ഇപ്പം ഒരു ശതമാനം മരിക്കും എന്ന് പറഞ്ഞാല് വലിയൊരു പോപ്പുലേഷൻ ആകുമ്പോൾ കൃത്യമായിട്ട് 1% കറക്റ്റ് ആയിരിക്കും. 1 ലക്ഷം ആകുമ്പോൾ അതിന്റെ 1% 1000 പേരായിരിക്കും മരിക്കുന്നത്, മനസ്സിലായോ? വലിയ പോപ്പുലേഷനിലേക്ക്. അപ്പൊ അത് കുറെ പേര് നേരത്തെ മരിക്കും. കമ്പനി അതെടുത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കും. കമ്പനിക്ക് അതിനകത്ത് വേറെ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. നമ്മുടെ കാര്യം നമ്മൾ ആലോചിക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ഏറ്റവും നല്ല നിങ്ങൾ പെൻഷൻ കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് UPS. അത് ഞാൻ പറയാം. കാരണം പ്രൈവറ്റ് ആയിട്ടുള്ള പല പെൻഷൻ സ്കീമിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ട്. അതിലൊന്നും UPSന് അത്ര നല്ലൊരു ബെനിഫിറ്റ് നമ്മൾ ഒരു സിംഗിൾ തുക കൊടുത്തിട്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന സംഭവങ്ങളില്ല, ജനറലി പറഞ്ഞു. ഓക്കെ ശരി സാർ. ഓക്കെ അനൂപ് സാറേ, പറഞ്ഞു. ഞാൻ സന്ധ്യ അല്ലേ? പറഞ്ഞു. ബാബുവാണ്. അതെ അതെ സാറേ, ഞാൻ ഇടയ്ക്ക് വെച്ചായിരുന്നേ കയറിയത്, ഡ്യൂട്ടിയിലായിരുന്നോണ്ടേ. അപ്പോഴേ ഈ NPS നമ്മള് റിട്ടയർ ആവുകയാണെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് വരെ വിഡ്രോ ചെയ്യാൻ പറ്റും? NPS വിഡ്രോ ആവുകയാണെങ്കിലും UPS വിഡ്രോ ആവുകയാണെങ്കിലും നമുക്ക് പരമാവധി നമുക്ക് അവിടെയുള്ള നമ്മുടെ എമൗണ്ടിന്റെ 60% വരെ വിഡ്രോ ചെയ്യാം. അത് UPS ആവുമ്പോൾ 60% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ NPSന്റെ 60%-ക്കാൾ ഒരു അല്പം കുറവായിരിക്കും. പക്ഷെ അത് കൂടാതെ UPS എക്സ്ട്രാ ഒരു ലംസം കൂടെ വരുന്നുണ്ട്. അപ്പൊ 60% വിഡ്രോ ചെയ്താൽ ഈ രണ്ടിനും ഏറെക്കുറെ തുല്യ എമൗണ്ട് ആയിരിക്കും നമുക്ക് വിഡ്രോ ചെയ്ത് കിട്ടുന്നത്. ബാലൻസ് ഉള്ള ഈ 40% അത് നമുക്ക് കിട്ടത്തില്ലല്ലോ. ബാലൻസ് ഉള്ള 40% നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയല്ല. NPS കിട്ടില്ല, UPS കിട്ടില്ല. നമ്മുടെ ആശ്രിതർക്ക് കിട്ടും. ആശ്രിതർക്ക് NPS കിട്ടും, UPS കിട്ടത്തില്ല. പകരം UPS ഹൈ പെൻഷൻ കിട്ടും. അതാണ് സംഭവം. നല്ല പെൻഷൻ കിട്ടുന്നത് മാത്രമല്ല DA അനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും. DA അനുസരിച്ച് അത് കൂടുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ആരാ? രതീഷ് പറഞ്ഞോ. രതീഷ് പറഞ്ഞോ. അടുത്ത ചോദ്യം ആരാ? രതീഷ് ചോദിച്ചിരുന്നല്ലോ, കട്ടായോ? ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. രാജ്കുമാർ കൈവക്കിട്ടുണ്ട്. രാജ്കുമാർ, ഒരു സെക്കൻഡ്. രാജ്കുമാർ ഉണ്ടോ? പറഞ്ഞോ. പറഞ്ഞോ. ശിവൻ പറഞ്ഞോ. സാർ, ഞാൻ 2008 കയറിയതാ. 2027 റിട്ടയർഡ് ആവും, 5-ാം മാസം. ഓക്കെ, എനിക്ക് ഏത് സ്കീമായിരിക്കും നല്ലത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ എല്ലാത്തിനും സമ്മറി ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, റിട്ടയർ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തുക ഒന്ന് തന്നെ, ഏകദേശം തുല്യമാണ്. പെൻഷൻ എന്ന് പറയുന്നത് UPS കൂടുതലായിരിക്കും. പെൻഷൻ എന്ന് പറയുന്നത് UPS കൂടുതലായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ ബേസിക് വെച്ച് ഞാൻ അവരെ കാൽക്കുലേറ്റ് ചെയ്തില്ല. അതിനകത്ത് എല്ലാം തന്നെ നമ്മളിപ്പോ 2-3 പേരുടെ വരെ കാൽക്കുലേറ്റ് ചെയ്ത്. അതിന്റെ അകത്ത് ഇപ്പൊ ലാസ്റ്റ് വെച്ച് രഞ്ജി തന്നു. അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തു. അതിന്റെ അകത്ത് റിട്ടയർ ആകുമ്പോൾ കിട്ടുന്ന തുക തുല്യമാണ്. മറ്റത് എത്രയാ? നമ്മള് 6,400 12,000 വലിച്ചു കഴിഞ്ഞ് കിട്ടുന്ന പെൻഷൻ. അതായത് NPS 6,400 കിട്ടുമ്പോൾ ഇപ്പുറത്ത് 12,000 കിട്ടുന്നത്. ആരാണ്? ഒന്ന് ഓഫ് ചെയ്യാം. ബാക്കി എല്ലാവരും ഒന്ന് ഓഫ് ചെയ്യാം മൈക്ക്. ആരുടെയൊക്കെ മൈക്ക് ഓണാ. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കേസ്, റിട്ടയർ ആകുമ്പോൾ കിട്ടിയ തുക തുല്യാണ്. അത് കഴിഞ്ഞ് വലിച്ച് ഇത് 60% വലിച്ചെടുത്തു. അതൊക്കെ തുല്യമായിട്ട് കിട്ടി. പിന്നെ പെൻഷൻ കിട്ടുന്നത് 6,400 ഇതിന് കിട്ടിയപ്പോ മറ്റിടത്ത് 12,000. അത്ര വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? ഒരു 1.5 ഇരട്ടി വരെ കൂടുതലായിരിക്കും നിങ്ങൾക്ക് UPS കിട്ടുന്നത്. UPS പെൻഷൻ മാത്രമല്ല, ആ UPS പെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ NPS ഈ സ്റ്റാർട്ട് ചെയ്ത പെൻഷൻ NPS കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതൊരു 5-6 കൊല്ലം കഴിയുമ്പോൾ അതിന്, പക്ഷെ മരിച്ചു കഴിയുമ്പോൾ NPS പൈസ കിട്ടും. അതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഒരു ചോദ്യം വന്നു, UPS ഓപ്റ്റ് ചെയ്താൽ കൂടുതൽ കാലം ജീവിച്ചിരുന്ന ലാഭമാണെന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല.
അത് സിമ്പിൾ ആണ്. അതായത് നമ്മള് ഇപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത കേസ് എടുത്തു. അതായത് അദ്ദേഹത്തിൻ്റെത് 6400 രൂപയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എന്തില്, NBS ല്. UPS 12,000 രൂപ. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? ഒരു 5600 രൂപ ഡിഫറൻസ് വരുന്നുണ്ട് ഓരോ മാസവും. അപ്പൊ ഓരോ മാസവും വരുമ്പോ ഇദ്ദേഹത്തിന് 5600 രൂപ എക്സ്ട്രാ കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ 12 ലക്ഷം രൂപ അവിടെ കിടപ്പുണ്ട്. മനസ്സിലായോ? 12 ലക്ഷം രൂപ അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഈ ഓരോ മാസം 5600 രൂപ, ഓരോ മാസം 5600 അല്ല കേട്ടോ, അത് DA കൂടുമ്പോ വീണ്ടും അത് 6000 ആവും, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. ആ ഡിഫറൻസ് ഞാൻ പറഞ്ഞ ഡിഫറൻസ്. അപ്പൊ ഇതെല്ലാം നമുക്ക് കൈ കിട്ടുന്ന പൈസയാണ്. ഇത് കിട്ടി കുറെ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ കിടക്കുന്ന 40% തുല്യമായ എമൗണ്ട് കൈ കിട്ടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല? അത് കിട്ടാൻ വേണ്ടി ഉള്ളതാണ് ഈ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ ഇപ്പൊ അടുത്ത വർഷം തന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന 12 ലക്ഷം ഒക്കെ പോയി കിട്ടും. പക്ഷെ ഒരു 10-20 വർഷം ജീവിക്കുവാണെങ്കിൽ അത്രയും പൈസ നമുക്ക് കൈ കിട്ടും. അതാണ് ജീവിച്ചിരുന്ന ലാഭം എന്ന് പറഞ്ഞത്. അവിടെ നമ്മളവിടെ പണയം വെച്ചിരിക്കുന്ന 12 ലക്ഷം അത് ഒരു 80 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അതിന്റെ പലിശ, അതിന്റെ റിട്ടേൺ എല്ലാം കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഴുവൻ ലാഭമല്ലേ? അതാണ് ജീവിച്ചിരുന്ന ലാഭം എന്ന് പറയുന്നത്. അല്ല, അത് ജീവിച്ചിരുന്നാലേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് മരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ NBS ആയിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരെ റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റൂല. നിങ്ങളിപ്പോ DPയുടെ വെൽഫെയർ ഇൻസ്പെക്ടർ ആരാണെങ്കിലും ആരും റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂല. സാഹചര്യം ഇതാണ്. നമുക്ക് ഇത്ര കിട്ടും. ഒരു ഏകദേശം റിട്ടയർ ആയി കഴിയുമ്പോൾ ഒരു 1.5 ഇരട്ടി മുതൽ ഉള്ള ഇരട്ടി പെൻഷൻ കൂടുതൽ നമുക്ക് UPS കിട്ടും. അത് കൂടിക്കൊണ്ടിരിക്കും. NBS നമ്മളിപ്പോ റിട്ടയർഡ് ആകുമ്പോ നമുക്ക് ഈ പിടിച്ച പൈസ ഒരു പൈസ കിട്ടത്തില്ല പെൻഷൻ അല്ലാതെ, അല്ലേ? റിട്ടയർ ആവുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ 60% വരെ പിടിച്ച പൈസ എടുക്കാം. പിടിച്ച പൈസ മാത്രമല്ല, നിങ്ങൾ ഇടുന്ന 10% ഉണ്ടല്ലോ, അത് കൂടാതെ 10% ഗവൺമെന്റ് ഇടില്ലേ? ഇതിന്റെ രണ്ടിന്റെ കൂടെ 60% നിങ്ങൾക്ക് കിട്ടും. NBS ലാണെങ്കിലും നിങ്ങൾ 10 ഗവൺമെന്റ് 14 ഇടും, അതിന്റെ 60% നിങ്ങൾക്ക് കിട്ടും. UPS എടുക്കാൻ പറ്റൂല. പറ്റും. അതാണ് പറയുന്നത്. UPS ലും നിങ്ങൾ 10 ഗവൺമെന്റ് 10 ഇതിന്റെ 60% നിങ്ങൾക്ക് എടുക്കാം. അതുകൂടാതെ UPS ലും ലംസം ഉണ്ട്, അതും കിട്ടും. ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ ഒരേ തുകയായിരിക്കും രണ്ടു സ്ഥലത്തും കിട്ടുന്നത്. അതായത് നിങ്ങളുടെ തുകയുടെ 60% വരെ നിങ്ങൾക്ക് പിൻവലിക്കാം. ബാക്കി 40% നിങ്ങൾക്ക് പറ്റൂല. അതവിടെ വെച്ചിട്ടുള്ള കളിയുള്ളൂ. സാർ, അത് നമുക്ക് പിന്നെ ഇപ്പൊ പിൻവലിക്കണോ അതോ കുറച്ച് കഴിഞ്ഞ് നമുക്ക് പിൻവലിക്കാൻ പറ്റുമോ? റിട്ടയർ ആവുമ്പോ പിൻവലിക്കണമെന്നോ? അല്ല, അത് കഴിഞ്ഞ് ഇല്ല. റിട്ടയർ ആവുമ്പോൾ പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പിൻവലിക്കാത്ത തുക അവിടെ വെച്ചിട്ട് അതിന് കൂടെയുള്ള പെൻഷൻ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിൻവലിക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 60% പിൻവലിക്കാം. റിട്ടയർ ആവുമ്പോൾ തന്നെ 60% പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 100% പെൻഷൻ തരും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ അദ്ദേഹത്തിന് 32 ലക്ഷം അവിടെ ഉണ്ട്. ഈ 32 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം ഇയാൾ അവിടെ വെച്ചിട്ട് ബാക്കി 19 ചെല്ലുവാനും 12 വെച്ചിട്ട് 19 പിൻവലിച്ച്. അങ്ങനെ പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പെൻഷൻ എന്ന് പറയുന്നത് ഈ 6400 രൂപ, സോറി, ഈ എത്രയാ, 12,200 അല്ലെ? 12,000 ആണ്. 12,000 നമ്മൾ 12,000 30,000 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് പോകും. അതായത് പിൻവലിച്ചെങ്കിൽ 12,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. പെൻഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ പെർമനന്റ് അല്ലേ? മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ 12,000 30,000 വെച്ച് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. പിന്നെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ പിൻവലിക്കണമെങ്കിൽ റിട്ടയർ ആകുമ്പോൾ പിൻവലിക്കണം. ഞങ്ങള് പെൻഷൻ ആകുമ്പോ ഒന്നും ഇല്ലാതെ ഇറങ്ങി. എന്താ ഒന്നും ഇല്ലാതെ ഇറങ്ങി പോകണം. പെൻഷൻ ആകുമ്പോൾ ഒന്നും ഇല്ലാതെ 60% വരെ വലിക്കാലോ. അല്ല സാറേ, UPS ആണെങ്കിലേ UPS ആണെങ്കിൽ 60% വലിക്കാലോ വേണമെങ്കിൽ. വലിക്കാം. പക്ഷെ അന്നേരം പെൻഷനിൽ 60% കുറയും. സാർ, അന്നേരം ഈ പിന്നെ DA എന്താ? അന്നേരം പിന്നെ DA മർജ് ചെയ്യുമോ? DA മെർജ് ചെയ്യത്തില്ല. DA പിന്നെ മെർജ് ചെയ്യത്തില്ല. DA നിങ്ങൾക്ക് കിട്ടുന്ന ബേസിക്ക് തന്നെ DA കൂടിക്കൊണ്ട്, അത് ഇപ്പൊ മെർജ് ചെയ്യുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് റിട്ടയർ ആവുമ്പോൾ നിങ്ങൾക്ക് 10,000 രൂപയാണ് നിങ്ങളുടെ ബേസിക് എങ്കിൽ അത് കഴിഞ്ഞ് DA ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. മെർജ് ചെയ്യത്തില്ല. അത് ചിലപ്പോൾ 500 600 ഒക്കെ പോകും. അങ്ങനെയാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. അതിന് ക്ലാരിഫിക്കേഷൻ വന്ന് ഭാവിയിൽ മെർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ലാഭമായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ മെർജ് ചെയ്യുന്ന പറയുന്നില്ല കേട്ടോ. ആ ബേസിക് തന്നെ മുമ്പോട്ട് കിട്ടുകയുള്ളൂ. പക്ഷെ NBS ലാകുമ്പോൾ DA ഇല്ല. അതാ വ്യത്യാസം കേട്ടോ. ഇപ്പൊ ഒരു എഴുതിയൊരു കമന്റ് വന്നായിരുന്നു, ഒന്ന് വായിക്കുമാരെങ്കിലും. എന്റെ കയ്യിൽ നിന്ന് ഒരു കമന്റ് ഇപ്പൊ വന്നിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് വായിക്കാവോ കമന്റ്?
അത് മറ്റേ വോയിസ് കോപ്പി നോക്കാനാണ് സാറേ. എന്താ വോയിസ് കോപ്പി ചെയ്ത് വെക്കണമെന്ന് മറ്റേ അതല്ല അതിന് മുമ്പ് ഓക്കെ ഞാൻ വായിച്ചോളാം. ഓക്കെ ഞാൻ വായിച്ചോളാം. UPS എംപ്ലോയി റിട്ടയർമെന്റ് കഴിഞ്ഞ് മരിച്ചാൽ ഫാമിലി പെൻഷൻ ഉണ്ടോ? ഉണ്ട് കേട്ടോ. UPS എംപ്ലോയി റിട്ടയർമെന്റ് കഴിഞ്ഞ് മരിച്ചാൽ ഫാമിലി പെൻഷൻ ഉണ്ട്. ദയവേത് എല്ലാവരും ഒന്ന് വോട്ട് ചെയ്യുവോ? UPS എംപ്ലോയി റിട്ടയർമെന്റ് കഴിച്ചാൽ ഫാമിലി പെൻഷൻ ഉണ്ട്. അതിന്റെ ഡെഫൈൻ ചെയ്തിരിക്കുന്നത് അവസാനം ആ UPS എംപ്ലോയി വാങ്ങിച്ച പെൻഷന്റെ 60% ഫാമിലി പെൻഷൻ. ലാസ്റ്റ് വാങ്ങിച്ച പെൻഷന്റെ 60% ഫാമിലി പെൻഷൻ കേട്ടോ. ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്യുവോ അല്ലാത്തവരെ? ഹലോ സാർ. അല്ല ഞാൻ ഒരു സെക്കൻഡ് എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഞാൻ ഇത് എനിക്ക് മെസ്സേജ് ഒന്ന് വായിച്ചിട്ട് ഞാൻ ആൻസർ ഒന്ന് പറഞ്ഞോട്ടെ. 2 മെസ്സേജേ ഉള്ളൂ. പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യുവോ? UPS ലാസ്റ്റ് ആവറേജ് സാലറിയുടെ എനിക്ക് തന്ന മെസ്സേജ് രാജി കെയർ. പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യുവോ? ഞാൻ ഈ മെസ്സേജ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് ചാൻസ് തരാം. UPS ലാസ്റ്റ് രാജി കെയറിന്റെ ചോദ്യമാണ്. UPS ലാസ്റ്റ് ആവറേജ് സാലറിയുടെ 50% പെൻഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് നോക്കിയിട്ടല്ലല്ലോ. പിന്നെ 60% വിഡ്രോ ചെയ്താൽ അത് എങ്ങനെയാണ് പെൻഷനെ ബാധിക്കുന്നത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. 60% വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 40% കിട്ടുള്ളൂ. ഇത് ഓൾറെഡി പറഞ്ഞ ഉത്തരാണ്. ഇനി UPS ഓപ്റ്റ് ചെയ്ത് കൂടുതൽ കാലം ചെയ്ത് അതും പറഞ്ഞാണ്. ഓക്കെ എല്ലാം മെസ്സേജ് എല്ലാം ആയെന്ന് തോന്നുന്നു. ഓക്കെ ഇനി നിങ്ങൾ ചോദിച്ചോളൂ. അടുത്ത ചോദിക്കാനുള്ള ആൾ ചോദിച്ചോളൂ. അഖിലാണോ? അഖിൽ ചോദിച്ചു. ബാക്കിയുള്ളവർക്ക് മ്യൂട്ട് ചെയ്യുവോ? അഖിൽ സാറേ, ഈ UPS ഇൻഡിവിജ്വൽ കോർപ്പസ് ബെഞ്ച് മാർക്ക് കോർപ്പസിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാ വരുന്നത്? UPS ഇൻഡിവിജ്വൽ കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എല്ലാ മാസവും നമ്മള് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 10% നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ 10% പിന്നെ ഗവൺമെന്റ് ഒരു 10% ഇടും. ആ 10% ഗവൺമെന്റിന്റെ 10% കൂടെ ചേർന്നിട്ടാണ് ഇൻഡിവിജ്വൽ കോർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എല്ലാ മാസവും ഇടുന്ന 10% ഗവൺമെന്റ് 10% കൂടെ ചേരുന്നതാണ് ഇൻഡിവിജ്വൽ കോർപ്പസ്. നമ്മൾ റിട്ടയർ ആയി കഴിയുമ്പോൾ ഈ ഇൻഡിവിജ്വൽ കോർപ്പസ് വേറെ അത് കൂടാതെ ഗവൺമെന്റ് ഒരു 8% ഇടും എല്ലാ മാസവും. പൂൾഡ് കോർപ്പസ്. അതാണ് പൂൾഡ് കോർപ്പസ്. നമ്മൾ റിട്ടയർ ആവുമ്പോൾ എനിക്ക് ഭയങ്കര സൗണ്ട് എടുക്കേണ്ടി വരുന്നത്. മ്യൂട്ട് ചെയ്യുമോ നിങ്ങൾ? കുറെ പേര് സൗണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മള് റിട്ടയർ ആവുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാല് നമ്മൾ ഇൻഡിവിജ്വൽ കോർപ്പസിൽ നമുക്ക് പിൻവലിക്കാം. 60% വരെ പിൻവലിക്കാം. ഓക്കെ, ഇനി പിൻവലിക്കാത്ത ബാക്കി തുക എല്ലാം കൂടെ നമ്മുടെ പൂൾഡ് കോർപ്പസിലേക്ക് പോകും. അവിടെ ഓൾറെഡി 8 വെച്ചിട്ട് ഗവൺമെന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ആ പൂൾഡ് കോർപ്പസിൽ നിന്നാണ് നമുക്ക് പെൻഷൻ തരുന്നത്. വൺസ് നമ്മള് പിൻവലിച്ച ശേഷം പൂൾഡ് കോർപ്പസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പിൻവലിക്കാൻ പറ്റത്തില്ല. പിന്നെ പൂൾഡ് കോർപ്പസിൽ പെൻഷൻ സ്റ്റാർട്ട് ചെയ്ത് പോകും. പെൻഷൻ സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരിക്കുന്നവരെ പെൻഷനാണ്. പിൻവലിക്കണമെങ്കിൽ 60% വരെ ഈ ഇൻഡിവിജ്വൽ കോർപ്പസിൽ നിന്ന് നമ്മൾ പിൻവലിക്കണം. ഇനി റിട്ടയർ ആകുന്നതിന് മുമ്പ് നമുക്ക് പിൻവലിക്കാം. അത് NPSന്റെ സെയിം റൂളാണ്. അതായത് സാറേ, നമ്മൾ 20%-ത്തിനകത്തുനിന്ന് നമ്മൾ അതായത് 20% നമുക്ക് കിട്ടുന്നത്. 20% നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു തുകയുടെ 60% നമുക്ക് കിട്ടുന്നത്. NPS വരുമ്പോൾ അത് 24% ആവുമല്ലോ. NPSന് 24% ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. NPSന് പിൻവലിക്കുമ്പോൾ 24%-ന്റെ 60% പിൻവലിക്കുന്നത്. UPS പിൻവലിക്കുമ്പോൾ 20%-ന്റെ 60% ഉള്ളൂ. UPSൽ കുറവാണ്. ആ കുറവിന് പകരം നമുക്കൊരു ലക്ഷം കിട്ടുന്നുണ്ട്. ലാസ്റ്റ് സാലറിയിൽ നമുക്ക് കിട്ടുന്ന ലംസം ഉണ്ട്. ആ ലംസവും ഇത് കൂടെ കൂടുമ്പോൾ മറ്റേനോട് തുല്യമാകും. ഇതാ ഞാൻ പറഞ്ഞത്. തുല്യമാകും. പിന്നെ ഈ സാറേ, ഈ നമ്മുടെ ഈ ബെഞ്ച് മാർക്ക് കോർപ്പസിന്റെ ഈ ഇൻഡിവിജ്വൽ കോർപ്പസിന്റെയും ഒരു ഈക്വൽ ആണെന്ന് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ബെഞ്ച് മാർക്ക് കോർപ്പസ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സർവീസിൽ നമ്മൾ കൃത്യമായിട്ട് തുക ഇട്ടോണ്ടിരുന്നാൽ എത്ര തുക ഇടും, അതാണ് ബെഞ്ച് മാർക്ക് കോർപ്പസ്. അതായത് നമ്മൾ ആബ്സെന്റ് ആവുകയോ നമ്മുടെ സാലറി വിത്തൗട്ട് പേ ലീവ് വെക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര തുക ഇടും എന്നുള്ളതാണ് ബെഞ്ച് മാർക്ക് കോർപ്പസ്. അതിന് ആ തുക ആയിരിക്കും. സാധാരണ ഇൻഡിവിജ്വൽ കോർപ്പസ് ബെഞ്ച് മാർക്ക് കോർപ്പസ് ഈക്വൽ ആയിരിക്കും. നമ്മൾ കുഴപ്പമില്ലാതെ ഇട്ടിട്ട് പോയാ ഇനി നമ്മൾ വിഡ്രോ ചെയ്തു, നമ്മൾ സർവീസിൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ കോർപ്പസ് കുറഞ്ഞു പോകും.
അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പെൻഷൻ കുറയും, അത്രേ ഉള്ളൂ. നമ്മൾ കോൺട്രിബ്യൂട്ടറിന്റെ കണക്കിനനുസരിച്ചാണ് ഈ ബെഞ്ച് മാർക്ക് കോർപ്പസ് ഗവൺമെന്റ് വരുന്നത് അല്ലേ? അത് നമ്മള് ആക്ച്വലി നമുക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കും, മനസ്സിലായോ? നമ്മൾ സാധാരണ ഡിഫോൾട്ട് സെറ്റപ്പിൽ നമ്മൾ പോകുന്നു, നമ്മൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കും, അതാണ് ബെഞ്ച് മാർക്ക് കോർപ്പസ്. ഇൻഡിവിജ്വൽ കോർപ്പസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്ര ചെയ്തു. നമ്മൾ ചിലപ്പോൾ ഒരു മാസം വിത്തൗട്ട് പേ ലീവ് എടുത്ത് പോയി കാണും, അപ്പൊ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ടെമ്പററി വിഡ്രോ ചെയ്ത് കാണും. അതായത് ഈ 10+10 അല്ല, നമ്മൾ സർവീസ് ഇരിക്കുമ്പോൾ 10ന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ നമ്മൾ എടുത്ത 10 അതിന്റെ അകത്തുനിന്ന് നമുക്ക് പിൻവലിക്കാം. സർവീസ് ഇരിക്കുമ്പോൾ നമ്മൾ റിട്ടയർ ആയി കഴിയുമ്പോഴാണ് മുഴുവന്റെ പിൻവലിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്ത 10% പിൻവലിക്കാം. ആ പിൻവലിക്കുമ്പോ വീണ്ടും ഇൻഡിവിജ്വൽ കോർപ്പസ് കുറയും, മനസ്സിലായോ? അപ്പൊ അപ്പം അങ്ങനെ ഇൻഡിവിജ്വൽ കോർപ്പസ് കുറഞ്ഞത് 90 ആയെന്ന് വെച്ചോ, 90% ആയെന്ന് വെച്ചോ, ബെഞ്ച് മാർക്ക് കോർപ്പസിനെക്കാണ്ട് 90% ആയെങ്കിൽ നമുക്ക് കിട്ടുന്ന പെൻഷൻ 90% ഉള്ളൂ. അതിനനുസരിച്ച് പെൻഷൻ കുറയും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് റിട്ടയർ ആകുമ്പോൾ വേണമെങ്കിൽ ഇൻഡിവിജ്വൽ കോർപ്പസ് നമുക്ക് ഫുൾ പെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കോർപ്പസിലേക്ക് പൈസ ഇട്ട് അതിനെ ബെഞ്ച് മാർക്ക് കോർപ്പസിനോട് ഈക്വൽ ആക്കിയിട്ട് നമുക്ക് റിട്ടയർ ആകാം. അപ്പോഴത്തേക്ക് നമുക്ക് ഫുൾ പെൻഷൻ സർപ്ലസും വരുന്ന സാഹചര്യം വരത്തില്ലേ? സർപ്ലസ് വരും, കാരണം നമ്മൾ ഒരു പക്ഷേ ഇത് മാറ്റി നമ്മൾ NPS പോലെ വേറെ ഫണ്ടിലൊക്കെ ഇട്ട് നമുക്ക് ലാഭം ഉണ്ടായി വെക്കുക, നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ അകത്ത് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് സർപ്ലസ് വരും. സർപ്ലസ് വരുമ്പോ നമ്മൾ റിട്ടയർ ആകുമ്പോൾ ആ സർപ്ലസ് എമൗണ്ട് നമുക്ക് തിരിച്ചു തരും. അങ്ങനെ തിരിച്ചു തന്നിട്ട് മാത്രമേ ഇത് പൂൾഡ് കോർപ്പസിലേക്ക് മാറ്റുള്ളൂ. ഈ പൂൾഡ് കോർപ്പസ് എന്ന് പറയുന്നത് അതിന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ല. ഇൻഡിവിജ്വൽ കോർപ്പസ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനമാണ്. അവസാനം പെൻഷൻ സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ട് മുമ്പ് എല്ലാം കൂടെ പൂൾഡ് കോർപ്പസിൽ കൊണ്ടിടും, എന്നിട്ട് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പായിട്ട് നമുക്ക് തരാനുള്ള എല്ലാം തരും, സർപ്ലസ് തരും കേട്ടോ. ഓക്കെ, ആരാണ് അടുത്ത്? പേരെന്ന് പറഞ്ഞിട്ട് ചോദിച്ചോളൂ. ഇവിടെ ഇനി ആരാണ് സംസാരിക്കുന്ന ആളൊന്ന് പേര് പറയൂ. ആരാ? ബാലചന്ദ്രൻ പിള്ള. ഓക്കെ, ബാലചന്ദ്രൻ പിള്ള പറയൂ. കൈ പൊക്കിയതാണോ? പറഞ്ഞു. EPS-ല് 60% പിൻവലിക്കാന്ന് പറഞ്ഞില്ലേ? കേട്ടില്ല, ക്ലിയർ അല്ല. നിങ്ങള് റേഞ്ച് ഉള്ള എവിടെയെങ്കിലും വരുമോ? ക്ലിയർ അല്ല. അത് 60% പിൻവലിക്കാൻ പറഞ്ഞില്ലേ UPS-കാർക്ക്? ഓക്കെ. അപ്പൊ 60% മുതൽ നമ്മളിട്ട കോൺട്രിബ്യൂഷൻ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ചേർത്തല്ലേ 60%? അതെ അതെ അതെ, ഗവൺമെന്റ് കോൺട്രിബ്യൂഷനും നമ്മളിട്ട കോൺട്രിബ്യൂഷൻ ചേർത്ത് റിട്ടയർ ആകുമ്പോൾ നമ്മളിട്ട 10-ഉം ഗവൺമെന്റ് ഇട്ട 10-ഉം ചേർന്ന് ഉള്ള അതിൽ നിന്ന് 60% പിൻവലിക്കാം. അതിനനുസരിച്ച് സാർ ഒരു ഓപ്ഷൻ എപ്പോഴും കൊടുക്കണ്ടേ? 2027-ലാണ് പിന്നെ ചേർന്നുണ്ട് ഈ 60% പിൻവലിക്കാനുള്ള ഓപ്ഷൻ എപ്പോഴും. അത് റിട്ടയർ ആകുമ്പോ കൊടുത്താൽ മതി. ഇപ്പൊ NPS വേണോ UPS വേണോ എന്നുള്ള ഓപ്ഷൻ മാത്രം മതി. ഇന്ദുലേഖ കൈ പൊക്കിയിട്ടുണ്ട്, ഇന്ദുലേഖ ചോദിച്ചോളൂ. ഇന്ദുലേഖ ഉണ്ടോ? പേരാ? ഷിനിമോൾ. ഡൗട്ട് ചോദിക്കട്ടെ? ഇത് പറഞ്ഞോ. സാറേ, ഇപ്പൊ സർവീസിൽ കയറിയിട്ട് 12 വർഷമായി. 25 വർഷം കഴിഞ്ഞ് VRS എടുക്കാനാണെങ്കിൽ UPS ആണോ NPS ആണോ നല്ലതെന്നുള്ളതാണ്. അതൊരു ചോദ്യമാണ്. അതായത് അതിന് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. എന്താണ് സംഭവിക്കുന്നത് മാത്രം പറയാം, അത് നിങ്ങൾ തീരുമാനിക്കുക. ഒന്ന്, ആദ്യത്തേത് NPS-ന് VR കൊടുക്കാൻ 25 വർഷം വേണ്ട, വെറും 20 വർഷം മതി. ഓക്കെ, ശരി. അങ്ങനെ VR കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോർപ്പസിലുള്ള പൈസ ഉണ്ടല്ലോ, കോർപ്പസിൽ അന്നേരം ഒരു 10 ലക്ഷം അല്ല ഒരു 20 ലക്ഷം രൂപ ഉണ്ടെന്ന് വെക്കുക. ടോട്ടൽ പൈസ നിങ്ങളിട്ട് അതിന്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് 20% തരുള്ളൂ. അപ്പൊ 20% തന്നു കഴിഞ്ഞാൽ എത്ര വരും? 40 രൂപ, 20 ലക്ഷം രൂപയുടെ 4 ലക്ഷം രൂപ കൈ തരും, മനസ്സിലായോ? ഈ ബാക്കി 80%, അതായത് 16 ലക്ഷത്തിന് നിങ്ങൾക്ക് പെൻഷൻ തരും. അതാണ് NPS. NPS-ലാണെങ്കിൽ നിങ്ങൾക്ക് 20 വർഷം സർവീസ് മതി. ഓക്കെ, 20 വർഷം സർവീസ് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം നിങ്ങൾക്ക് അവിടെ എത്ര തുക ഉണ്ടെന്നുള്ളതാണ് NPS-ന്റെ കളി.
അപ്പൊ അതിന്റെ അകത്ത് 20% മാത്രം നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള 80% നിങ്ങൾക്ക് അപ്പോൾ തന്നെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ മരണം വരെ തുടരും. ഇതാണ് NPS-ലെ VRS. ഇനി UPS-ലാണെങ്കിൽ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPS-ൽ മുഴുവൻ കാശ് പിൻവലിക്കാം. മുഴുവൻ എന്ന് പറഞ്ഞാൽ 60%. 60 കൂടെ നമുക്ക് പിൻവലിക്കാൻ പറ്റത്തില്ല. അതായത് ഈ 20% നിങ്ങൾക്ക് ഇവിടെ 4 ലക്ഷം കിട്ടുമ്പോ ഇവിടെ 12 ലക്ഷം വരെ കിട്ടും. നമുക്ക് 12 ലക്ഷം കൈ കിട്ടും. അതായത് മുഴുവൻ വേണം പിൻവലിക്കാം. വേണമെന്നില്ല, നിങ്ങൾക്ക് ഇല്ലാതിരിക്കാം. പക്ഷേ അത് മാത്രമല്ല, അവിടെ 25 വർഷം സർവീസ് വേണം. 25 വർഷം സർവീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 60% പിൻവലിക്കാം. 60% പിൻവലിക്കാം. പക്ഷെ പെൻഷൻ കിട്ടിയല്ല. പെൻഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 60 വയസ്സാണ്. 60 വയസ്സായി നിങ്ങൾ ശരിക്കും റിട്ടയർ ആകുന്ന പ്രായത്തിൽ നിങ്ങൾ റിട്ടയർ ആകുമ്പോൾ ഉള്ള ബേസിക് വെച്ചിട്ടുള്ള പെൻഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് സംഭവം. അപ്പോ NPS 20 വർഷം മതി. പക്ഷെ 20% മാത്രം നിങ്ങൾക്ക് കൈ കിട്ടുള്ളൂ. ബാക്കിയുള്ളവര് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം തന്നെ UPS-ൽ 25 വർഷം വേണം. പക്ഷെ 60% നമുക്ക് കൈ കിട്ടും. പക്ഷെ പെൻഷൻ കിട്ടത്തില്ല. പെൻഷൻ 60 വയസ്സിലെ തുടങ്ങുള്ളൂ. ഇതാണ് ഡിഫറൻസ്. ഇത് വെച്ചിട്ട് ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. റിട്ടയർ ആകുമ്പോൾ ബേസിക് അല്ല, 60 വർഷം കഴിഞ്ഞിട്ടുണ്ടാവേണ്ട ബേസിക് വെച്ചാണ് തരുന്നത്. അതെങ്ങനെയാ സർവീസ് ചെയ്യുന്നത്? ബേസിക് ഉള്ളൂ. നിങ്ങൾ റിട്ടയർ ആകുമ്പോൾ ഉള്ള ബേസിക് ഏതാണോ അത് വെച്ചിട്ടേ തരത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് വെച്ചിട്ട് 60 വയസ്സ് കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. 60 വയസ്സ് കഴിഞ്ഞ് കിട്ടുള്ളൂ. അതുവരെ ഒന്നും കിട്ടൂല. അതാ പ്രശ്നം. പക്ഷെ നിങ്ങൾക്ക് NPS ആണ് VRS കൊടുക്കണ നിങ്ങൾ തീരുമാനിക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതാണ്. പക്ഷെ നിങ്ങൾക്ക് NPS ആകുമ്പോൾ വെറും 20% കൈ കിട്ടത്തുള്ളൂ. ബാക്കി 80% നിങ്ങൾ ആലോചിച്ച് നോക്കി. 80% 80% പെൻഷൻ കിട്ടും. പിന്നെ 80% പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്റെ നോമിനിക്ക് 80% പെൻഷൻ എന്ന് പറഞ്ഞാൽ UPS-ന്റെ 40% പെൻഷനെ വരത്തുള്ളൂ. അത്ര പോലും വരത്തില്ല. അതാണ് വ്യത്യാസം. മാത്രമല്ല ആ പെൻഷൻ കൂടത്തുമില്ല. അത് അവസാനം വരെ ആ പെൻഷൻ തന്നെ ആയിരിക്കും. DA കിട്ടത്തില്ല. ഇവിടെ 40% എന്ന് പറഞ്ഞാൽ അതിന് DA കിട്ടും. പക്ഷെ ഈ ഒരു വ്യത്യാസമുണ്ട്. ഇനി വേറൊരു റിസ്ക് ഉണ്ട്. UPS-ൽ വേറെ റിസ്ക് ഉണ്ട്. അത് ക്ലാരിഫൈ ചെയ്യണം. ഇതുവരെ വന്നില്ല. നിങ്ങൾ 55 വയസ്സിൽ ഇതുപോലെ ഇപ്പോ നിങ്ങൾ 30 വയസ്സ് സർവീസ് കയറി 55 വയസ്സ് VRS എടുത്തു. 5 കൊല്ലം നിങ്ങൾ പെൻഷനായിട്ട് വെയിറ്റ് ചെയ്യുക. കാശൊക്കെ കൈ കിട്ടി. ഈ 5 കൊല്ലത്തിനിടെ നിങ്ങൾ മരിച്ചു എന്ത് ചെയ്യും? അതിനെപ്പറ്റി ഒന്നും പറയുന്നുമില്ല. അങ്ങനത്തെ റിസ്ക് ഉണ്ട് കേട്ടോ. VRS വരുമ്പം നിങ്ങൾ തീരുമാനം. ഇതൊക്കെയാണ് സംഭവം. ഫാക്ട് ഇതാണെന്നേ ഉള്ളൂ. അല്ല, എന്റെ മരണശേഷം 80% നോമിനിക്ക് കിട്ടുമോ? NPS-ൽ കിട്ടും. NPS-ൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞ ബേസിക്കലി പറഞ്ഞ NPS ഡിപ്പോസിറ്ററി നിങ്ങൾ പൈസ ഇടുന്നു, അതിന്റെ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുന്നു. അത്രേ ഉള്ളൂ. UPS അതിന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ഒന്നും വേണമെന്നില്ല. നിങ്ങൾ ആരെ നോമിനി വെക്കുന്നു അയാൾക്ക് നിങ്ങളുടെ പൈസ മുഴുവൻ കിട്ടും. ഓക്കെ. എന്റെ പേര് സന്തോഷ് എന്നാണ്. ഓക്കെ, സന്തോഷ് പറയൂ. ഹലോ, പറഞ്ഞോളൂ സന്തോഷ് പറയൂ. സാറേ എന്റെ ഡൗട്ട്, ഹലോ, NPS-ൽ ഇപ്പം 24% പൈസ പിടിക്കുന്നുണ്ടല്ലോ. നമ്മുടെ 10%, ഗവൺമെന്റിന്റെ 14%. ഉണ്ട്. ഹലോ, പറഞ്ഞോ കേൾക്കുന്നുണ്ട്. ഉണ്ട് പിടിക്കുന്നുണ്ട്. പിടിക്കുന്നുണ്ട്. ആ പൈസ ഞാൻ UPS-ലോട്ട് മാറിക്കഴിഞ്ഞാൽ ആ പൈസയും കൂടെ ആടാവുമോ എന്നാണ് എന്റെ സംശയം. ആ പൈസ മുഴുവൻ UPS-ലേക്ക് പോകും. ആ പൈസ മുഴുവൻ 24% പോകുന്നത്, അതോ എന്റെ ഞാൻ ഇട്ട 10% മാത്രമാണോ UPS-ലോട്ട് പോകുന്നത്? അല്ല, മുഴുവൻ പോകും. പക്ഷെ UPS-ന്റെ ഏത് ഫണ്ടിലേക്ക് പോകും എന്നുള്ളത് കൃത്യമായിട്ടായിട്ടില്ല. മുഴുവൻ പൈസ UPS-ൽ പോകും. അതായത് ക്ലാരിഫിക്കേഷൻ വന്നായിരുന്നോ? നിങ്ങളിട്ട 10 ഗവൺമെന്റ് ഇട്ട 10 UPS-ലെ ഇൻഡിവിജ്വൽ പർപ്പസിലേക്ക് പോകും. പിന്നെ UPS-ൽ പൂൾഡ് പർപ്പസ് ഉണ്ട്. അവിടെ നിങ്ങൾ ചേരുമ്പോൾ പോലെ ഗവൺമെന്റ് 8.5 വെച്ചിടും. ഈ നിങ്ങളിട്ട 4 അതിലേക്ക് ആയിരിക്കാൻ പോകുന്നു. അതിന്റെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല, ഞാൻ കണ്ടില്ല. എന്തായാലും ഇത് പോകും. അത് കൃത്യമായിട്ട് അവിടെ മാനേജ് ചെയ്യും. ഒരു പൈസ ഇവിടെ കിടക്കില്ല. മുഴുവൻ UPS-ലേക്ക് തന്നെ പോകും. അതുറപ്പാ. അത് ആ ഓർഡറിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ സാറേ ആ കാര്യം? ഓർഡറിൽ അത് കൃത്യമായിട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഇൻഡിവിജ്വൽ കോർപ്പസിലേക്കാൾ പൂൾഡ് കോർപ്പസിലേക്ക് ഇത്ര പോകുന്നുള്ളത് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. അത് മുഴുവൻ അപ്പുറത്തേക്ക് പോകും. പക്ഷെ 10+10 ഇൻഡിവിജ്വൽ കോർപ്പസിലേക്ക് പോകുന്നുള്ളതുണ്ട്. അത് കാരണം നിങ്ങൾ 10 ഇടുന്നു, ഗവൺമെന്റ് 10 ഇടുന്നതാണ് ഇൻഡിവിജ്വൽ കോർപ്പസ് കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇടുന്ന 10 ഗവൺമെന്റ് ഇടുന്ന 10 ഉറപ്പായിട്ടും ഇൻഡിവിജ്വൽ കോർപ്പസിലേക്ക് പോകും. ആ കാര്യം പറയുന്നുണ്ടല്ലോ സാറേ. അത് പോണ്ടേ. ഇത് മുഴുവൻ അങ്ങോട്ട് പോകുന്നു പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ കോർപ്പസ് ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങൾ ഇടുന്ന 10 ഗവൺമെന്റ് ഇടുന്ന 10 ആണ്. ഈ 4%-ാണ് പറയാത്തത്. 4%-ാണ് വ്യക്തത വരാത്തത്.
അതെ 4% പകരം നിങ്ങൾ ചെയ്യുമ്പോൾ മുതല് 8.5% ഗവൺമെന്റ് ഗോൾഡ് കോർപ്പസ് ഇടും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 4% ഗോൾഡ് കോർപ്പസിലേക്കായിരിക്കും പോകുന്നത്. എന്താണേലും 4% നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റത്തില്ല UPSC കയറി കഴിഞ്ഞാൽ. പ്രാക്ടിക്കലി അതാണ്. നിങ്ങൾ UPSCയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ 4% നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റില്ല. ഈ 10+10 20% മാത്രമേ നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ. ഏത് റിട്ടയർ ആയി കഴിയുമ്പോൾ. ഒരു സംശയം കൂടെ സാറേ, നമ്മളിപ്പം 60 വയസ്സ് കഴിഞ്ഞ് നമുക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഫാമിലിക്ക് ഈ പൈസ കിട്ടുമോ? 60 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാല് ഫാമിലിക്ക് NPS-ൽ പൈസ കിട്ടും, UPS-ൽ കിട്ടില്ല. ഓക്കെ. UPS-ലാണ് നിങ്ങളുടെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മേടിച്ച പെൻഷന്റെ 60% അവർ മരിക്കുന്നവരെ കിട്ടും. UPS-ൽ കിട്ടുമോ? ഫാമിലി പെൻഷൻ കിട്ടുമോ? കിട്ടും. അത് ഭാര്യ മരിക്കുമ്പോൾ ഉള്ള ഭാര്യ, റിട്ടയർ ആവുമ്പോ നിങ്ങളുടെ ലീഗലി വെഡഡ് വൈഫ്, അതെ, അവർക്ക് മാത്രമേ കിട്ടുള്ളൂ, മക്കൾക്കൊന്നും കിട്ടൂല. ഓക്കെ സാർ. ഓക്കെ. സാറേ ലക്ഷ്മണൻ. ഹലോ സാർ ലക്ഷ്മണൻ സാർ. ലക്ഷ്മണൻ சொல்லுங்க சார் லக்ஷ்மணன் சார். லக்ஷ்மணன் 60% சார் நமக்கு NPS-ல 60% எடுக்கிறாங்க சார் வித்ட்ரால். ரைட் சார் கேக்குதா சார்? நமக்கு NPS-லயும் UPS-லயும் 60%, NPS-லயும் UPS-லயும் 60% வித்ட்ரால் பண்றோம் சார். அதுக்கு நமக்கு டாக்ஸ் பெனிஃபிட் எப்படி சார்? அதுக்கு டாக்ஸ் பெனிஃபிட் எவ்வளவுன்னு நான் படிக்கல இதுவரைக்கும். அதெல்லாம் UPS-ல வரல. அது ஜெனரலா இருக்கிற விஷயம் தான். இந்த UPS-ல வந்து இந்த அந்த சர்க்குலர் இருக்குல்ல, அதுக்கு வந்து இதெல்லாம் ஸ்பெசிஃபிக்கா எதுவும் சொல்லல. இப்ப எது இருந்தாலும் NPS-ல டாக்ஸ் எக்ஸம்ஷன் கொடுத்திருக்கு. சேம் இங்கே இருக்கு. இது ஆக்சுவலி அதெல்லாம் இங்கே இருக்கு. இல்ல சார், இது வந்து NPS-ல ஒரு ஆப்ஷன் தான். அதெல்லாம் கொடுக்கல சார். அதுக்கு தான் எங்க ஓகே இது டாக்ஸ் பெனிஃபிட் தான் நீங்க கேட்ட. ஆக்சுவலா டாக்ஸ் பெனிஃபிட் பத்தி அதெல்லாம் இந்த சர்க்குலர் அது சொல்லல. அதுதான் உண்மை. இது ஸ்பெசிஃபிக்கா எதுவும் சொல்லல இது வரைக்கும் அதை பத்தி. அதெல்லாம் கிளாரிபிகேஷன் வரும்னு நினைக்கிறேன். நான் வந்து என்னோட அசம்ப்ஷன் தான் சொன்னேன். ஆக்சுவலா இது ஃபைனலி வந்து இது வந்து NPS ஒரு ஆப்ஷன் தான் UPS. அப்ப இருக்கலாம் என்ன, அப்படிதான் அது என்னோட ஆசை தான் சொன்னேன். ஆக்சுவலா எதுவும் சொல்லல. அதுதான் அது பதில். ഓക്കെ സാർ, താങ്ക് യു സാർ. റൈറ്റ് സാറേ പ്രത്യൂഷ് ആണേ, ലോക്കോറന്നി സ്റ്റാഫാണ്. റൈറ്റ് സാറേ നമുക്ക് ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷൻ ഇതിൽ വന്നിട്ടില്ല. എന്താന്ന് ഇല്ല അത് ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ലോക്കോറന്നി എന്ന് പറഞ്ഞപ്പോ തന്നെ അത് എന്നാ പ്രശ്നം എന്ന് വെച്ചാല്, നിങ്ങൾ ഇപ്പൊ NPS-ൽ നിങ്ങൾ റിട്ടയർ ആവുകയാണെങ്കിൽ നിങ്ങളുടെ 55% ഇതിന്റെ അകത്ത് വരും. മനസ്സിലായോ? വരും. ഇതിന്റെ അകത്ത് ഇതുവരെ വന്നിട്ടില്ല ക്ലാരിഫിക്കേഷൻ. ഞാനായിട്ടൊന്നും പറയാനും പറ്റുന്നില്ല. അതാ പ്രശ്നം. അതെന്ത് ചെയ്യാൻ പറ്റും സാർ? അതിനിപ്പോ സമയമില്ലല്ലോ. അതിന് വളരെ ഓപ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോ നിങ്ങളെക്കാളും പോപ്പുലേഷൻ കുറവുള്ളതാണ് ഡോക്ടേഴ്സ്. അവരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് കൂട്ടണം പിടിക്കണമെന്നെല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അവർക്ക് റെപ്രസെന്റ് ചെയ്യാൻ ആളുണ്ടായി. നിങ്ങളിങ്ങനെ ഉണ്ടെന്നുള്ളത് ഇത് ഉണ്ടാക്കിയവർക്ക് അറിയാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നും പറഞ്ഞിട്ടില്ല, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. മറ്റേ NPS-ൽ കൃത്യമായിട്ട്, അതായത് ഇത് ഉണ്ടാക്കിയപ്പോ അത് അവർ ഗൗനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെന്താന്ന് ചോദിച്ചാൽ മറ്റേത് കൃത്യമായിട്ട് 55% കൂട്ടുമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ വിഷയം ഞാൻ പറയാം. നിങ്ങളുടെ വിഷയം ഇപ്പൊ എനിക്ക് 80,000 ബേസിക്കാണ്, നിങ്ങൾക്ക് 80,000 ബേസിക്കാന്ന് വെച്ചു. ഒരു ഡ്രൈവറിന് 80,000 ബേസിക്ക്, എനിക്കും 80,000 ബേസിക്. ഇപ്പോ റിട്ടയർ ആവുമ്പോ എനിക്ക് കിട്ടുന്ന അതേ പെൻഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് ആലോചിച്ച് നോക്ക്. റിട്ടയർ ആവുമ്പോ എനിക്ക് കിട്ടുന്ന അതേ പെൻഷൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമല്ലേ? കാരണം എന്നെക്കാളും 30% കൂടെ കൂടുതൽ നിങ്ങൾ പേ ചെയ്തിട്ടുണ്ട് സർക്കാരിന്. നിങ്ങൾക്ക് പിടിക്കുന്നത് മറ്റതും കൂടെ കൂട്ടിയിട്ടുള്ള ശതമാനം നിങ്ങൾക്ക് പിടിക്കുന്നത്. ഇനി അപ്പൊ ഞാൻ വേറെ രീതി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അങ്ങനെ വരുവാണെങ്കിൽ എന്റെ ബെഞ്ച് മാർക്ക് കോർപ്പസ് തന്നെയാണ് നിങ്ങളുടെ ബെഞ്ച്. അതായത് ആക്ച്വലി എത്ര അടക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അതായത് നോർമലി നമ്മൾ അടച്ചു പോയാൽ എത്ര അടക്കണം. അങ്ങനെ അടയ്ക്കുന്നത് എന്നെ സംബന്ധിച്ചതൊരു 10 ലക്ഷം ആണെങ്കിൽ നിങ്ങൾക്കും അതേ 10 ലക്ഷം ആണെന്ന് വെച്ചു. എനിക്ക് 10 ലക്ഷമാണ്, നിങ്ങൾക്കും അതേ 10 ലക്ഷം ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കോർപ്പസ് കൂടുതൽ വരും, ബാക്കി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും പൈസ. അപ്പോഴങ്ങനെ പ്രശ്നമില്ല. പക്ഷെ അതും പറയാൻ പറ്റത്തില്ല. കാരണം ബെഞ്ച് മാർക്ക് കോർപ്പസിനെ പറ്റി പറയുന്ന ബെഞ്ച് മാർക്ക് കോർപ്പസ് ആക്ച്വലി നിങ്ങൾ എത്ര അടക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അത് എല്ലാവർക്കും അങ്ങനെയല്ല. നിങ്ങൾ ആക്ച്വലി അടച്ചു പോയാൽ എത്ര അടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഹയർ ഇതെടുത്ത് ബെഞ്ച് മാർക്ക് കോർപ്പസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഇല്ല എന്ന് വേണം പറയാം. പക്ഷെ ഇതിനൊന്നും ക്ലാരിഫിക്കേഷൻ വരാത്തത് കൊണ്ട് എനിക്ക് ഇതിന്റെ അകത്തൊന്നും പറയാൻ പറ്റത്തില്ല. ആക്ച്വലി ഇത് ക്ലാരിഫൈഡ് അല്ലാത്ത ഒരുപാട് സ്ഥലമുണ്ട്. അത് നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഒരു കുഴപ്പം. വേറെ സാർ, ഈ നമുക്കിപ്പോ NPS-ൽ എന്ന് വെച്ചാൽ 30% അലവൻസ് എക്സ്ട്രാ ഉണ്ടല്ലോ.
അപ്പൊ നമുക്ക് ഇപ്പം 10% കാൽക്കുലേറ്റ് ചെയ്യുന്ന DA പ്ലസ് 30% കൂടെ ചേർത്താണ് 10% നമ്മളിൽ നിന്നും ഗവൺമെന്റ് 14% ഇടുന്നത്. അപ്പൊ അതൊരു വലിയ തുക. മറ്റൊരു ജീവനക്കാരനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതാ ഞാനിപ്പോ സംസാരിച്ചത്. ഓഫ് കോഴ്സ് അത് ഒരു ക്ലാരിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം 80,000 രൂപ എനിക്ക് ബേസിക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 80,000 രൂപ ബേസിക് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇടുന്നത്, ഞാൻ ഇടുന്നത് 8,000 രൂപയായിരിക്കും. നിങ്ങൾ ഇടുന്നത് 8,000, പിന്നെ അതിന്റെ ഒരു 30% കൂടെ കൂട്ടിയാ വരുന്നത്. അതായത് 10,400 രൂപ നിങ്ങൾ ഇടും. മനസ്സിലായോ? അതായത് ഞാൻ 8,000, നിങ്ങൾ 10,400 വെച്ച് എല്ലാ മാസവും ഇട്ടിട്ട് നിങ്ങൾക്ക് എനിക്ക് ഒരേ പെൻഷൻ തരുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഈ പറയുന്നത്. എന്റെ അപ്പോ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇൻഡിവിജ്വൽ ഇപ്പൊ പറഞ്ഞ നിയമം അനുസരിച്ച് ഇൻഡിവിജ്വൽ കോർപ്പസ് എന്ന് പറയുന്നത് ബെഞ്ച് മാർക്ക് കോർപ്പസിനേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് നിങ്ങൾ ആക്ച്വലി എത്ര ഇടണമെന്നൊരു കണക്കുണ്ട്, അതിനേക്കാളും കൂടുതലാണെങ്കിൽ ബാക്കി പൈസ തിരിച്ചു തരണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്നത് തന്നെ നിങ്ങൾ ഇടുന്നു, ഞാൻ ഇടുന്നേക്കാളും കൂടുതൽ നിങ്ങൾ ഇടുന്നു. ബെഞ്ച് മാർക്ക് കോർപ്പസ് എന്റെ ബെഞ്ച് മാർക്ക് കോർപ്പസ് തന്നെയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് ബാക്കി പൈസ തിരിച്ചു കിട്ടും. അത് വരാൻ ചാൻസ് ഉണ്ടോ സാറേ? UPSC വരാൻ ചാൻസ് ഉണ്ടോ? അത് ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷേ എന്റെ ബെഞ്ച് മാർക്ക് കോർപ്പസ് ആണോ നിങ്ങൾക്ക് എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? എന്റെ ബെഞ്ച് മാർക്ക് കോർപ്പസ് കാൽക്കുലേറ്റ് ചെയ്തതിനെ പറ്റി നിങ്ങൾ സാധാരണ ഇടേണ്ട തുകയെന്നാ പറയുന്നത്. അല്ലാതെ കൂടുതലൊന്നും അതിന്റെ അത് കൃത്യമായിട്ട് ഇങ്ങനെ റണ്ണിങ് സ്റ്റാഫിന്റെ കാര്യം ഒന്നും പറയുന്നേ ഇല്ല. അപ്പൊ എന്നെക്കാളും ചിലപ്പോൾ നിങ്ങൾ ഇടുന്ന തുകയായിട്ട് ബെഞ്ച് മാർക്ക് കോർപ്പസിനെ കൂട്ടി നിങ്ങൾക്ക് ഒന്നും കിട്ടത്തുമില്ല, നഷ്ടമാകാം. അത് അതിന്റെ സാധ്യത വളരെ കുറവാണ് കേട്ടോ. ഞാൻ ഏറ്റവും നെഗറ്റീവ് സൈഡ് പറയുന്നതേ ഉള്ളൂ. എന്നാൽ പോലും അതിന്റെ സാധ്യത കുറവാണ്. അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ അഡ്വൈസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. മെജോറിറ്റി ഓഫ് ദ റണ്ണിംഗ് സ്റ്റാഫും സെലക്ട് ചെയ്തിരിക്കുന്ന NPSC തന്നെ കണ്ടിന്യൂ ചെയ്യാന്നാണ് അവർ പറയുന്നത്. അതിന്റെ കാര്യം ഇതാ, ഈ ഒരു സംഭവം കാരണം ഒരുപക്ഷെ അങ്ങനെ അവർക്ക് ഭാവിയിൽ നഷ്ടം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൂർണ്ണമായിട്ട് നഷ്ടം വരും. നമുക്കത് തീർച്ചയായിട്ടും അനുകൂലമായിട്ട് ക്ലാരിഫിക്കേഷൻ നോർമൽ കേസിൽ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് നിയമപരമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഉറപ്പിച്ച് 100% ഒന്നും പറയാൻ പറ്റത്തില്ല ഈ കേസിൽ. നമ്മുടെ NPS ആണെങ്കിലേ നമുക്ക് റിട്ടേൺ ആവുന്ന സമയത്ത് വലിയൊരു തുക കൈ കിട്ടും. അതെ, ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഇതെല്ലാം ഇത് വന്നു കഴിഞ്ഞ് ക്ലാരിഫൈ ചെയ്താ വരുന്നത്. മനസ്സിലായോ? ഓരോന്നും വന്നു കഴിഞ്ഞ് നമ്മൾ ക്ലാരിഫൈ ചെയ്താണ് മൊത്തം വരുന്നത്. അപ്പൊ NPS-ലും ഈ 50% വന്നത് എത്ര കാലം കഴിഞ്ഞ? അതുപോലെ ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ നിങ്ങളുടെ പ്രശ്നം തീർന്നു, നിങ്ങൾക്ക് ആ മൊത്തം പൈസ കിട്ടും. പക്ഷെ ഇപ്പൊ നമുക്കത് പറയാൻ പറ്റുമോ? ആ ക്ലാരിഫിക്കേഷൻ ഇവിടെ വന്നിട്ടില്ല. പക്ഷെ അതിന് മുമ്പേ നമ്മളോട് സെലക്ട് ചെയ്യാനാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആരോ പ്രശ്നം ഇത് അറിയാതെ നമുക്ക് സെലക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടായിരുന്നു. അതൊരു നിങ്ങളുടെ ഡയലമ തന്നെയാണ്. എനിക്ക് വേണ്ടി ഉത്തരവില്ല, അത്രേ ഉള്ളൂ. ഉത്തരവില്ലെന്ന് പറഞ്ഞാൽ സർക്കുലർ അത് ഇല്ലാത്തത് കൊണ്ടാണ്. വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ? വെയിറ്റ് ചെയ്ത് മോസ്റ്റ്ലി അത് പോസിറ്റീവ് ആയിട്ട് നിങ്ങളുടെ പെൻഷൻ അതുകൂടെ ചേർത്ത് 50% കൂടെ പെൻഷൻ ചേർത്ത് തരാനുള്ള ഓർഡർ വരാനാണ് ഏറ്റവും സാധ്യത. കാരണം NPS-ൽ അങ്ങനെയാണ്, OPS-ൽ അങ്ങനെയാണ്, അതിനാണ് ഏറ്റവും സാധ്യത. പക്ഷെ ഇപ്പൊ അത് പറയാൻ പറ്റൂല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, അതേ ഉള്ളൂ അതിന്റെ. ശരി സാർ, ഓക്കെ. പറഞ്ഞോളൂ. ആരാ പേരെന്ന് പറയുമോ? പേര് സുനി സാർ. സുനി. സാറ് എനിക്ക് സംശയം, നമ്മള് NPS പ്രകാരം റിട്ടയർ ആകുമ്പോൾ നമ്മൾ 40% എമൗണ്ട് അവിടെ കിടക്കുമല്ലേ? അത് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ തന്നെ കിടക്കുക. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പെൻഷനും അതിനനുസരിച്ച് കൂടത്തില്ലേ സാർ? എമൗണ്ട് കൂടത്തില്ലേ അതിന്റെ ലാഭം അനുസരിച്ചോ? അത് മാർക്കറ്റിലാണ് അതിന്റെ റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ലാഭം അനുസരിച്ച് കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൂടിയാലെന്നൊന്നും ഞാൻ പറയുന്നില്ല. മാത്രമല്ല അതിവിടെ ഇൻഫ്ലേഷൻ അനുസരിച്ച് നമുക്ക് 3% വർഷം കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ പ്രാക്ടിക്കലി ഇതുവരെ ആർക്കും കിട്ടുന്നില്ല. അതാണ് എന്തായാലും UPS-ലെ DA പോലെ കിട്ടത്തില്ല, അത് 100% ഉറപ്പാണ്. UPS-ലെ നിങ്ങളെ ഇപ്പൊ ഞാൻ പറയാം, ഷെയർ മാർക്കറ്റിലാണെങ്കിലും നിങ്ങൾ ഇട്ടിട്ട് ഫുള്ളായിട്ട് റിട്ടേൺ മേടിക്കുവാണെങ്കിൽ ഈ എമൗണ്ട് ഷെയർ മാർക്കറ്റ് വളരണം തന്നെ, കുറഞ്ഞു കഴിയുമ്പോൾ കുറയാനും വഴിയില്ലേ അങ്ങനെ നോക്കുമ്പോ. അതുകൊണ്ട് അതായത് മോസ്റ്റ്ലി ഇപ്പൊ ഇത് സ്റ്റേബിൾ ഫണ്ട് ആണെങ്കിൽ സെയിം എമൗണ്ട് ആയിരിക്കും. ഇവര് സാധാരണ ഡെപ്പോസിറ്റ് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള എമൗണ്ട് ആയി ഇപ്പൊ കിട്ടുന്നത്. പ്രാക്ടിക്കലി ഇത് കൂടുന്നുമില്ല കുറയുന്നുമില്ല, അതാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ കൂടുന്ന പോലെ തന്നെ കുറയാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ DA കൂടുന്ന പോലെ റെഗുലർ ആയിട്ട് കൂടത്തില്ല അവർക്ക്. മനസ്സിലായില്ലേ? അത് കൂടാനും കുറയാനും സാധ്യതയുള്ള ഒരു ഇതാണ് മാർക്കറ്റിലാണെങ്കിൽ, അത്രേ ഉള്ളൂ. ഇപ്പൊ പ്രാക്ടിക്കലി ഇപ്പൊ നമ്മള് 10-20 വർഷമായിട്ട് അല്ലെ 8-10 വർഷമായിട്ടൊക്കെ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് എല്ലാ ചരിത്രം എടുത്തിട്ട് ഈ സാധനം ഇതൊന്നും കൂടുന്നതായിട്ട് ആരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സെയിം എമൗണ്ട് കിട്ടുന്നതായിട്ടാണ് ഭൂരിഭാഗവും പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ആ 40% ഫണ്ട് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള ഫണ്ടിലോട്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് NBSന്റെ ഇതാണ്. അതെനിക്ക് എന്താണേലും റിട്ടേൺ ആകുന്നോണം വരെ പറ്റുമെന്ന് എനിക്കറിയാം. അത് മറ്റതിനെ പറ്റി എനിക്ക് അത്ര NBS ഞാൻ അത്ര നോക്കിയിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി അത്ര ധാരണയില്ല. അത് 40% മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയില്ല. അതൊന്ന് നോക്കിയിട്ട് പറയാം. കാരണം NBS ഞാൻ കമ്പാരിസൺ ആണ് കൂടുതൽ പഠിച്ചത്. ഇപ്പൊ നോക്കി NBSനെ പറ്റി മാനേജ് ചെയ്യാൻ റിട്ടയർ ആയി കഴിഞ്ഞ് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് വെരിഫൈ ചെയ്തിട്ട് പറയാമെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാലും പ്രാക്ടിക്കലി ഇപ്പൊ ഈ റിട്ടയർ ആകുന്നവർക്ക് ആർക്കും ഇത് കൂടുതൽ പൈസ കിട്ടുന്നില്ല. കിട്ടിയാൽ പോലും ഇനി മാനേജ് ചെയ്താൽ പോലും ഈ പറയുന്ന ഇൻക്രീസ് നമുക്ക് ഉണ്ടാവത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സർവീസിൽ ഇരിക്കുമ്പോൾ മാനേജ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടല്ലോ. മനസ്സിലായേ? നിങ്ങളിപ്പോ സർവീസ് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. നിങ്ങൾക്ക് എന്തോരം കൂടുതൽ കിട്ടുന്നുണ്ട്? കുറെയൊക്കെ കിട്ടുന്നുണ്ടാവും അല്ലേ? കിട്ടിയാലും അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു അമൗണ്ടിലേക്ക് പോകത്തില്ല. എനിക്ക് തോന്നുന്നത് റിട്ടയർ ആയി കഴിഞ്ഞ് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതൊന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും. പ്രാക്ടിക്കലി എന്നാണെങ്കിലും പറ്റിയാലും പറ്റിയില്ലെങ്കിലും UPSന്റെ ഇൻക്രീസ് ആയിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ഇൻക്രീസ് ഒരിക്കലും കിട്ടില്ല. DA കൂടുന്ന പോലെ ഒരിക്കലും കൂടി പോകത്തില്ല. ഓക്കെ ഓക്കെ. സാറേ സനലാണേ, ഒരു ക്വസ്റ്റ്യൻ നമ്മള് UPSൽ റിട്ടയർ ആകുമ്പോൾ നമ്മൾ 60% നമ്മൾ വിഡ്രോ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 1 lakh rupees സാലറി ഉള്ള ഒരാൾക്ക് 50,000 പ്ലസ് DA ആണോ പെൻഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ട് ആ പെൻഷൻ എമൗണ്ട് കുറയുന്നുണ്ടോ? എത്ര രൂപ എവിടെയുള്ള? അതായത് നമ്മള് റിട്ടയർ ആവുന്ന സമയത്ത് അതായത് നിങ്ങളുടെ പെൻഷൻ എന്ന് പറയുന്നത് 50,000 രൂപയാന്ന് വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഫുൾ പെൻഷൻ 50,000 ആന്ന് വെക്കുക. നിങ്ങൾ ഒന്നും വിഡ്രോ ചെയ്തില്ല, നിങ്ങൾക്ക് 50,000 കിട്ടും അല്ലേ? അതായത് എനിക്ക് 1 ലക്ഷം രൂപ എനിക്ക് ലാസ്റ്റ് റിട്ടയർ ആവുന്ന മന്ത് സാലറി ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ നിങ്ങളുടെ ബേസിക് ഉണ്ട്. 50,000 രൂപ പ്ലസ് നിങ്ങൾക്ക് 25 വരെ സർവീസ് ഉണ്ടെങ്കിൽ 50,000 കിട്ടും. വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് 50,000 രൂപ ബേസിക് കിട്ടും. ഓക്കെ, ഉണ്ട്. 60% വിഡ്രോ ചെയ്യാത്ത കണ്ടീഷൻ അല്ലേ ഈ പറയുന്നത്? ചെയ്യാത്ത കണ്ടീഷൻ. നിങ്ങൾ 60% വിഡ്രോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലിന്റെ 60% കൈ കിട്ടും. പക്ഷെ നിങ്ങളുടെ ഇത് 20,000 രൂപയായിട്ട് കുറയും ബേസിക്. ഓക്കെ ഓക്കെ, കറക്റ്റ് 60. എത്ര ശതമാനം വിഡ്രോ ചെയ്യുന്നോ അത്ര ശതമാനം പെൻഷൻ ബേസിക് എന്ന് പറയും, DA കുറയും. അത്രേ ഉള്ളൂ. ശരി ശരി, ഓക്കെ സാർ. ഓക്കെ, അടുത്ത മാധുരി പറഞ്ഞോളാം. ആരാണ് സാർ? നേരത്തെ ചോദിച്ചാണ് ഒരു സംശയമാണ് സാറേ. പറഞ്ഞോ സാർ. നമ്മളിപ്പോ NBS സമയത്ത് ഒരു 1 ടൈം വിഡ്രോൾ ചെയ്ത് നമ്മളിപ്പോ UPSലേക്ക് ഓപ്ഷൻ ചെയ്യുന്നു. NBSല് വൺ ടൈം വിഡ്രോലോ? ഒരു വട്ടം വിഡ്രോ ചെയ്തു. ടെമ്പററി വിഡ്രോൾ ആണോ ഉദ്ദേശിക്കുന്നത്? സർവീസിലുള്ളപ്പോൾ ടെമ്പററി വിഡ്രോ? ഓക്കെ, വിഡ്രോ ചെയ്തു. നമ്മളിപ്പോ ഓപ്ഷൻ UPS കൊടുക്കുന്നു. ശരി, കൊടുത്തു. നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് വ്യത്യാസം വരുമല്ലോ പെൻഷനകത്ത്. വരും. അപ്പൊ നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് ഈ പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് പൈസ ഇടാൻ പറ്റും. ഇടാൻ പറ്റും. റിട്ടയർ ആവുന്ന സമയത്ത് പൈസ ഇടാൻ പറ്റും. നിങ്ങൾ ഇവിടുന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ഇട്ടത് 10ന്റെ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ടോട്ടല് 25 വരെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. 25% വരെ കേട്ടോ. നമ്മളിട്ടതിന്റെ അത് എത്ര വിഡ്രോ ചെയ്താലും നമുക്ക് ബെഞ്ച് മാർക്ക് കോർപ്പസിനേക്കാൾ നമ്മുടെ IC കുറഞ്ഞു, ഇൻഡിവിജ്വൽ കോർപ്പസ് കുറഞ്ഞു. കാരണം ബെഞ്ച് മാർക്ക് കോർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിഡ്രോ ചെയ്തില്ലെന്നുള്ള പൈസയാണ്. അപ്പൊ വിഡ്രോ ചെയ്യുമ്പോൾ ബെഞ്ച് മാർക്ക് കോർപ്പസിനേക്കാൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് കുറഞ്ഞു. അത് എത്ര ശതമാനമാണോ കുറയുന്നത് അത്ര ശതമാനം പെൻഷൻ കുറയും. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ആള് ഇനി ഞാൻ കൈപൊക്കി വെക്കുന്ന ഷിനിമോൾ ഉണ്ട്. ലക്ഷ്മണനൊക്കെ ഷിനിമോൾ പറയാം. ഇല്ലെങ്കിൽ ശ്യാം. ഹലോ സാർ, ഒരു ഡൗട്ട് കൂടെ. പറഞ്ഞോ. സാറേ, അതായത് ഇപ്പൊ നമ്മൾ ഈ NPSനകത്തെ ഇപ്പൊ അല്ല UPSനകത്ത് നമ്മളിപ്പം DA എന്ന് പറയുന്നത് നമുക്ക് മെർജ് ചെയ്യുന്നുണ്ടോ? മെർജ് ചെയ്യുക ഹലോ, ആരാണ്? രഞ്ജിത്ത് മെർജ് ചെയ്യത്തില്ല. ചെയ്യുന്നതിനെ പറ്റി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. മെർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ സാധാരണ നമ്മുടെ സാലറി വരുമ്പോ 100% DA വരുമ്പോ മെർജ് ചെയ്ത് പോകും. ഓക്കെ, പക്ഷേ ഇവിടെ മെർജ് ചെയ്തതിനെ പറ്റി ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. മെർജ് ചെയ്യപ്പെട്ടേക്കാം, ഭാവിയിൽ ക്ലാരിഫിക്കേഷൻ വന്ന് മെർജ് ചെയ്യപ്പെട്ടേക്കാം. ഇപ്പൊ നമുക്ക് അങ്ങനെ മെർജ് ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല. നിങ്ങൾ റിട്ടയർ ആകുമ്പോൾ 10,000 രൂപ നിങ്ങളുടെ ബേസിക്കില് നിങ്ങളുടെ DA കൂടി 100%, 200%, 300%, 400% ഒക്കെ ഈ 10,000ന്റെ കയറുന്നതായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. മെർജ് ചെയ്യണേ കൂടുതൽ ലാഭമാണ്. അത്രേ ഉള്ളൂ. ഇപ്പം മെർജ് ചെയ്തതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അത്രേ ഉള്ളൂ.
അപ്പൊ അതായത് ഇപ്പൊ സാധാരണ ഇപ്പൊ നമുക്ക് പുതിയ പേ കമ്മീഷൻ വരുമ്പോഴത്തേക്ക് DA മെർജ് ചെയ്യുമല്ലോ. സാധാരണ ബേസിക്കിനകത്ത് ഒരു DA മെർജ് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ നമുക്ക് UPSകാർക്ക് പെൻഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ എമൗണ്ട് ഇങ്ങനെ എന്നിട്ട് മറ്റേ പിന്നെ 50, 60 ഇപ്പൊ അവർക്ക് 60 വെച്ച് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ മെർജ് ചെയ്തതിനെ പറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ മെർജ് ചെയ്യുകയല്ല ചെയ്യുന്നത്. സർവീസിലുള്ളവർക്ക് ഫിറ്റ്മെന്റ് ഫാക്ടർ വരുവായിരുന്നു. ഇപ്പൊ 50% മെർജിന് നേരെ 1.5 അല്ല, അതിനേക്കാൾ കൂടുതൽ കൊടുക്കും. മനസ്സിലായോ? അപ്പൊ അതുപോലത്തെ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ഞാൻ 10,000 ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ അന്നേരം തൊട്ട് ഉള്ള DA കൂടി പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. മെർജ് ചെയ്യുന്നുള്ളത് ക്ലാരിഫിക്കേഷൻ വരാം, നമുക്കിപ്പൊ പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് ഇപ്പൊ നമുക്ക് ഉറപ്പ് പറയാം. അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനിലാകുമ്പോഴത്തേക്ക് ഇപ്പൊ അവർക്ക് 50 മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 51, 52 എന്ന് പറഞ്ഞ് പോകുമായിരിക്കും. അതെ, നമുക്ക് 52 പോകാം. അത് 100, 200, 300, 400 ഒക്കെ ആവാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പക്ഷേ NBS സംബന്ധിച്ച് ഒന്നുമില്ല, 1 രൂപയില്ല, നേരെ അതുപോലെ തന്നെ പോവാണ്. അതാ വ്യത്യാസം. നമുക്ക് അറ്റ്ലീസ്റ്റ് മെർജ് ചെയ്യാതെ ആണെങ്കിലും നമുക്ക് മേലോട്ട് കയറി പോകും UPS ആണെങ്കിൽ. അതാ വ്യത്യാസം. ഓക്കെ. പറഞ്ഞു ശിവൻ. ഷിജിമോള് പറഞ്ഞു നേരത്തെ കൈമുക്കിയതാ. ഓക്കെ. നമ്മുടെ NBS ആണെങ്കിലും UPS ആണെങ്കിലും നമുക്ക് 60% വിഡ്രോ ചെയ്യാലോ. അപ്പൊ ഈ 40% കിടക്കുമ്പോഴത്തേക്ക് NBS നമ്മുടെ നോമിനിക്ക് അത് കിട്ടും. അപ്പൊ നമ്മൾ ഈ നോമിനി വെക്കുന്ന നമ്മുടെ മക്കളാണെങ്കിൽ മക്കൾ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് കിട്ടുമോ? എപ്പോഴാണെങ്കിലും കിട്ടും. നമുക്ക് മക്കളൊന്നും വെക്കണമെന്നില്ല. നമുക്ക് വേണം അയലോക്കത്തെ ആരെങ്കിലും വെക്കാം. മനസ്സിലായോ? എനിബഡി. മക്കളൊന്നും വേണമെന്നില്ല. മക്കള് കല്യാണം കഴിക്കുകയോ മക്കളോ ആരെയും വേണേലും വെക്കാം. അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഡിപ്പോസിറ്ററി ഇതാണ്. നോമിനി എന്ന് പറയുന്നത് നമുക്ക് ആരെ വേണം വെക്കാം. ഈ നോമിനി നോമിനി എന്ന് പറഞ്ഞാൽ വേറെ സംഭവം ഉണ്ട്. ഈ നോമിനി എന്താ ശരിക്കും? ബാങ്കിലൊക്കെ നമ്മൾ നോമിനി വെക്കും. നോമിനി എന്ന് പറഞ്ഞാൽ നോമിനിക്ക് പൈസ കൊടുക്കുക എന്നുള്ളതല്ല. നോമിനി ഇത് വാങ്ങിയിട്ട് ബാങ്കിന്റെ ഉത്തരവാദിത്തം കഴിയുക എന്നുള്ളതാണ്. നോമിനിയാണ് ഇത് വാങ്ങാൻ ഓതറൈസ്ഡ്. അയാൾ ഇത് വാങ്ങിയിട്ട് ശരിക്കും ഇയാളുടെ അവകാശികൾക്ക് കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷെ നോമിനിക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. നോമിനി ഇയാൾക്ക് വിശ്വാസമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ നോമിനി എന്ന് പറയുന്നത് ബന്ധമുള്ള ആളായിരിക്കണമെന്നൊന്നും ഇല്ല. ചൂസ് ചെയ്യുമ്പോഴാണ് ഇത് കൊടുക്കേണ്ടത് അല്ലേ? നമ്മൾ ഓപ്ഷൻ വെക്കുമ്പോഴാണ് നോമിനിയെ കൊടുക്കേണ്ടത്. ഓപ്ഷൻ നമ്മൾ ഇപ്പൊ തന്നെ NBS നോമിനി ഉണ്ടല്ലോ. NBS ഇപ്പൊ തന്നെ നോമിനി ഉണ്ട്. അതുപോലെ UPS ചൂസ് ചെയ്താൽ UPS നമ്മൾ നോമിനി കൊടുക്കണം. അത് ആദ്യം തന്നെ കൊടുക്കണം. നമ്മൾ ആ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കൊടുക്കണം. എനിക്ക് രണ്ടാമത് നോമിനി UPS നമുക്ക് ഇത് ഇല്ലല്ലോ. അപ്പൊ പിന്നെ UPS നോമിനി വെക്കേണ്ട ആവശ്യമുണ്ടോ? UPS നോമിനി വേണ്ട. UPS ഭാര്യയല്ല നോമിനി എല്ലാരും വെപ്പിക്കും. കാരണം വേറെ എന്തെങ്കിലും ഒരു പേയ്മെന്റ് ഉണ്ട് എപ്പോഴും ഈ നോമിനിക്ക് കൊടുക്കാമല്ലോ. അതായത് അല്ല പിന്നെ ലീഗൽ ഹെയർസ് എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വരും. നോമിനി വെച്ച പക്ഷെ അതിന് അങ്ങനെ എന്തെങ്കിലും എഫക്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വിഷയം. UPS എന്താണേലും നോമിനി വെച്ചാലും നോമിനി വെച്ചില്ലേലും ഒക്കെ ഈ ഫാമിലി പെൻഷൻ കിട്ടുന്നത് റിട്ടയർ ആകുന്ന സമയത്തുള്ള ലീഗലി വെഡഡ് സ്പൗസിന് മാത്രമേ കിട്ടുള്ളൂ. അതിന് നോമിനി വെക്കാൻ ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനിപ്പം ചിലപ്പോൾ അവർ ചോദിക്കും സേഫ് സൈഡിൽ, ചിലപ്പോൾ അല്ലാതെ നോമിനി വെക്കും. പക്ഷെ അതൊന്നുമല്ല. എന്താണേലും UPS ലീഗലി വെഡഡ് സ്പൗസിന് മാത്രമേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഫാമിലി പെൻഷൻ കിട്ടൂ. അതും റിട്ടയർമെന്റ് സമയത്ത്. റിട്ടയർ കഴിഞ്ഞിട്ട് നമ്മൾ ഡൈവേഴ്സ് ചെയ്തിട്ട് വേറെ കല്യാണം കഴിച്ചിട്ടൊന്നും കാര്യമില്ല. അവർക്കൊന്നും കിട്ടില്ല. നമ്മൾ റിട്ടയർ ആവുമ്പോൾ ഉള്ള ലീഗലി വെഡഡ് സ്പൗസ്. ഓക്കെ. ശിവൻ പറഞ്ഞു. സാറേ എനിക്ക് സംശയങ്ങളുണ്ട്. പറഞ്ഞു സാറേ. ഞാൻ 19 വർഷം സർവീസ് ആവുമ്പോൾ പെൻഷൻ ആവും 2027. അപ്പൊ എനിക്ക് പെൻഷൻ കാണും UPS ആണെങ്കിൽ? UPS ആണെങ്കിൽ അന്നത്തെ ബേസിക് ഏകദേശം ആ 12 മാസം അന്നത്തെ ബേസിക്കിന്റെ ഒരു പകുതി കാണണം. അതിനെ 19/25 കൊണ്ട് ഗുണിക്കണം. അതായത് ഏകദേശം ഒരു 80% അതായത് ബേസിക്കിന്റെ പകുതിയുടെ 80% ബേസിക് കാണും. പിന്നെ DA കിട്ടും. അത്രേ ഉള്ളൂ. സാറേ ജൂൺ 30 ലാസ്റ്റ് ഡേറ്റ് ആണ് സാറേ. അങ്ങനെ ഇപ്പൊ പറഞ്ഞു. അതും എനിക്കറിയില്ല. ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന സർക്കിൾ അനുസരിച്ച് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഈ ജൂൺ 29 വല്ലതും വേറെ സർക്കിളിനും വല്ലതും വന്നെങ്കിൽ അത് നീളും. അത്രേ ഉള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യത ഉണ്ടാവാം. എനിക്കറിയില്ല. ഇപ്പോഴത്തെ അങ്ങനെയാ. ഓക്കെ. സാർ ഞാൻ ദേവികയാണേ. ദേവി പറഞ്ഞു. നമ്മളിപ്പം ഈ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ എംപ്ലോയിയും പാർട്ട്ണറും മരിച്ചു പോയാൽ ഇത് നമുക്ക് അടച്ച പൈസ കിട്ടുമോ? UPS ഓപ്റ്റ് ചെയ്തു. എംപ്ലോയിയും പാർട്ട്ണറും സർവീസ് ചെയ്യിക്കും മരിച്ചു. പാർട്ട്ണറെ പറ്റി ആദ്യം മരിക്കുന്ന ആരാ? രണ്ടുപേരും ഇല്ല. റിട്ടയർഡ് ആവുമ്പോ ഇല്ല. അപ്പം പൈസ നമ്മുടെ മക്കൾക്ക് കിട്ടുമായിരിക്കോ? റിട്ടയർമെന്റ് മുന്നേ എന്തോ അല്ല ഞാൻ പറഞ്ഞു വന്നേ, ഒന്നിച്ച് മരിക്കുന്ന കേസാണോ പറഞ്ഞേ? ഒരുമിച്ച് റിട്ടയർമെന്റിന് മുന്നേ രണ്ടുപേരും മരിക്കും.
അല്ലല്ല, റിട്ടയർമെന്റ് മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ഓപ്ഷൻ കൊടുത്താൽ മതി. എനിക്ക് റിട്ടയർമെന്റ് ആകുമ്പോൾ സർവീസിൽ ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് OPS-ന്റെ, അതായത് ഓൾഡ് പെൻഷൻ സ്കീമിന്റെ ആനുകൂല്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഇപ്പൊ ലാസ്റ്റ് വന്ന ക്ലാരിഫിക്കേഷൻ. അപ്പൊ നമുക്ക് കിട്ടും, ആ നോമിനിക്ക് അത് കിട്ടും. ഫാമിലി മെമ്പേഴ്സ് അതനുസരിച്ച്, അതായത് ഓൾഡ് പെൻഷൻ പോലെയുള്ള സംഭവങ്ങൾ കിട്ടും. പെൻഷൻ കിട്ടും അതോ നമ്മൾ അടച്ച പൈസയാണോ? അല്ല, അടച്ച പൈസയൊന്നുമല്ല. അങ്ങനെ വരുമ്പോ അടച്ച പൈസക്ക് എന്ത് സംഭവിക്കുന്ന ചോദിച്ചാൽ, ഇപ്പൊ സർവീസ് ഇരുന്ന് മരിക്കുന്ന കേസിൽ നമ്മൾ ഈ ഭാര്യ ഭർത്താവിനെ ഒന്നും നോക്കണ്ട. നമുക്ക് പഴയ പെൻഷൻ സ്കീമിന് ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്, അതനുസരിച്ച് കിട്ടും ആ ഓപ്ഷൻ കൊടുത്താൽ. അപ്പൊ അന്നേരം എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അടച്ച പൈസ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, നമ്മൾ ഈ 10% നമ്മളും 14% ഗവൺമെന്റും അടച്ചു അല്ലെ. UPS ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10% നമ്മളും 18% ഗവൺമെന്റും അടച്ചു അല്ലെ. അങ്ങനെ അടച്ച തുകയുണ്ടല്ലോ, ആ തുകയില് 10 നമ്മൾ അടച്ചതും അതിന്റെ റിട്ടേൺ നമുക്ക് തിരിച്ചു വരും, ബാക്കി ഗവൺമെന്റ് പോകും. എന്നിട്ട് നമുക്ക് കിട്ടും, ബാക്കി ഗവൺമെന്റ് പോകും. എന്നിട്ട് നമ്മളെ OPC മാറ്റി, NPS മാറ്റിയിട്ട് നമുക്ക് പഴയ പെൻഷൻ സ്കീമിന്റെ ബെനിഫിറ്റ് കിട്ടും. സർവീസ് മരിച്ചാൽ നല്ലതാണ്. ആണല്ലേ? ഓ പഴയ പെൻഷൻ സ്കീമിന്റെ ബെനിഫിറ്റ് പഴയ പെൻഷന്റെ ഫാമിലി മെമ്പേഴ്സിന് കിട്ടുന്ന പോലെ കിട്ടും. അത് അതിനെപ്പറ്റി ചർച്ച ചെയ്യാത്തതിന്റെ കാര്യം, അത് NPS-ലും ഉണ്ട്, UPS-ലും ഉണ്ട്, OPS-ലും ഉണ്ട്. സർവീസ് ഇരുന്ന് മരിക്കുന്നവരെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം പോലെ ഇപ്പൊ പുതിയ ക്ലാരിഫിക്കേഷൻ വന്നോടെ അത് ക്ലിയർ ആയി. മനസ്സിലായോ? കാരണം NPS-ലും അങ്ങനെ തന്നെയാണല്ലേ? NPS-ലും അങ്ങനെയാണ്, OPS-ലും അങ്ങനെയാണ്. അതെല്ലാം ഒരുപോലെ ആക്കി. അതാണ് ഇപ്പൊ ലാസ്റ്റ് വന്ന ക്ലാരിഫിക്കേഷൻ. അതിന്റെ അകത്ത് നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട. കാരണം അതനുസരിച്ച് നമുക്ക് പഴയ പെൻഷൻ സ്കീമില് എല്ലാ ബെനിഫിറ്റും സർവീസ് ഇരുന്ന് മരിച്ചാൽ കിട്ടും. പെൻഷനും ഒക്കെ ഉണ്ട്, അത് കിട്ടും. അതുപോലെ കമ്പാഷനേറ്റ് അപ്പോയിന്റ്മെന്റ്, അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളേ അല്ല, അതെല്ലാം ഉണ്ട്. അല്ല, അടച്ച തുകയും തിരിച്ചു കിട്ടുമായിരിക്കും അല്ലേ? ഈ തുക നമുക്ക് തിരിച്ചു കിട്ടും. തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ച തുക മാത്രം, ഗവൺമെന്റ് തുക കിട്ടിയല്ല. നമ്മൾ അടച്ച തുക മാത്രം കിട്ടും. അത് കിട്ടി. അങ്ങനെ നമ്മളെ പിന്നെ നമ്മൾ OPS-ന്റെ ബെനിഫിറ്റാ. നമ്മളത് തുക തിരിച്ചു നമ്മുടെ കച്ചവടം കഴിഞ്ഞല്ലോ, ബാക്കി ഗവൺമെന്റ് പോകും. പിന്നെ നമുക്ക് OPS-ന്റെ ബെനിഫിറ്റാ, ഓൾഡ് പെൻഷൻ സ്കീമിന്റെ ബെനിഫിറ്റ് കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ആ ബെനിഫിറ്റ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് NPS-ന്റെ ബെനിഫിറ്റ്സ് വേണം സ്വീകരിക്കാം. UPS-ന്റെ എന്തൊക്കെയാണെന്ന് കൃത്യം പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ അങ്ങനെ ഓപ്ഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് NPS-ന് വേറെ പരിപാടി ഉണ്ട്. NPS 20% നമുക്ക് തരുള്ളൂ, ബാക്കി 80% വെച്ച് നമ്മുടെ നോമിനിക്ക് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതിനേക്കാളൊക്കെ ലാഭം ഇതാ. നമ്മളിപ്പോ ഇത് ചെയ്യുമ്പോ തന്നെ ഇത് OPS-ന് ഇത് സെലക്ട് ചെയ്യണമായിരിക്കും? അല്ലല്ല, നമ്മൾ UPS ചെയ്യുമ്പോ തന്നെ നമ്മൾ മരിച്ചാൽ എന്ത് ചെയ്യണം, നമ്മൾ സർവീസിൽ ഇരുന്ന് അൺഫിറ്റ് ആയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. ആ ഓപ്ഷൻ എത്രയും വേഗം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന് ജൂൺ 30 ലാസ്റ്റ് ഡേറ്റ് അല്ല. അതായത് നമ്മൾ UPS വേണമെന്ന് തീരുമാനിക്കാൻ മാത്രമാണ് ജൂൺ 30 ലാസ്റ്റ് ഡേറ്റ്. നമ്മൾ സർവീസ് ഇരുന്ന് മരിക്കുകയോ നമ്മൾ സർവീസ് ഇരുന്ന് അൺഫിറ്റ് ആവുകയോ അതിലെ പിരിച്ചുവിടുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. നമുക്കത് കഴിഞ്ഞ് കൊടുക്കാം. എത്രയും വേഗം കൊടുക്കണമെന്ന് മാത്രം. അതായത് ഓപ്ഷൻ ഫോർ ഓൾഡ് പെൻഷൻ സ്കീം വേണം നമുക്ക് കൊടുക്കാം. അത് എത്രയും വേഗം കൊടുക്കണമെന്നുള്ളൂ. ഓൾഡ് പെൻഷൻ സ്കീമിന്റെ ഓപ്ഷൻ കൊടുത്താൽ ഇതാണ് പരിപാടി. നമ്മൾ സർവീസ് ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ, സർവീസ് ഇരുന്ന് മരിച്ചാൽ മാത്രം നമുക്ക് നമ്മൾ അടച്ച 10% അതിന്റെ റിട്ടേൺ നമുക്ക് തരും, ബാക്കിയുള്ള ഗവൺമെന്റ് അക്കൗണ്ടിൽ പോകും. എന്നിട്ട് ഓൾഡ് പെൻഷൻ സ്കീമിന്റെ ബെനിഫിറ്റ് കിട്ടും. ഇതാണ് അതിന്റെ. അത് എല്ലാത്തിനും ഒന്നാണ്. അപ്പൊ പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. NPS-ലും അതുപോലെ തന്നെയാണ്. സാറേ, ഒരു സംശയം. സന്ധ്യയാണ്. സന്ധ്യ പറഞ്ഞു. സാറേ, ഇപ്പം NPS-ൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു ഓപ്ഷൻ കൊടുക്കണോ? NPS-ൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർ ഓപ്ഷൻ കൊടുക്കണ്ട. ഓപ്ഷൻ കൊടുത്തില്ലെങ്കിൽ NPS-ൽ തുടരും. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ UPS മാത്രം. NPS-ന്റെ ഒരു ഓപ്ഷനാണ് UPS. NPS-ൽ ഉള്ളവർക്ക് UPS-ലേക്ക് മാറണമെങ്കിൽ മാത്രം ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻ കൊടുക്കണ്ട. ഇനി ആരാ കൈ പൊക്കിയിട്ടുള്ള മെസ്സേജ് ഉണ്ടോ എന്ന് വായിക്കാം. ആരെങ്കിലും മെസ്സേജ് കിട്ടുന്നില്ല എനിക്ക്. ഗോകുൽ കൈ പൊക്കിയിട്ടുണ്ട്. അല്ല ഉണ്ടെങ്കിൽ ചോദിക്കാം. മുത്തു സാറേ, ഗോകുലായിരുന്നേ. ഗോകുൽ പറഞ്ഞു. സാറേ, നമ്മൾ ഈ ഫണ്ട് മാനേജറിനെ നമ്മളിപ്പം സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിപ്പോ NPS-ല് ചിലവരിപ്പം ഓൾറെഡി തന്നേക്കുന്നതിൽ നിന്നും HDFC-യിലോട്ട് ഫണ്ട് മാനേജർ മാറിയവരുണ്ട്, ICICI-യിലോട്ട് ഫണ്ട് മാനേജർ മാറിയിട്ടുള്ളവരുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ UPS-യിലോട്ട് മാറുമ്പം ഈ 28% 10%, 8.5% ഈ പോകുന്ന അതേ ഫണ്ട് മാനേജറിലോട്ട് തന്നെയാണോ പോകുന്നത് നമ്മൾ ഒപ്റ്റ് ചെയ്ത്? അല്ല, അത് നമ്മൾ UPS-ൽ ഡിഫോൾട്ട് സെറ്റപ്പ് ഉണ്ട്. അവർ പറയുന്നുണ്ട് UPS-ൽ ഡിഫോൾട്ട് സെറ്റപ്പ് ഉണ്ട് ഇതുപോലെ തന്നെ. ആ ഡിഫോൾട്ട് സെറ്റപ്പിലേക്കാണ് പോകുന്നത്. ഇപ്പൊ NPS-ൽ തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് സെറ്റപ്പ് ഉണ്ടല്ലോ.
അതാ മറ്റേ SBIയും അതെ അതെ, അതിലേക്ക് പോകുന്നത് പോലെ നമ്മുടെ ഇപ്പോഴത്തെ NPS-ന്റെ റിട്ടേൺ നമ്മളുടെ ഇതിന്റെ ഡിഫോൾട്ട് സെറ്റപ്പിലേക്ക് പോകും. അവിടെ നമുക്ക് മാറ്റിയിടാം, നമുക്ക് ഇതുപോലെ മാറ്റിയിടാം. ഓക്കെ, UPS-ലോട്ട് ഓപ്റ്റതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ഇവിടെ മാറ്റിയതുപോലെ അവിടെ മാറ്റാം. നമ്മൾ ഇത് ഇവിടെ മാറ്റിയ പോലെ മാറ്റാം, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ സാർ, ഈ ലംസം എമൗണ്ട് കിട്ടുന്നതിന്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം സാർ ഇപ്പം അവസാനം നമുക്ക് 1 ലക്ഷം രൂപ ബേസിക്കും അന്നൊരു 50% DA ആണെന്ന് വെച്ചാൽ അപ്പൊ 1.5 ലക്ഷം രൂപയല്ലോ. അതിന്റെ 10-1 സാർ 6 മാസത്തേക്ക് പോകുന്നത്. അപ്പം 15,000 രൂപ 6 മാസത്തേക്ക് പോകും. അപ്പൊ ഒരു വർഷം ആകുമ്പോൾ 30,000 ഇൻറ്റു ടോട്ടൽ സർവീസ് ആണോ ലംസം എമൗണ്ട് കാൽക്കുലേഷൻ വരുന്നത്? ലംസം കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് ബേസിക്കും DAയും കൂടെ കൂട്ടുക. ലാസ്റ്റത്തെ ബേസിക്കും DAയും കൂടെ കൂട്ടുക. അതാ സാർ, ഒരു 1.5 ലക്ഷമായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. അത് 1 ലക്ഷമാണ് ബേസിക്, 1/2 ലക്ഷം DAയും കൂടെ കൂട്ടി 1.5 ലക്ഷം. ഓക്കെ, അതിന്റെ 10% കാണുക. അപ്പൊ 15,000 രൂപ. 15,000 രൂപ. അതിനെ നിങ്ങൾ എത്ര വർഷം സർവീസ് ഉണ്ടാകും ഡബിൾ കൊണ്ട് ഗുണിക്കുക. അതായത് എത്ര 6 മാസം സർവീസ് ഉണ്ടാകും കൊണ്ട് ഗുണിക്കുക. ഈ 15,000 എത്ര 6 മാസം സർവീസ് ഉണ്ടോ ഗുണിക്കുക. അതായത് എത്ര വർഷം ഉണ്ടോ അതിന് ഡബിൾ കൊണ്ട് ഗുണിക്കുക. അത്രേ ഉള്ളൂ. അതായത് അതിലൊരു 25 എന്ന് കണ്ടു സാർ. അപ്പൊ മിനിമം 25 വർഷമാണ് അവിടെ. ചിലപ്പോൾ 38 വർഷം സർവീസ് ഉള്ളവരാണെങ്കിൽ 15 × 2 30,000 × 38 സർവീസ് ആണോ കൂട്ടണ്ടേ? അങ്ങനെയാണോ അതോ 25 ആണോ മിനിമം? അതാണ് ചോദിച്ചത്. അങ്ങനെയല്ല, അതൊന്നുമില്ല. അത് ഏതൊരു കേസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കണ്ടത്, മനസ്സിലായോ? അത് അവിടുത്തെ കേസ് സ്റ്റഡിയാണ്. നമ്മൾക്ക് 10 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ള എല്ലാവർക്കും അവരവർക്ക് എത്ര വർഷം സർവീസ് ഉണ്ടോ അതുകൊണ്ട് കുടിക്കണം. ഇപ്പോ 10 വർഷം 6 മാസം സർവീസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് അത് 21 കൊണ്ടാണ് കുടിക്കേണ്ടത്. ഓക്കെ, അതായത് ഒരു 6 മാസത്തേക്കുള്ളതിന് ×2 സർവീസ് കുടിച്ചാൽ മതിയല്ലോ, കറക്റ്റ് ആവും. അതെ, മതി. അതിന്റെ 6 മാസം കംപ്ലീറ്റഡ് 6 മന്ത്സ് ആണ്. ഇപ്പൊ 10 വർഷവും 11 വർഷം 8 മാസം സർവീസ് ആണെന്ന് വെച്ചു. അപ്പൊ 11 × 2 22 പ്ലസ് 8 മാസത്തിന് ഒരെണ്ണേ കിട്ടത്തുള്ളൂ, 6 മാസത്തിന് ഒന്നേ കിട്ടുള്ളൂ. അപ്പൊ 22 23. അപ്പൊ അതിന് 23 കൊണ്ടാണ് കുടിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായി. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു. അതായത് സാർ, നമ്മൾ 60% UPS-ൽ നിന്ന് നമ്മൾ പിൻവലിക്കുന്നുണ്ടല്ലോ. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് അവസാനം 1 കോടി രൂപയുടെ ഫണ്ടിലുണ്ടെങ്കിൽ അയാള് അതുപോലെ 1 ലക്ഷം രൂപ ബേസിക് എന്ന് വെച്ചോ. അപ്പൊ 50% എലിജിബിൾ ആണല്ലോ, 25. ഇതിന് 60%, അതായത് 60 ലക്ഷം രൂപ നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 20,000 രൂപയും ആ സമയത്തുള്ള DA ആയിട്ടല്ലേ കിട്ടുന്നത്, പ്രസന്റ്. അല്ലല്ല, ഒന്നുകൂടെ പറഞ്ഞ്, നമ്മൾ 60% പിൻവലിക്കുന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? അതായത് 60%, അതായത് 60 ലക്ഷം രൂപ പിൻവലിച്ചു സാർ. ബാക്കി 40 ലക്ഷം ഉണ്ട്. അത് ഗവൺമെന്റ് എടുക്കുവാണല്ലോ. അത് ഗവൺമെന്റ് എടുക്കുന്നതല്ല. NPS-ലാണെങ്കിൽ ആ 40 ലക്ഷത്തിന് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. 40 ലക്ഷത്തിന് NPS ആണെങ്കിൽ അത് 7.5% നമ്മൾ പറയപ്പെടുന്ന ഒരു ബാങ്കിലോട്ട് അവർ FD ഫിക്സ് ചെയ്യുമല്ലേ, ഒരു പെൻഷൻ അക്കൗണ്ടിലോട്ട്. ഇപ്പോഴും 7.5% അറിയാൻ കഴിഞ്ഞ. അല്ല, അങ്ങനെ അത് ഡിഫോൾട്ട് സെറ്റപ്പ്. ബാങ്ക് പലിശയായിട്ടല്ല തരുന്നത്. അത് ആനുവിറ്റി ബൈ ചെയ്യുക എന്നുള്ളതാണ്. അത് പോളിസി ബൈ ചെയ്തിട്ട് അതിന്റെ റിട്ടേൺ ആയിട്ട് നമുക്ക് തരുക ചെയ്യും. അല്ലാതെ ബാങ്കിലേക്ക് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുകയല്ല. അത് NPS-ന്റെ അല്ലേ ഉദ്ദേശിച്ചത്? NPS-ന്റെ അല്ലേ ഉദ്ദേശിച്ചത്? NPS-ന്റെ ഞാൻ ഉദ്ദേശിച്ചത് UPS ആണ് സാർ. അതായത് UPS-ൽ അവർ എന്നാ ചെയ്യുന്നുള്ളത് വ്യക്തമല്ല. പക്ഷെ നമുക്ക് UPS-ൽ ഇത്ര രൂപ വെച്ച് നമുക്ക് തന്നിരിക്കുക. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ. UPS-ൽ പിന്നീട് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഫണ്ട് എങ്ങനെ ഗ്രോ ചെയ്യുന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അതല്ല സാറേ, ഞാൻ ഡൗട്ട് അതല്ല. 60 ലക്ഷം രൂപ നമ്മൾ പിൻവലിച്ച് നമ്മൾ എടുത്തു, പ്ലസ് നമ്മുടെ 50,000 രൂപ. അപ്പൊ 60% കട്ട് ആവുമല്ലോ. അപ്പൊ പുതിയ ബേസിക് എന്ന് പറയുമ്പോൾ 20,000 രൂപ ആവുമല്ലോ നമ്മുടെ. അത്രേ ഉള്ളൂ. 20,000 രൂപ പ്ലസ് ആ സമയത്തുള്ള DA അല്ലേ നമുക്ക് പിന്നെ പെൻഷൻ ആയിട്ട് അതെ. അത് ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്. അത് പിന്നീടുള്ള ഫണ്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ അവരുടെ ജോലിയാണ്. നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പെൻഷൻ ചെയ്യും. അത്രേ ഉള്ളൂ. ഹലോ സാറേ. എനിക്ക് 23 വർഷത്തെ സർവീസ് ഉണ്ട് സാറേ. അപ്പൊ അത് നല്ലത് OPS NPS സർവീസ് ഇതിനകത്ത് വലിയ ഇത് ഫാക്ടർ അല്ലാന്നാ ഞാൻ പറയുന്നത്. 23 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ അവിടെ വരും. ഏകദേശം നിങ്ങൾ റിട്ടയർ ആകുമ്പോൾ നിങ്ങൾക്ക് വലിക്കണ്ട കിട്ടുന്ന തുക തുല്യമായിരിക്കും റിട്ടയർ ആകുമ്പോൾ. ഓക്കെ, റിട്ടയർ ആകുമ്പോൾ കിട്ടുന്ന തുക തുല്യമായിരിക്കും. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് NPS കിട്ടുന്നതിനേക്കാളും ഒരു 1.5 ടൈംസ് എങ്കിലും UPS കിട്ടും. പിന്നെ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ UPS ആണെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ മരിച്ചിട്ട് 60% പെൻഷൻ കിട്ടും. ഭാര്യയും കൂടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടത്തില്ല. NPS ആണ് നിങ്ങൾ മരിക്കുമ്പോഴേ മിച്ചമുള്ള തുക മുഴുവൻ നിങ്ങളുടെ നോമിനിക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ.
അപ്പൊ അതാ പറഞ്ഞ കൂടുതൽ കാലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ UPS ആയിരിക്കും, പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ NPS ആയിരിക്കും ലാഭം. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ജനറലി, എത്ര വേണം സർവീസ് ഉണ്ടെങ്കിലും. ഇപ്പൊ അതിന്റെ അകത്ത് 10 വർഷം പോലെ കുറഞ്ഞ സർവീസ് ഉള്ളവർക്ക് UPS കൂടുതൽ ലാഭമായിരിക്കുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ്, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ. ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചിട്ട് പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോവാം. കുറെ പേര് ക്വസ്റ്റ്യൻ എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്, അത് മാത്രം ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളവരിലേക്ക് വരാം. UPS എംപ്ലോയി റിട്ടയർമെന്റ് കഴിഞ്ഞ് മരിച്ചാൽ ഫാമിലി പെൻഷൻ ഉണ്ടോ? ഉണ്ട്, അത് പറഞ്ഞാണ്. വേർ ടു ഫിൽ ഫോം ഫോർ OPS ഇൻ കേസ് ഓഫ് ഡെത്ത് ഓർ അൺഫിറ്റ് ഓൺ ഡ്യൂട്ടി. അത് അതിൻ്റെ അകത്തൊരു ഫോം പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ആ ഫോം നമ്മൾ ഇത് ഈ ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വെൽഫെയർ സെക്ഷനിൽ ചോദിച്ചാൽ കിട്ടും ആ ഫോം. ആ ഫോം അല്ലേ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഫോമിനെ പറ്റി ഇപ്പൊ ഈ പുതിയ ക്ലാരിഫിക്കേഷനിൽ ആ ഫോമിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ PDF എൻ്റെ കയ്യിലില്ല. അത് നമ്മുടെ ഓഫീസിൽ ചോദിച്ചാൽ മതി, മോസ്റ്റ്ലി കിട്ടും. ഇല്ലെങ്കിൽ നെറ്റിൽ നിന്നാണെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ NBSൽ എംപ്ലോയി ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, രാജ്കുമാർ പിള്ളേ, ഞാൻ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ആ ഫോം ആർക്കാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഈ UPS ഓപ്ഷൻ കൊടുക്കുന്നതോടെ തന്നെ നമ്മുടെ DPOക്ക് തന്നെ സബ്മിറ്റ് ചെയ്താൽ മതി, മാനുവലായിട്ട്. വെൽഫെയർ നമ്മുടെ സെറ്റിൽമെന്റ് സെക്ഷൻ DPO ഓഫീസിലെ അവിടെ കൊടുത്താൽ മതി. ഓക്കെ. അടുത്തത് NBSൽ എംപ്ലോയി മരിച്ചാൽ ഫാമിലി പെൻഷൻ കിട്ടുമോ? NBSൽ എംപ്ലോയി മരിച്ചാല് നിങ്ങൾ ആദ്യം എടുക്കുന്ന ഓപ്ഷൻ പോലെ ഇരിക്കും. ഫാമിലി പെൻഷൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്, റിട്ടേൺ കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്ന റിട്ടേൺ കിട്ടുന്ന ഓപ്ഷനാണ്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ എന്ന് എനിക്ക് തോന്നുന്നു. എംപ്ലോയി മരിച്ചു കഴിഞ്ഞാൽ ബാക്കി പൈസ മുഴുവൻ കിട്ടുന്നത്. ഇനി അല്ല, ഫാമിലി പെൻഷൻ നോമിനി ആരാണോ നോമിനിക്ക് ഫാമിലി പെൻഷൻ കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നോമിനിക്ക് അവിടെ തന്നെ ഇട്ട് മേടിക്കാം. അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട് NBSൽ. NBS എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ഈ ഫാമിലി പെൻഷൻ പോലെയല്ല, നമ്മൾ ഇടുന്ന പൈസയുടെ റിട്ടേൺ എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഒരു പെൻഷൻ എന്നുള്ള ഒരു സ്കീം നമ്മൾ എത്ര പൈസ ഇടുന്നു അതിനനുസരിച്ച് റിട്ടേൺ. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് എത്രയാണോ അതനുസരിച്ച് നമുക്ക് പെൻഷൻ. ജീവിച്ചിരുന്നാല് പിന്നെ NBS ജീവിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടും, ജീവിച്ചിരുന്ന് മരിച്ചു കഴിയുമ്പോൾ ആ സാധനം റിട്ടേൺ കിട്ടും. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പെൻഷൻ കുറവായിരിക്കും കിട്ടുന്നത്. UPS എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല പെൻഷൻ കിട്ടും, മരിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ്. NBS ജീവിച്ചിരുന്നാലും മരിച്ചാലും ഒക്കെ ലാഭവും നഷ്ടമൊക്കെ ഒരുപോലെ. ഇതാണ് വ്യത്യാസം. ഫാമിലി പെൻഷൻ ആയിട്ടല്ല, അത് നമ്മൾ 4 ഓപ്ഷൻ ഉണ്ട് NBSൽ നമ്മൾ എടുക്കുക. 4 ഓപ്ഷൻ ഏത് ചൂസ് ചെയ്യുന്ന അനുസരിച്ചാണ് ഫാമിലി പെൻഷൻ കിട്ടുമോ ഇല്ലയോ തീരുമാനിക്കുന്നത്. മോസ്റ്റ്ലി രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും എല്ലാവരും എടുക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ കിട്ടും, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ നോമിനിക്ക് ബാക്കി പൈസ മുഴുവൻ കിട്ടുന്നതാണ്. അല്ലാതെ എടുക്കാം, അത് എടുക്കുന്നതനുസരിച്ച് കിട്ടും. പിന്നെ അടുത്ത ഇന്ദു സുധാകരൻ, 25 വർഷത്തിന് ശേഷം VRS എടുക്കുന്ന കേസ് ഒന്ന് പറയാമോ? 25 വർഷത്തിന് ശേഷം VRS എടുക്കുന്ന UPSലെ കേസായിരിക്കും ഉദ്ദേശിച്ചത്. 25 വർഷത്തിന് ശേഷം UPSൽ VRS എടുക്കാം. VRS എടുക്കുമ്പോൾ നമുക്ക് 20% നമ്മുടെ ടോട്ടലുള്ള തുകയുടെ 20% മാത്രമേ നമുക്ക് തരുള്ളൂ. സോറി 20% VRS. അതെ, UPSൽ എടുക്കുമ്പോൾ NBS ഞാൻ പറഞ്ഞു. UPSൽ എടുക്കുമ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ വിഡ്രോവൽ എല്ലാം നടക്കും. അതായത് 60% വരെ നമുക്ക് വിഡ്രോ ചെയ്യാം, എല്ലാം കിട്ടും. പക്ഷെ പെൻഷൻ കിട്ടിയല്ല, പെൻഷൻ മാത്രം കിട്ടിയല്ല. നമ്മൾ സാധാരണ റിട്ടയർ ആകുന്ന പോലെ വിഡ്രോവൽ നടത്താം, പക്ഷെ പെൻഷൻ കിട്ടിയല്ല. പെൻഷൻ നമുക്ക് 60 വയസ്സാവുമ്പോൾ, അതായത് നമ്മൾ അല്ലാതെ റിട്ടയർ ആകുന്ന സമയം ഏതാണോ ആ സമയത്ത് നമുക്ക് പെൻഷൻ കിട്ടും. ആ സമയത്ത് നമ്മള് VRS എടുക്കുന്ന സമയത്ത് ബേസിക് ഏതാണോ അത് വെച്ചിട്ടുള്ള പെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുവരെ നമുക്ക് നമ്മുടെ ലംസം എല്ലാം കിട്ടും, ലംസം കിട്ടും, നമ്മുടെ 60% വിഡ്രോയിൽ അതും കിട്ടും. അതാണ് ചെയ്യുന്നത് 25 വർഷം കഴിഞ്ഞത്. ഓക്കെ. ഇനി NBSൽ റിട്ടയർമെന്റിന് ശേഷം എംപ്ലോയി മരിച്ചാൽ ഫാമിലി പെൻഷൻ കിട്ടും. NBSൽ റിട്ടയർമെന്റിന് ശേഷം എംപ്ലോയി മരിച്ചാൽ, അത് ഞാൻ ആദ്യം പറഞ്ഞാണ്. അത് നമ്മൾ ആ എടുക്കുന്ന ആദ്യത്തെ ഓപ്ഷൻ പോലെ ഇരിക്കും. NBS തുടങ്ങും, നമ്മൾ ബാങ്കിൽ നിന്ന് നമ്മൾ ഇതൊക്കെ വരുമല്ലോ. അപ്പൊ അന്നേരം നമ്മൾ വായിച്ചിട്ട് അതിൽ കൂടെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിൽ ഏത് ഓപ്ഷനാണോ അതനുസരിച്ച് കിട്ടും. കൂടുതലും എടുക്കുന്നത് പൈസ പറഞ്ഞു. ദേവികയാണ്. ഈ VRS എടുത്തിട്ട് ഇതിന്റെ ഇടയ്ക്ക് 60 വയസ്സിനിടയിൽ ആൾ മരിച്ചു പോയാലോ? VRS എടുത്ത് UPSൽ, അതാ പറഞ്ഞ, അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല. ഇതുവരെ എനിക്ക് ക്ലാരിഫിക്കേഷൻ വന്നില്ല. അതൊരു റിസ്ക് ഫാക്ടറാണ് ഇതിന്റെ അകത്ത്. അതായത് അത് ഞാൻ ദേവി ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. അതായത് നമ്മള് ദേവി ഇപ്പൊ 55 വയസ്സിൽ VRS എടുക്കുന്നു, 5 റിട്ടയർ ഇത് 60% വിഡ്രോ ചെയ്ത് അതും കിട്ടി, ലംസം കിട്ടി, എല്ലാം കൈ കിട്ടി. ഇനി 40% തുക എവിടെ ഉണ്ട്? എപ്പോഴും 60 വയസ്സാകുമ്പോഴേ പെൻഷൻ കിട്ടുള്ളൂ. 60 വയസ്സിന് വെയിറ്റ് ചെയ്യുക നമ്മള്. പക്ഷെ അതിനോടിടയ്ക്ക് നമ്മൾ മരിച്ചു പോകുന്നു. അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതിനോടൊക്കെ മരിച്ച എന്താണെന്ന് അറിയത്തില്ല. ഇതുവരെ ക്ലാരിഫൈ ചെയ്തിട്ടില്ല അതിനെപ്പറ്റി. അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ വരും. നമുക്കിപ്പോ അതിനെപ്പറ്റി അറിയില്ല. ഈ സർക്കാരിലൊന്നും അതിനെപ്പറ്റി ഇല്ല. ഇപ്പൊ വന്ന പോലത്തെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വരും, അന്നേരം പറയാൻ പറ്റുള്ളൂ. NBSന്റെ സർപ്ലസ് കേസ് UPSൽ വരുമോ? NBSലെ സർപ്ലസ് പൈസ ആയിരിക്കും ഉദ്ദേശിച്ചത്. UPSൽ വരുമോ എന്നാണ്
NPS എമൗണ്ട് വഴി UPS മാറും. 10+10 ആദ്യം ഇട്ടത് IC തന്നെ വരും, ഇൻഡിവിജ്വൽ കോർപ്പസിൽ വരും. ബാക്കിയുള്ളത് പൂൾഡ് കോർപ്പസ് ആയിരിക്കും തോന്നുന്നു. അതിനെപ്പറ്റി എനിക്ക് അത്ര വ്യക്തമല്ല. എന്താണെങ്കിലും ആ ഫണ്ട് എങ്ങനെയൊക്കെ കൃത്യമായിട്ട് പോകുന്നത്. NPS പൈസ വഴി UPS വരും, ഇതേ ഉള്ളൂ. ബാക്കി ചോദ്യം വ്യക്തമല്ല. ഐ തിങ്ക് ആഫ്റ്റർ റിട്ടയർമെന്റ് ആ 40% മാർക്കറ്റിൽ പോവില്ല എന്ന് തോന്നുന്നു. ആഫ്റ്റർ റിട്ടയർമെന്റ് 40% എവിടെ പോയാലും UPSനെ സംബന്ധിച്ച് നമുക്കൊരു വിഷയമല്ല. അവർ ഗ്യാരണ്ടി പെൻഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ബേസിക് പ്ലസ് DA നമുക്ക് പെൻഷൻ കിട്ടിയിരിക്കും. റിട്ടയർ ആകുമ്പോൾ നടത്തുന്ന വിഡ്രോവൽ NPS ആണെങ്കിലും UPS ആണെങ്കിലും ടോട്ടൽ എമൗണ്ട് 60% വരെയും, സർവീസിലുള്ള സമയത്ത് നടത്തുന്ന വിഡ്രോവൽ ഇടുന്ന തുകയുടെ 45. അതെ, ശരിയാണ്. റിട്ടയർ ആകുമ്പോൾ നടത്തുന്ന വിഡ്രോവൽ NPS ആണെങ്കിലും UPS ആണെങ്കിലും ടോട്ടൽ എമൗണ്ട് 60% വരെയാണ്. അവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ UPSൽ നമ്മൾ ഇടുന്ന 10 + 10 20 ആണ് IC, അതിന്റെ 60% പറ്റുള്ളൂ. NPS നമ്മൾ ഇടുന്ന 10 + 14 24% ഇടുന്നതിന്റെ 60% പറ്റും. അപ്പൊ NPS കുറച്ച് കൂടുതൽ തുക വിഡ്രോവൽ കിട്ടും. എങ്കിലും UPSൽ നമുക്ക് വേറെ ഒരു ലംസം ഉണ്ട്. ആ ലംസം കൂടെ കൂട്ടുമ്പോൾ ഏകദേശം മറ്റേന്റെ ഈക്വൽ ആയിട്ടുള്ള തുക കിട്ടും. അപ്പൊ ഏറെക്കുറെ ഫലത്തിൽ വലിച്ച് കിട്ടുന്ന തുക 60% ആണെങ്കിൽ രണ്ടും തുല്യമായിരിക്കും. അത് ഈ പറഞ്ഞ ശരിയാണ്. 60% വിഡ്രോവൽ ആണ്. ഇടുന്ന തുകയുടെ നമ്മൾ ഇടുന്ന തുകയുടെ 20% മാത്രമാണ്. അതെ, നമ്മൾ സർവീസിലുള്ളപ്പം നമുക്ക് ഇത്ര ഒന്നും വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. റിട്ടയർ ആകുമ്പോൾ നമുക്ക് നമ്മളും സർക്കാരും കൂടെ ഇടുന്ന തുകയുടെ 60% വിഡ്രോ ചെയ്യാം. സർവീസിലുള്ളപ്പോഴേക്കും നമുക്ക് വെറും 25, നമ്മൾ ഇടുന്നതിൽ 25 മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാണ് സാർ. സിംഗിൾ പാരന്റ് ആണെങ്കിൽ റിട്ടയർഡ് ആയതിനു ശേഷം മരണം സംഭവിച്ചാൽ കുട്ടികൾക്ക് NPSൽ നിന്നാണോ UPSൽ നിന്നാണോ ബെനിഫിറ്റ് കിട്ടുക? സിംഗിൾ പാരന്റ് ആണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിലും പ്രശ്നമില്ല. ഇപ്പൊ സിംഗിൾ പാരന്റ് അല്ലാതെ നോക്കുക, അയാളുടെ ഭാര്യയല്ലേ ഭർത്താവ് നേരത്തെ മരിച്ചു പോയാൽ സിംഗിൾ പാരന്റ് സൈഡ് എഫക്റ്റ് ആണ്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. സിംഗിൾ പാരന്റ് പ്രത്യേകിച്ചൊരു സംഭവമില്ല. സിംഗിൾ പാരന്റ് എന്ന് പറഞ്ഞാല് സിംഗിൾ പാരന്റ് നമുക്ക് ലിവിംഗ് പാർട്ണർ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ അപ്പൊ ഈ സെയിം കേസാണ്. ഇപ്പൊ പാർട്ണർ ആദ്യം മരിച്ചു പോകും, ആ കേസാണ് ഇവിടെ. അത്രേ ഉള്ളൂ. അതിൽ മരിച്ചു വെക്കുന്നത് ഇയാൾ മരിച്ചല്ല, അത്രേ ഉള്ളൂ. പരമാവധി ജീവിച്ചിരിക്കാനുള്ളൂ. അതേ തന്നെയാണ് സിംഗിൾ പാരന്റ് കേസ് വരുന്നത്. ഓക്കെ, ഓക്കെ. എഴുതിയ ക്വസ്റ്റ്യൻസ് ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. ഒന്നുകൂടെ ശ്രീനെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ശ്രീനുണ്ടോ സാറേ? കണ്ണൻ പറഞ്ഞു, ചോദിച്ചോ. സാറേ, പിന്നെ നമുക്ക് ഈ ലംസം എമൗണ്ട് കിട്ടുന്നില്ലേ? ആകുമ്പോ ലംസം എമൗണ്ട് കിട്ടുന്നല്ലോ സാറേ. ലംസം എമൗണ്ട് കിട്ടുമ്പോ അതില് നമുക്ക് ഈ നമ്മുടെ ഇൻഡിവിജ്വൽ കോർപ്പസിൽ നിന്ന് എന്തെങ്കിലും പെൻഷനായിട്ട് ബന്ധപ്പെട്ട് വ്യത്യാസം വരുമോ? ഇല്ല, ലംസം എമൗണ്ടും പെൻഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ലംസം എമൗണ്ട് കിട്ടുന്നത് ധൈര്യമായിട്ട് വാങ്ങാം, അതുകൊണ്ട് പെൻഷൻ കുറയത്തില്ല. ഓക്കെ സാർ, താങ്ക് യു. കുറയത്തില്ല. ഇനി ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ. പറഞ്ഞോ സാറേ, നമുക്ക് NPS ആണോ UPS ആണോ ബെനിഫിറ്റ്? ഞാനിപ്പോ കയറിയതേ ഉള്ളൂ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയതാ. ഇപ്പൊ കയറിയതേ ഉള്ളൂ, ഡ്യൂട്ടി കഴിഞ്ഞോളൂ. ജീവിച്ചിരിക്കാനാണെങ്കിൽ UPS ആണ്, ഉടനെ മരിക്കാനാണ് NPS. നമുക്ക് ലൈഫ് ഒറ്റ വാക്കിൽ അതേ പറയാൻ പറ്റുള്ളൂ. എന്താ സാറേ? ഒറ്റ വാക്കിൽ അത്രേ പറയാൻ പറ്റുള്ളൂ. കൂടുതൽ ജീവിച്ചിരിക്കാനാണെങ്കിൽ UPS ആണ് നല്ലത്, ഉടനെ മരിക്കാനാണ് NPS ആയിരിക്കും നല്ലത്. കാരണം മരിച്ചു കഴിഞ്ഞാല് NPSന് കുട്ടികൾക്കോ നോമിനിക്കൊക്കെ കിട്ടും പൈസ. UPSൽ അങ്ങനെ കിട്ടത്തില്ല. പക്ഷെ UPSൽ പെൻഷൻ കൂടുതൽ കിട്ടും, അത്രേ ഉള്ളൂ. ഡെത്ത് ബെനിഫിറ്റ് അങ്ങനെയുള്ള കിട്ടില്ല അല്ലെ? ഡെത്ത് ബെനിഫിറ്റ് അല്ല. NPSൽ ഡെത്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് മിച്ചം നമുക്ക് അവിടെ പൈസകളെല്ലാം കിട്ടും കയ്യില്. UPSൽ ഡെത്ത് ആയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടില്ല, പക്ഷെ പെൻഷൻ കൂടുതലായിരിക്കും. DA ബെനിഫിറ്റ് UPS കിട്ടും. അതെല്ലാം പറഞ്ഞ പെൻഷൻ വളരെ കൂടുതലായിരിക്കും. അതായത് പെൻഷൻ കൂടുതൽ കൂടിക്കൊണ്ടിരിക്കും DA അനുസരിച്ച്. പെട്ടെന്ന് മരിച്ചു പോയാൽ നഷ്ടവും, കൂടുതൽ ജീവിച്ചാൽ ലാഭവും UPS. പിന്നെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. റിട്ടയർ ടൈമിൽ 60% വിഡ്രോ ചെയ്തെങ്കിൽ ആഫ്റ്റർ ഡെത്ത് ആ എമൗണ്ട് 60% നോമിനിക്ക് കിട്ടുമോ? അതെങ്ങനെ? റിട്ടയർമെന്റ് ടൈമില് നമ്മൾ 60% വിഡ്രോ ചെയ്തു, കൈ പിടിച്ചു. പിന്നെ ആഫ്റ്റർ ഡെത്ത് പിന്നെ 40% അല്ലേ ഉള്ളൂ. അതിന്റെ പെൻഷൻ കിട്ടും അല്ലെ? ആ 40%-ലാണ് നമുക്ക് NPSലാണെങ്കിൽ 40% റിട്ടേൺ ആണ് പെൻഷൻ ആയിട്ട് കിട്ടുന്നത്.
മരിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ആ 40% പിന്നെ നോമിനിക്ക് കിട്ടും നോർമലി. അല്ലെങ്കിൽ അയാൾ വേറെ ഓപ്ഷൻ സ്വീകരിക്കണം, അയാൾക്ക് പെൻഷൻ ആക്കി മേടിക്കുക എന്തെങ്കിലും ചെയ്യാം, എന്നാലും നോമിനി കിട്ടും. UPSൽ ആ 40% കിട്ടില്ല. UPSൽ ആ 40% പോയി. ആ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന 40%, 60 അല്ല. അപ്പൊ ആ 40% എന്ന് പറഞ്ഞാൽ UPSൽ ആ 40% പോയി. അത് ഒന്നുകിൽ അത് ഭാര്യക്ക് അല്ലെ ഭർത്താവിന് കിട്ടും, ജീവിച്ചിരിക്കുന്ന 60% ആയിട്ട് ഫാമിലി പെൻഷൻ കണ്ടിന്യൂ ചെയ്യാം. അവരും കൂടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി, പിന്നെ അത് കിട്ടത്തില്ല. അതുകൊണ്ട് പെൻഷൻ കൂടുതലാണ് കിട്ടുന്നത്, മനസ്സിലായില്ലേ? ആ പൈസ കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് ജീവിച്ചിരിക്കുന്ന പെൻഷൻ കൂടുതൽ കിട്ടുന്നത്. വിഡ്രോ ചെയ്തില്ല എങ്കിൽ, റിട്ടയർ ടൈമിൽ വിഡ്രോ ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ റിട്ടയർമെന്റ് ടൈമിൽ 60% വിഡ്രോ ചെയ്തില്ലെങ്കിൽ ആ ഡെത്ത് 60% നോമിനിക്ക് കിട്ടുമോ? നോമിനിക്ക് എന്തിനാ 60% വിഡ്രോ ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം നമുക്ക് 1 കോടി രൂപയുണ്ട്, നമ്മൾ 60% വിഡ്രോ ചെയ്യുവാണെങ്കിൽ 40 ലക്ഷം രൂപയ്ക്ക് നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. അല്ല സോറി, 40 ലക്ഷം NPSൽ. ഇനി UPSലാണെങ്കിൽ നമുക്ക് 40% പെൻഷൻ കിട്ടുള്ളൂ. ഇനി വിഡ്രോ ചെയ്തില്ലെങ്കിൽ ഫുൾ 100% പെൻഷൻ കിട്ടും. നിങ്ങൾക്ക് 40 രൂപ പെൻഷൻ കിട്ടുന്നതിന്റെ സ്ഥലത്ത് നിങ്ങൾക്ക് 100 റുപ്പീസ് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. UPSൽ അല്ല, UPSൽ മരിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല, UPSൽ നിങ്ങളുടെ പെൻഷൻ 100% ആവുകയും ചെയ്യും. ആ പെൻഷൻ നിങ്ങൾക്ക് തന്നെ ജീവിച്ചിരിക്കുമ്പോഴാണ് കിട്ടുന്നത്, മരിച്ചു കഴിഞ്ഞ് കിട്ടത്തില്ല. മരിച്ചു കഴിഞ്ഞ് ഫാമിലിക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മുടെ അടക്കണ പൈസ കിട്ടൂല അല്ലെ? അടക്കണ പൈസ UPSൽ കിട്ടില്ല. അതിനുവേണ്ടി നിങ്ങൾ UPSൽ ചേരണ്ട. അടക്കണ പൈസ NPSലേ കിട്ടൂ. അടക്കണ പൈസ കിട്ടണമെങ്കിൽ NPS മരിച്ചു കഴിഞ്ഞാൽ കിട്ടൂ. അടക്കണ പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 60% വരെ കിട്ടും കേട്ടോ, അതെല്ലായിടത്തും കിട്ടും. 60% കിട്ടും. ബാക്കി 40% അത് NPS ആണെങ്കിലും UPS ആണെങ്കിലും കിട്ടും 60% അല്ലെ? 60% NPS ആണെങ്കിലും UPS ആണെങ്കിലും കിട്ടും. ബാക്കി 40% നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, ഒന്നിനും കിട്ടത്തില്ല. NPS നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് നോമിനിക്ക് കിട്ടും, UPSൽ അത് കിട്ടത്തില്ല. പകരം UPSൽ ഈ പെൻഷൻ കിട്ടും. അത്രേ ഉള്ളൂ. ഇനി ആരെങ്കിലും നമ്മള് UPS റിട്ടയർമെന്റ് സമയത്ത് നമുക്ക് ലംസം എമൗണ്ടും പിന്നെ നമ്മളെ ഇൻഡിവിജ്വൽ കോർപ്പസിന്റെ 60% കൂടെ ആണ് കിട്ടുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ. UPSൽ റിട്ടയർമെന്റ് സമയത്ത് നമുക്ക് ലംസം എമൗണ്ടും ഇൻഡിവിജ്വൽ കോർപ്പസിന്റെ 60% കൂടെ ആണ് കിട്ടുന്നത്. ഇൻഡിവിജ്വൽ കോർപ്പസിന് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, മനസ്സിലായോ? ലംസം എമൗണ്ട് കിട്ടും, അത് UPS നിങ്ങൾക്ക് തരും. ഇൻഡിവിജ്വൽ കോർപ്പസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. കാരണം ഇൻഡിവിജ്വൽ കോർപ്പസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നിങ്ങളുടെ പെൻഷൻ കുറയും, മനസ്സിലായോ? ആ ലംസം നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, ധൈര്യമായിട്ട് മേടിക്കാം. പക്ഷേ നിങ്ങൾക്ക് 1 കോടി രൂപയുണ്ടെങ്കിൽ ഈ 60 ലക്ഷം രൂപ നിങ്ങൾ പിൻവലിച്ചാൽ നിങ്ങളുടെ പിന്നെയുള്ള പെൻഷൻ വെറും ശരിക്കുള്ള ഫുൾ പെൻഷന്റെ 40% പെൻഷൻ കിട്ടുള്ളൂ. അപ്പൊ അത് റിസ്ക് എടുക്കാൻ വയ്യ. നമ്മൾ ഉടനെ മരിച്ചു പോയാൽ അതെല്ലാം പോയില്ലേ എന്ന് പറഞ്ഞ് നമുക്ക് 60% വരെ 60 ലക്ഷം വാങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള 40% പെൻഷൻ മേടിച്ചോണ്ടിരിക്കാം. അപ്പൊ പോവുകയാണെങ്കിലും മരിച്ചു കഴിഞ്ഞ് പോവുകയാണെങ്കിലും 40% പോകത്തുള്ളൂ. അതാ. ഇനി ആരാ ഉള്ളേ? ഹലോ ഗോകുൽ പറഞ്ഞോ. സാർ, നമ്മൾ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ നമുക്ക് പെൻഷൻ കിട്ടണതേ അത് ശമ്പള കമ്മീഷൻ അനുസരിച്ചിട്ട് ഫിറ്റ്മെന്റ് ഫാക്ടറിലാണോ മാറ്റം വരാ, അതോ DA മാത്രം കൂടി പോവാണോ ചെയ്യാ? റിട്ടയർ ആയി കഴിയുമ്പോ നമുക്ക് UPSൽ കിട്ടുന്ന പെൻഷൻ അല്ലേ ഉദ്ദേശിച്ചത്? UPSലെ അത് ഫിറ്റ്മെന്റ് ഫാക്ടർ ഒന്നും വരുന്നതായിട്ട് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയുന്ന അനുസരിച്ച് നമുക്ക് അന്നേരം ഒരു ബേസിക് കിട്ടും, DA മാത്രം കൂടി പോകും, അത്രേ പറയുന്നുള്ളൂ. ഭാവിയിൽ ഫിറ്റ്മെന്റ് ഫാക്ടറിന് ഒരു ക്ലാരിഫിക്കേഷൻ വന്നേക്കാം, അല്ലെ ഇത് കൂടിയേക്കാം, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ രീതിയിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ ഇല്ല, അതിന്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. നേരിട്ട് DA മാത്രം കിട്ടുന്നതായിട്ട് ഇപ്പൊ പറയുന്നത്. പിന്നെ ഒരു ഡൗട്ട് കൂടി ഉണ്ട് സാർ. ഇപ്പോ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോ മരിച്ചു കഴിഞ്ഞാൽ പഴയ പെൻഷനിലെ പോലെ DCRG കിട്ടുമോ, അതോ നമ്മുടെ പിടിച്ച പൈസയുടെ? അതിനൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോ ഈ ക്ലാരിഫിക്കേഷൻ വന്നതാണ്. നമ്മളൊരു ഓപ്ഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് നമ്മൾ അടച്ച പൈസയും അതിന്റെ റിട്ടേണും നമുക്ക് തരും. നമ്മൾ അടച്ച പൈസ മാത്രം. ഗവൺമെന്റ് അടച്ച പൈസ അതിന്റെ റിട്ടേൺ ഗവൺമെന്റ് അക്കൗണ്ടിൽ പോകും. അതിനുശേഷം പഴയ പെൻഷൻ സ്കീമിന്റെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടും. അതായത് നമ്മുടെ ബേസിക്കിന്റെ ലാസ്റ്റ് വാങ്ങിച്ച ബേസിക്കിന്റെ 50% പെൻഷൻ കിട്ടും.
50% പെൻഷനാണ്. അത് പഴയ പെൻഷന് കിട്ടുന്ന പോലെ തന്നെ. അതെ അതെ കിട്ടും. അത് 10 അതങ്ങനെ പഴയ ഇതിൽ 10 വർഷത്തേക്ക് 50% പെൻഷൻ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് 30% ആവും. അങ്ങനെയൊക്കെയാണ്. അത് പഴയ പെൻഷൻ സ്കീമിന് എന്ത് കിട്ടുന്നോ അത് കിട്ടും. അതെന്താണ് ഇതിനേക്കാളെല്ലാം ബെനിഫിറ്റ്സിലാണ്. 80 വയസ്സാവുമ്പോ 10% വെച്ച് ഇൻക്രീസ് ഉണ്ടല്ലോ, അങ്ങനെ 100 വർഷം വരെ. അതെല്ലാം പഴയ പെൻഷൻ സ്കീമിന്റെ പോലെ കിട്ടുമെന്ന്. പഴയ പെൻഷൻ സ്കീമിന് എന്തെല്ലാം കിട്ടുന്നോ അതെല്ലാം കിട്ടും. അത് ചർച്ച ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് NPS-നും ഉണ്ട്, UPS-നും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മൾ ഈ സെലക്ട് ചെയ്യണോ വേണ്ട എന്നുള്ള ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതല്ല സാർ, ഇപ്പൊ ഈ ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് 25 lakh ആണല്ലോ. അതെ, പിടിച്ച എമൗണ്ട് ആണോ കിട്ടണത്? അതെല്ലാം കൂടെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യല്ലേ. ഗ്രാറ്റുവിറ്റി വേറെ അല്ല, DCRG എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ. DCRG ഓക്കെ DCRG അത് കിട്ടും. അതെല്ലാം പഴയ പെൻഷൻ സ്കീമിലെ പോലെ തന്നെ കിട്ടും. അതാണോ നമ്മുടെ പിടിച്ച പൈസയുടെ നിശ്ചിത എമൗണ്ട് ആണോ കിട്ടാന്നാണ് എന്റെ ഡൗട്ട് ആയിരുന്നു. പിടിച്ച പൈസയുടെ സംഭവം അല്ല. പിടിച്ച പൈസയായിട്ട് ഒരു ബന്ധമില്ലെന്ന്. കാരണം ഞാൻ അതാ പറഞ്ഞത്, നമ്മളെ പിടിച്ചത് NPS-നാണ് നമ്മളെ പിടിച്ചത്. മനസ്സിലായോ? അത് നമുക്ക് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. അന്നേരം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച പൈസ മുഴുവൻ നമുക്ക് തിരിച്ചു തരും. സർക്കാർ കോൺട്രിബ്യൂഷൻ ഇട്ടത് മുഴുവൻ സർക്കാരിന് തിരിച്ചു പോകും. അപ്പൊ പിന്നെ NPS ഇല്ലാതായി. പിന്നെ പഴയ പെൻഷൻ സ്കീമിന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും കിട്ടും. അതാണ് ഇപ്പോഴത്തെ ക്ലാരിഫിക്കേഷൻ വന്നത്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ക്ലാരിഫിക്കേഷൻ അതാണ്. അത് ഓൾറെഡി NPS-കാർക്ക് അത് തന്നെ കിട്ടുന്നതാണ്. NPS-ന് UPS എന്താ സാറേ, NPS-ൽ നമുക്ക് ഇപ്പൊ കിടക്കുന്ന പൈസയെ നമ്മൾക്ക് ഇപ്പൊ 10 ലക്ഷം ഉണ്ടെങ്കിൽ അത് പിൻവലിക്കാൻ പറ്റുമോ? NPS-ൽ നിങ്ങൾക്ക് കിടക്കുന്ന പൈസയിൽ നിങ്ങൾ ഇട്ട പൈസ എത്രയാണോ അതിന്റെ 25% വരെ പിൻവലിക്കാം. സെയിം ആണ് UPS-ലും. UPS-ൽ നിങ്ങൾ ഇട്ട പൈസ ഉണ്ട്, അതിൽ 25% വരെ പിൻവലിക്കാം. ഇൻഡിവിജ്വൽ കോർപ്പസിൽ കിടക്കുന്ന പൈസയല്ല, അത് ഗവൺമെന്റ് ഇട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സർവീസിലിരിക്കുമ്പോൾ നിങ്ങൾ ഇട്ട പൈസയുടെ 25% വരെ പിൻവലിക്കാം. സർവീസിലിരിക്കുമ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഗവൺമെന്റിനോട് ഇട്ട അതിന്റെ 60% വരെ പിൻവലിക്കാം. പക്ഷെ ഇതൊക്കെ എല്ലാത്തിനും പറഞ്ഞോ, ഇതെല്ലാം എല്ലായിടത്തും ഒരുപോലെ കേട്ടോ. ഇതൊന്നും നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യങ്ങളല്ലത്. പറഞ്ഞോ അടുത്ത. പിന്നെ നമ്മുടെ OPS-ലോട്ട് ഇനി മാറ്റാനുള്ളത് നമ്മുടെ യൂണിയൻ വഴി അത് സംസാരിച്ചിട്ടുണ്ടല്ലോ, OPS-ലോട്ട് മാറ്റണമെന്നുള്ളത്. അതിനിപ്പോ എന്തെങ്കിലും നമുക്ക് ചാൻസ് ഉണ്ടോ അത് ഇനി OPS-ലോട്ട് വരാൻ? എന്റെ അഭിപ്രായത്തിൽ ഇതിന്റെ അകത്ത് ഒരു ചാൻസും ഇല്ല, ഒരു സാധ്യതയില്ല. അല്ലെങ്കിൽ ഇതിന്റെ അകത്തൊരു വാല്യൂ ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവുമെന്ന്. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, യൂണിയൻ വൈസും മറ്റുമൊക്കെ അങ്ങനെ നടത്തിയ ഫൈറ്റിന്റെ ഫലമാണ് മറ്റൊരു ഓപ്ഷനിലേക്ക് ഇപ്പൊ ഗവൺമെന്റ് ചിന്തിച്ചത്. എന്നാൽ അവർ അത് തരത്തില്ല, അതിൽ താഴെയുള്ളവരൊന്നും തരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയാണ് അങ്ങനെയൊന്നുമില്ല. ഇനിയും ഇതിനേക്കാളും ഇതിൽ തന്നെ ക്ലാരിഫിക്കേഷൻസ് വന്നിട്ട് കുറെ കൂടെ ഈ സ്കീം തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമല്ലോ. ഇവിടെ വേണേ ആ പൈസ തിരിച്ചു കിട്ടുന്ന ഓപ്ഷനിലേക്കൊക്കെ ഇത് കൊണ്ടുപോകാമല്ലോ. മനസ്സിലായില്ലേ? കുറെയെങ്കിലും ഒക്കെ തിരിച്ചു കിട്ടുന്ന പോലെ മറ്റുമൊക്കെ കൊണ്ടുപോകാമല്ലോ. അതായത് എക്സാക്ട്ലി അത് കിട്ടിയല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, മരിച്ചു കഴിഞ്ഞപ്പോൾ എക്സാക്ട്ലി അത് കിട്ടുന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്. ഡ്യൂട്ടിയിൽ മരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ കിട്ടും. മരിച്ചാൽ മാത്രമല്ല, നമ്മൾ സർവീസിൽ ഇരുന്ന് അൺഫിറ്റായി, ഓൾ ക്ലാസ് അൺഫിറ്റായി റെയിൽവേ നമ്മളെ പിരിച്ചുവിട്ടാലും എക്സാക്ട്ലി സെയിം കിട്ടും. അതിനുള്ളതെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ഈ നമ്മള് നോർമൽ റിട്ടയർമെന്റിന് അത്രയും അവർ ഭയങ്കര ബാധ്യതയാവും സർക്കാരിന്. എനിക്ക് തോന്നുന്നില്ല അത്രയും വരും. പക്ഷെ ഇതിന്റെ അകത്ത് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരികയും ഈ UPS-ന്റെ അകത്ത് കുറച്ചുകൂടെ അത് OPS-ലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്യുന്നുള്ളതാണ്. ഇതൊക്കെ എന്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. അതിലൊന്നും നമ്മൾ ഈ പറയുന്ന മുഴുവൻ എന്ത് റോൾ എഴുതി വെച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അത് ഞാനൊരു എക്കണോമിസ്റ്റ് ഒന്നും അല്ല, ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഇതിന്റെ അതെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് ഇതിനെ പറ്റിയേ ഉള്ളൂ. നമ്മൾ മറ്റു അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിന്റെ അതൊരു കറക്റ്റ്നെസ് ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും എന്റെ അഭിപ്രായം അതാണ്. ഓക്കെ, അപ്പൊ ശ്രീനെ ആരും ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാം. സാറേ ഒരു കാര്യം പറഞ്ഞോ സാറേ, നമ്മളെ ഈ ഇപ്പൊ ഓപ്ഷൻ UPS കൊടുത്താലും സാറേ, ഇപ്പൊ നമ്മൾ UPS കൊടുത്താലും നമുക്ക് ഇപ്പൊ റിട്ടയർഡ് ആകുമ്പോ നമുക്ക് ഈ 60% പിൻവലിക്കാൻ പറ്റുമോ? UPS-ന്ന് പിൻവലിക്കാലോ. ഓപ്ഷൻ UPS കൊടുത്താൽ UPS-ൽ നമുക്ക് നമ്മളിടുന്ന 10 ഗവൺമെന്റ് ഇടുന്ന 10 കൂടെ ഒരു തുകയുണ്ട്.
ആ തുകയിൽ നിന്ന് നമുക്ക് 60% പിൻവലിക്കാം. ആ പിൻവലിച്ച് കഴിയുമ്പോൾ അത് കൂടാതെ നമുക്ക് ലംസം കിട്ടും. അപ്പൊ ഏറെക്കുറെ NBC കിട്ടുന്ന 60% ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ ഓപ്ഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ 30-ാം തീയതി അല്ലേ? അതാ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. ജീവിച്ചിരുന്ന ലാഭമാണ്. അതാണ്. സാറേ പറഞ്ഞോളൂ. ആരാണ്? സാറേ അശ്വതി പറഞ്ഞോളൂ. അശ്വതി പറഞ്ഞോളൂ. സാറേ ഇത് നമ്മൾ UPS-ല് 60% നമ്മൾ എടുക്കാന്ന് പറഞ്ഞല്ലോ. അതില് ബാക്കി 40% നമ്മുടെ നോമിനിക്ക് ആ എടുത്തു കഴിഞ്ഞിട്ട് നമ്മള് ഡെത്തായി വിചാരിക്കാം. അത് ബാക്കിയുള്ള 40% നമുക്ക് നോമിനിക്ക് പെൻഷനായി കിട്ടും എന്നാണോ പറയണേ UPS-ല്? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. സർവീസിലെത്തായെന്നാണ് പറഞ്ഞത്. അല്ല, നമ്മൾ റിട്ടയർഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 60% പിൻവലിക്കാന്നുള്ളൂ. നമ്മൾ റിട്ടയർ ആകുമ്പോ UPS-ൽ നമ്മൾ 60% പിൻവലിക്കുന്നു. ഓക്കെ, എംപ്ലോയി റിട്ടയർ ആകുമ്പോ 60% പിൻവലിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പിൻവലിച്ച് കഴിയുമ്പോൾ നമ്മൾ അത് ഡെത്തായി. നമ്മള് റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് എമൗണ്ട് പിൻവലിച്ച് കഴിഞ്ഞ് നമ്മൾ മരിച്ചു കഴിയുമ്പോ നമ്മുടെ ഭാര്യയല്ലേ ഭർത്താവിന് നമുക്ക് കിട്ടിയിരുന്ന 40% ഇല്ല 40% കിട്ടത്തില്ല. അതിനെപ്പറ്റി ആലോചിക്കുക വേണ്ട. നമ്മുടെ ഭാര്യയല്ലേ ഭർത്താവിന് നമുക്ക് കിട്ടിയ പെൻഷന്റെ 60% ഫാമിലി പെൻഷൻ കിട്ടും. നമ്മൾ എന്ത് പെൻഷൻ വാങ്ങിയോ അതിന്റെ 60% ഫാമിലി പെൻഷൻ വിത്ത് DA കിട്ടും. DA കൂടുന്നതനുസരിച്ച് കൂടും. അങ്ങനെ അവരും കൂടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടിയല്ല. അല്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നോമിനിക്ക് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ഒന്നും കിട്ടും. നോമിനിക്കല്ല UPS-നെ സംബന്ധിച്ച് നോമിനിക്കല്ല കിട്ടുന്നത്. നമ്മള് റിട്ടയർ ആകുമ്പോഴുള്ള നമ്മുടെ ഭാര്യ അല്ല ഭർത്താവ്. ഫസൽ ഒന്ന് മ്യൂട്ട് ചെയ്യോ പ്ലീസ്? ഫസൽ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്യോ? ഹലോ, അശ്വതി പറഞ്ഞോ. ഇപ്പൊ ഈ 60% നമ്മള് റിട്ടയർഡ് ആയ ശേഷം പിൻവലിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചു. അപ്പൊ ഈ UPS-ൽ നോമിനിക്ക് ഒന്നും കിട്ടില്ല എന്നാണോ? ഇല്ല. UPS നോമിനിക്ക് ഒന്നും കിട്ടില്ല. അപ്പൊ NPS-ലാണെങ്കിലോ? NPS-ലാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോ ബാക്കി 40% അതിന്റെ റിട്ടേണും കൂടെ നോമിനിക്ക് കിട്ടും. കിട്ടും. UPS-ല് നമ്മൾ മേടിച്ച പെൻഷന്റെ 60% നമ്മുടെ ഭാര്യയല്ലേ ഭർത്താവിന് മാത്രം കിട്ടും. അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും കിട്ടില്ല. അതിന് പകരം നമ്മുടെ പെൻഷൻ കൂടുതലായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തയാള്. നോമിനി നമ്മുടെ കുഞ്ഞാണെങ്കിൽ ഭർത്താവിനോ ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ UPS-ല്, കുഞ്ഞിനില്ല. NPS-ൽ ആർക്ക് വേണേലും കൊടുക്കാം. കുഞ്ഞിന് തന്നെ വേണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല, അയലോക്കാർക്കാണേലും കൊടുക്കാം. നമ്മൾ ആരെ നിർദ്ദേശിച്ചാലും അവർക്ക് കിട്ടും. അതാണ് വ്യത്യാസം. അത് മാത്രമല്ല, ഈ നോമിനി UPS-ലെ ഈ ഭാര്യയല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയെ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്തുള്ള നിയമപരമായിട്ടുള്ള ഭാര്യയല്ലേ ഭർത്താവാണ്. ലിവിംഗ് ടൂതറാണ് കിട്ടത്തില്ല. റിട്ടയർ ആയി കഴിഞ്ഞാൽ അതിന് മുമ്പ് നമ്മൾ ഡൈവേഴ്സ് ആയിട്ട് റിട്ടയർ ആയി കഴിഞ്ഞ് വേറെ കല്യാണം കഴിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളുണ്ട്. നമ്മൾ റിട്ടയർ ആകുന്ന സമയത്ത് നിയമപരമായിട്ട് നമ്മുടെ ഭാര്യയല്ല ഭർത്താവ് ആയിരിക്കുന്ന വ്യക്തിക്ക് മാത്രം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഫാമിലി പെൻഷന്റെ 60%, ഫാമിലി പെൻഷനായിട്ട് നമ്മുടെ പെൻഷന്റെ 60% കിട്ടും. വേറെ ഒന്നും അയാൾ മരിച്ച പിന്നെ ആർക്കും ഒന്നുമില്ല. അതാണ് UPS. സാറേ, ഒരു സംശയം കൂടെ. ഈ NPS ആയിരുന്നാലും 40% കിട്ടത്തില്ലല്ലോ സാറേ. അതിന്റെ പെൻഷൻ മാത്രമല്ലേ കിട്ടത്തുള്ളൂ? NPS ആയിരുന്നാലും 40% കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട്. അതാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. NPS ആയിരുന്നാലും അതിന്റെ റിട്ടേൺ ആയിട്ടുള്ള പെൻഷൻ കിട്ടും. അത് വളരെ കുറവായിരിക്കും. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആ 40% തിരിച്ചു കിട്ടാനുള്ള ഓപ്ഷനാണ് ഭൂരിഭാഗം പേര് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് കിട്ടുമെന്ന് പറയുന്നത്. അതായത് നമ്മൾ NPS ആണെങ്കിൽ 100% കിട്ടും. 100% വിഡ്രോ ചെയ്യാം. NPS ആണെങ്കിൽ നമുക്ക് 100% വിഡ്രോ ചെയ്യാന്ന് ഞാൻ പറഞ്ഞില്ല. NPS ആണെങ്കിൽ നമുക്ക് 60% വരെ വിഡ്രോ ചെയ്യാം. നമുക്ക് ആ ബാക്കിയുള്ള 40% റിട്ടേൺ കിട്ടും. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആ 40% നമ്മുടെ നോമിനിക്ക് കിട്ടും. നമ്മൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. 40% നോമിനിക്കേ കിട്ടത്തുള്ളൂ.
നോമിനിക്ക് ആ 40% എന്ന് പറയുന്നത് നമ്മൾ ഇട്ട പൈസ 10% മാത്രമല്ലേ നോമിനിക്ക് കിട്ടുള്ളൂ? അതാ ഗവൺമെന്റ് ഇട്ട 14 കൂടെ കിട്ടുമോ? നമ്മൾ ഗവൺമെന്റ് ഇടുന്ന 24 10 + 14 അതിന്റെ 60% നമുക്ക് എടുക്കാം. ബാക്കി 40% മരിച്ചു കഴിഞ്ഞ നോമിനിക്ക് കിട്ടുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് നീ ആരെങ്കിലും ഉണ്ടോ? സാറേ സഞ്ജയന സാറേ എന്തെങ്കിലും മാവേലിക്കര ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനകത്ത് ആരൊക്കെ ഉണ്ട് മാവേലിക്കരല്ലേ? മഞ്ജുളത, മാധുരി, രാജലക്ഷ്മി, എവർക്കൊക്കെ സംശയം ഉണ്ടെങ്കിൽ പറയണം. അത് കഴിഞ്ഞിട്ട് നാളെ എൻ്റെ അടുത്ത് എന്തുവാന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യുക. പിന്നെ സാറേ എൻ്റെ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് NBS തുടർന്ന് NBSനകത്തുനിന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പൈസ എല്ലാം മേടിച്ച് UPSനകത്തോട്ട് മാറാൻ പറ്റുമോ? പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടോ അതിന്? ഇല്ല. NBS നമ്മൾ UPSലേക്ക് ഓപ്ഷൻ കൊടുത്താൽ NBSന്ന് UPSലേക്ക് ഓപ്ഷൻ കൊടുത്താൽ ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റത്തില്ല. അത് പോവാണ് കപ്പവരോട് അതിനുണ്ട്. NBSന്ന് UPSലേക്ക് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ, തിരിച്ചില്ല. അത് തിരിച്ച് ഇറിവേഴ്സിബിൾ ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. NBSന്ന് മനസ്സിൽ UPS ഓപ്ഷൻ കൊടുത്താൽ തിരിച്ചില്ല. ഞാനിവിടെ പരോപകാരം ചെയ്തോണ്ടിരിക്കുക. മാവേലിക്കരക്കാർക്ക് NPSന്റെ ക്ലാസ് മറ്റേ ഗ്രൂപ്പിലാ അല്ല മറ്റേ ഫോണിലാ ഞാൻ ചെയ്യണത്. ഇതില് ആക്കി കഴിഞ്ഞാലേ എപ്പോഴും ഓരോ കോള് വരുന്നോണ്ട് ഞാൻ മറ്റേ ഫോണില് അനൂപ് സാർ ഞാൻ വിളിക്കാം. ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാനാ കണ്ടക്ട് ചെയ്യണതേ. സംശയങ്ങൾ ഇല്ലെങ്കിൽ സഞ്ജയനെ ക്ലോസ് ചെയ്യാം. ഇനി ഓക്കെ താങ്ക് യു സാർ. ഓക്കെ നന്ദി. ശ്രീനി ഒന്നുണ്ട് വിടാവോ? ഞാനിപ്പോ അതിനെ നമ്മുടെ ബ്രാഞ്ച് ഒരു പറഞ്ഞു പെട്ടെന്ന് സാറിന് ഭയങ്കര തിരക്കുള്ള ഈ പറയുന്ന യാതൊരു വിധമായൊരു ലീവും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് 5 മണി തൊട്ട് ഇത്രയും നേരം നമ്മുടെ അടുത്ത് ഈ ക്ലാസിന്റെ സംശയ നിവാരണ ക്ലാസ്സിൽ പങ്കെടുത്ത കോട്ടയം അനൂപ് സാറിന് മാവേലിക്കര ബ്രാഞ്ചിന്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ തൊഴിലാളികൾക്കും ഇവിടെ നിന്ന് മാവേലിക്കര ബ്രാഞ്ച് മാത്രമല്ല ബാക്കിയുള്ള ബ്രാഞ്ചുകളിൽ ഏതാണ്ട് ഞാനിപ്പോൾ കാണുന്നത് ഏതാണ്ട് 150 പേരോളം ഈ ക്ലാസ്സിനകത്ത് പങ്കെടുത്തു. അവർക്ക് കുറേയൊക്കെ സംശയങ്ങൾ ഉണ്ട്. എന്നാലും അവരുടെ സംശയങ്ങളൊന്നും പൂർണ്ണമായി ഇത് മാറിയിട്ടില്ലെന്ന് ഉറപ്പാ, 100% ഉറപ്പാ. അവർക്ക് പിന്നെ ഇങ്ങനെ സംശയങ്ങളുണ്ട്. ഇനി ഇതേമാതിരിയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പം ഒരു ക്ലാസ് എടുത്ത് കുറേ ആൾക്കാരുടെ സംശയങ്ങളൊക്കെ ഇതിനകത്ത് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനുവേണ്ടി നമുക്ക് SRM മാവേലിക്കര ബ്രാഞ്ചിന് വേണ്ടി ഒരു പ്രത്യേകം ക്ലാസ് എടുത്തതിന് അനൂപ് സാറിനും അതിൻ്റെ ഈ പറയുന്ന സീന ഇതിനകത്തില്ല. സീനയാണ് ഈ പറയുന്ന സംഭവം. നമുക്കിതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എടുത്തത് ബ്രാഞ്ചിനോട് നന്ദി സ്നേഹവും മാവേലിക്കര ബ്രാഞ്ചിന്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. അതുപോലെ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് വീഡിയോ ഇട്ടിട്ട് അതിന്റെ ആവശ്യകത പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പൊ ശ്രീന പറഞ്ഞു ഡൗൺലോഡ് ചെയ്തു. എല്ലാവർക്കും സംശയങ്ങളൊക്കെ മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ യൂട്യൂബ് ഇപ്പം ഈ റെക്കോർഡ് ചെയ്തത് നമ്മൾ യൂട്യൂബില് സാറ് അത് പോസ്റ്റ് ചെയ്യും. ആ സമയത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കമന്റ്സ് ആയിട്ട് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം സാർ എന്തായാലും തരുന്നതായിരിക്കും. അപ്പം ഇതുവരെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അനൂപ് സാറിനും ഓക്കെ.